നമസ്തേ. പുത്തൻ പുലരിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. പ്രധാന വാർത്തകളിലേക്ക് പോകാം വളരെ പെട്ടെന്ന്. ഹമാസ് ഭീകരർക്കായി നടത്തിയ പ്രാർത്ഥനാ സംഗമം കേന്ദ്രം അന്വേഷിക്കുന്നു. മുസ്ലിം ലീഗ് ഉൾപ്പെടെ പങ്കെടുത്ത കോഴിക്കോട്ടെ പ്രത്യേക യോഗം കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കും. യോഗത്തിൽ പങ്കെടുത്തവരുടെ വിവരങ്ങളും ദൃശ്യങ്ങളും ശേഖരിച്ചു. മുഖ്യമന്ത്രിയുടെ PR വർക്കിന് കോടികൾ ഒഴുക്കി ധൂർത്ത്. പ്രതിവാര ടെലിവിഷൻ പരിപാടിക്കായി ചെലവഴിച്ചത് 25 കോടിയോളം രൂപ. നിർമ്മാണ ചുമതലയുള്ള പാർട്ടി ചാനലിലും നൽകുന്നത് കോടികൾ. സാമ്പത്തിക പ്രതിസന്ധിക്കിടയിലും തുടരുന്ന ധൂർത്തിന്റെ വിവരാവകാശ രേഖ ജനം TVക്ക്. യാക്കോബായ സഭയ്ക്ക് ഇനി പുതിയ ഇടയൻ. ശ്രേഷ്ഠ കാതോലിക്ക ബാവയായി ജോസഫ് മാർ ഗ്രിഗോറിയോസ് ചുമതലയേറ്റു. മുഖ്യ കാർമ്മികത്വം വഹിച്ച ഇഗ്നാത്തിയോസ് അപ്രേം ദ്വിതീയൻ പാത്രിയാർക്കിസ് ബാവ. ആശംസകൾ നേർന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സംസ്ഥാനത്തെ ആരോഗ്യ മേഖലയിൽ എണ്ണിയാൽ ഒടുങ്ങാത്ത ചികിത്സാ പിഴവുകൾ. കർശന നടപടി സ്വീകരിക്കുന്നില്ലെന്ന ആക്ഷേപം. വീഴ്ചകൾ നിസ്സാരവൽക്കരിച്ച ആരോഗ്യവകുപ്പ്. ഒറ്റപ്പെട്ട സംഭവങ്ങൾ മാത്രമെന്ന് ആരോഗ്യമന്ത്രി. കരിങ്കടലിൽ വെടിനിർത്താൻ റഷ്യ യുക്രൈൻ ധാരണ. ഊർജോൽപാദന കേന്ദ്രങ്ങൾ ഇരു രാജ്യങ്ങളും ആക്രമിക്കില്ല. നിലവിലെ ഉപരോധം പിൻവലിക്കണമെന്ന് റഷ്യ. നിർണായക തീരുമാനം. അമേരിക്ക മധ്യസ്ഥത വഹിച്ച ചർച്ചയിൽ. ഗാസയിൽ നടന്ന ജനകീയ പ്രതിഷേധത്തെ ആയുധങ്ങളുമായി നേരിട്ട് ഹമാസ് ഭീകരർ. സംസ്ഥാനത്ത് ഇന്നും ഉയർന്ന താപനില മുന്നറിയിപ്പ്. 4 ഡിഗ്രി വരെ ചൂട് ഉയർന്നേക്കുമെന്ന് കാലാവസ്ഥാ വകുപ്പ്. 8 ജില്ലകളിൽ യെല്ലോ അലർട്ട്. ഫിഫ ലോകകപ്പിന് യോഗ്യത സ്വന്തമാക്കിയ അർജന്റീന. യോഗ്യത നേടിയത് യുറുഗ്വായ് ബൊളീവിയ മത്സരം സമനിലയിൽ കലാശിച്ചതോടെ. IPL-ൽ പഞ്ചാബിന് ജയം. ഗുജറാത്തിനെ തോൽപ്പിച്ചത് 11 റൺസിന്. ഇന്ന് രാജസ്ഥാൻ കൊൽക്കത്തയെ നേരിടും. നമുക്ക് വിശദാംശങ്ങളിലേക്ക് പോകാം. ഇതിൽ ആദ്യം നമ്മൾ ഇന്ന് പോകുന്ന വിഷയം ഈ കോഴിക്കോട്ട് കഴിഞ്ഞ ദിവസം നടന്ന ഹമാസ് ഭീകരവാദികൾക്കായി നടന്ന പ്രാർത്ഥനാ സംഗമം. ആ സംഭവത്തിൽ ഇപ്പോൾ കേന്ദ്ര ഏജൻസികൾ അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ്. യോഗത്തിൽ പങ്കെടുത്തവരുടെ വിവരങ്ങളും ദൃശ്യങ്ങളും കേന്ദ്ര ഏജൻസികൾ ശേഖരിച്ചു. പരിപാടിയിൽ മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ സംഘടനയിലെ നേതാക്കളും പങ്കെടുത്തിരുന്നു. കൊല്ലപ്പെട്ട ഹമാസ് ഭീകരൻ യഹിയ സിൻവാറിനും ഇസ്മയിൽ ഹനിയയ്ക്കും വേണ്ടി പ്രത്യേക പ്രാർത്ഥനയും ഈ സംഗമത്തിൽ നടന്നിരുന്നു. അരുൺ കൊടുങ്ങൂർ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. അരുൺ, ഈ സംഭവം നടക്കുമ്പോൾ തന്നെ ഇത് അവിടെ നടത്തിയ പ്രാർത്ഥനാ സംഗമം, അതിൽ പങ്കെടുത്ത ആളുകളുടെ എണ്ണം, ആ യോഗത്തിൻ്റെ ഉദ്ദേശം, ഇതൊക്കെ തന്നെയും സംശയത്തിന് നിഴലിലായിരുന്നു. ഇപ്പോൾ കേന്ദ്ര ഏജൻസികൾ എന്തൊക്കെയാണ് അന്വേഷണ വിധേയമാക്കുന്നത്? തീർച്ചയായും കഴിഞ്ഞ ദിവസമാണ് കോഴിക്കോട് കടപ്പുറത്ത് ഇത്തരത്തിൽ ഹമാസ് ഭീകരർക്ക് ഒരു പ്രാർത്ഥനാ സംഗമം എന്ന പേരിൽ ഒരു യോഗം നടത്തിയിരുന്നത്. മുസ്ലിം ലീഗിന്റെ ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ നേതാക്കൾ ഈ യോഗത്തിൽ പങ്കെടുത്തു. കഴിഞ്ഞ ദിവസം ഇത് നമ്മൾ കൃത്യമായി വാർത്തയാക്കുകയും ചെയ്തതാണ്. എന്തായാലും ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് കേന്ദ്ര ഏജൻസികൾ ഈ വിഷയത്തെ ഏറ്റവും ഗൗരവത്തോടെ എടുത്തിരിക്കുന്നത്. ഈ വിവരങ്ങളൊക്കെ തന്നെ, ഈ യോഗത്തിന്റെ വിവരങ്ങളാണ് ഏറ്റവും പ്രധാനമായി കേന്ദ്ര ഏജൻസികൾ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഈ യോഗത്തിൽ പങ്കെടുത്തത് ആരൊക്കെ, പ്രസംഗിച്ച കാര്യങ്ങൾ, അതോടൊപ്പം തന്നെ എവിടെ നിന്നൊക്കെയുള്ള ആളുകളാണ് ഈ യോഗത്തിലേക്ക് പങ്കെടുത്തത്, ഇവരുടെ പങ്കെടുത്ത ആളുകളുടെ പശ്ചാത്തലം. ഈ 4 കാര്യങ്ങളാണ് പ്രധാനമായും ഇപ്പോൾ കേന്ദ്ര ഏജൻസികൾ പ്രധാനമായും അന്വേഷിക്കുന്നത്. IB ഉൾപ്പെടെയുള്ള ആളുകൾ പ്രാഥമികമായി ഈ വിഷയത്തിൽ റിപ്പോർട്ട് തയ്യാറാക്കി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു പ്രശ്നമായി തന്നെ ഈ വടക്കൻ കേരളത്തിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങളെ നോക്കിക്കാണുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ്
അത്തരത്തിൽ ഈ വിഷയങ്ങളൊക്കെ തന്നെയും കൃത്യമായ നിരീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിലേക്ക് പോകുന്നു. നമുക്കറിയാം, കഴിഞ്ഞ കുറച്ചു നാളുകളായി വടക്കൻ കേരളം കേന്ദ്രീകരിച്ച് നടക്കുന്ന ഇത്തരം പ്രവർത്തനങ്ങൾ മെക്സവനിൽ തുടങ്ങി മുന്നോട്ട് പോകുന്ന ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെ തന്നെയും വിശദമായ പരിശോധനയ്ക്ക് വിധേയമാക്കി കേന്ദ്ര സർക്കാരിലേക്ക് കൃത്യമായ റിപ്പോർട്ട് നൽകിക്കൊണ്ടായിരുന്നു കേന്ദ്ര ഏജൻസികളൊക്കെ തന്നെ മുന്നോട്ട് പോകുന്നത്. അത് നഗര കേന്ദ്രങ്ങളിൽ മാത്രമല്ല, ഗ്രാമീണ മേഖലകളിലും ഈ വിഷയങ്ങളൊക്കെ തന്നെ കൃത്യമായി തന്നെ നടക്കുന്നു എന്നുള്ള ഏറ്റവും ഗൗരവകരമായ കാര്യമാണ് കേന്ദ്ര ഏജൻസികളുടെ ഭാഗത്തുനിന്ന് നമുക്ക് ലഭിക്കുന്നത്. എന്തായാലും പരസ്യമായി ഇത്തരത്തിൽ ഹമാസ് ഭീകരർക്ക് ഇത്തരം ഒരു പ്രാർത്ഥനാ രാവ് നടത്തിയതിന് പിന്നിലുള്ള ഉദ്ദേശം അതുതന്നെയാണ് ഇവർ കൃത്യമായി അന്വേഷിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ കൊല്ലപ്പെട്ട ഹമാസ് ഭീകരർക്ക് വേണ്ടി ഉള്ള ഒരു കാര്യങ്ങളൊക്കെ തന്നെയും ഈ വിഷയത്തിലൊക്കെ തന്നെയും വിശദമായ ഒരു ചർച്ച കൂടി നടന്നു. അത് പരസ്യമായി തന്നെ കോഴിക്കോട് കടപ്പുറത്ത് തന്നെ ഇത് നടത്തി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി ഇവർ എടുത്തു പറയുന്നത്. എന്തായാലും ഈ കാര്യങ്ങളൊക്കെ തന്നെ വിശദമായി പരിശോധിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനാണ് കേന്ദ്ര ഏജൻസികളുടെ ഒരു തീരുമാനം. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പ്രാഥമിക ഘട്ടമായി ഈ സംഗമത്തിൽ പങ്കെടുത്തവരുടെ എല്ലാം തന്നെ വിവരങ്ങൾ ശേഖരിച്ചത്. നിരവധി ആളുകൾ ഈ ഒരു സംഗമത്തിൽ പങ്കെടുത്തിരുന്നു. ഇവരുടെ വിവരങ്ങൾ കൃത്യമായി തേടിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇവരുടെ ഒരു പശ്ചാത്തലം, എവിടെ നിന്നുള്ള ആളുകളാണ്, ഇവർക്ക് ഉണ്ടായിരുന്ന രാഷ്ട്രീയ പശ്ചാത്തലം, അതോടൊപ്പം തന്നെ മറ്റ് ആക്ടിവിറ്റികളിൽ എന്തെങ്കിലും തലത്തിൽ ഇവർ പങ്കെടുത്തിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങൾ കൂടി കേന്ദ്ര ഏജൻസികൾ കൃത്യമായി പരിശോധിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇതിന്റെ ദൃശ്യങ്ങൾ പൂർണ്ണമായും കേന്ദ്ര ഏജൻസികൾ ശേഖരിച്ചിട്ടുണ്ട്. കാരണം ഇത്തരത്തിലുള്ള പല സംഭവങ്ങളും വടക്കൻ കേരളത്തിൽ നടന്നു വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ വിഷയത്തെ ഏറെ ഗൗരവത്തോടെയാണ് കേന്ദ്ര ഏജൻസികൾ കാണുന്നത്. എന്തായാലും ഈ സംഘവുമായി ബന്ധപ്പെട്ട് പൂർണ്ണമായുള്ള വിവരങ്ങളൊക്കെ തന്നെയും കേന്ദ്ര ഏജൻസികൾ ശേഖരിച്ചിരിക്കുകയാണ്. എന്തായാലും തുടർ നടപടികൾ അടുത്ത ദിവസം തന്നെ ഉണ്ടാകുമെന്നുള്ള ഒരു കാര്യമാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. എന്തായാലും ഏറ്റവും ഗൗരവമായി, അതീവ ഗൗരവമായി തന്നെയാണ് ഈ വിഷയത്തെ കേന്ദ്ര ഏജൻസികളൊക്കെ തന്നെയും കാണുന്നത്. വീണ, സെക്രട്ടേറിയറ്റിന് മുന്നിലെ ആശാ വർക്കർമാരുടെ സമരം 45-ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. നിരാഹാര സമരമാവട്ടെ 7-ാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ ആശമാരുടെ സമരവീര്യത്തിൽ ഒരു കുറവുമില്ല. നിരാഹാരം ഇരുന്നവരിൽ ഒരാളെ കൂടി ആശുപത്രിയിലേക്ക് മാറ്റി. ന്യായമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടം അവസാന ശ്വാസം വരെ തുടരുമെന്ന് ആശാ വർക്കർമാർ അറിയിച്ചു. ശ്രീനന്ദ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ശ്രീനന്ദ, കടുത്ത സമരങ്ങളിലേക്ക് തന്നെയാണ് അവർ തുടക്കത്തിലേ പോയത്. അതായത് അവർ ആദ്യ ദിവസം സമരത്തിനിരിക്കുമ്പോൾ പോലും അവർക്ക് വ്യക്തമായിരുന്നു അവരുടെ ആവശ്യങ്ങൾ എന്താണ് എന്ന്. അത് നിരന്തരം ഉന്നയിച്ചതിന് ശേഷം പോലും നടക്കാതെ വന്നപ്പോഴാണ് അവർ സെക്രട്ടേറിയറ്റ് നടയിലേക്ക് രാപ്പകൽ സമരവുമായി എത്തുന്നത്. ഇപ്പോൾ 7-ാം ദിവസം നിരാഹാര സമരത്തിലേക്കും അവർ കടക്കുകയാണ്. കഴിഞ്ഞ ദിവസം കൂട്ടമായി ഉപവസിക്കുന്ന സാഹചര്യവും ഉണ്ടായി. പക്ഷെ അപ്പോഴും ഒരു വശത്ത് സർക്കാർ നിസ്സംഗമായിരിക്കുന്നു, അല്ലെങ്കിൽ അപമാനിക്കലുകൾ തുടരുന്നു. എന്താണ് അവരുടെ നിലപാട്? ഇന്നിപ്പോൾ സെക്രട്ടേറിയറ്റ് മുന്നിലെ ആശാ വർക്കർമാരുടെ സമരം 45-ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. 7-ാമത്തെ ദിവസമാണ് ഇവരുടെ നിരാഹാര സമരം ഇപ്പോൾ നടക്കുന്നത്. നമ്മൾ അവർ ഉന്നയിച്ചതുപോലെ തന്നെ അവരുടെ ന്യായമായ ആവശ്യങ്ങൾ മാത്രമാണ്, ഓണറേറിയം വർദ്ധിപ്പിക്കുക, അങ്ങനെയുള്ള ന്യായമായ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ ആശാ വർക്കർമാർ ഇവിടെ സമരം ചെയ്യുന്നത്. തങ്ങൾക്ക് ഉള്ള ന്യായമായ ആവശ്യങ്ങൾ എന്തുകൊണ്ടാണ് സർക്കാർ കണ്ടില്ല എന്ന് നടിക്കുന്നതെന്ന് മാത്രമാണ് അവർ ഇപ്പോഴും ഒന്നിടവിട്ട് ചോദിക്കുന്ന ഒരു കാര്യം. തങ്ങളുടെ കണ്ണിൽ പൊടിയിടുക മാത്രമാണോ സർക്കാരിൻ്റെ ലക്ഷ്യമെന്നും, വോട്ട് മേടിച്ച് ജയിച്ചതിന് ശേഷം എന്താണ് ഇത്രയും ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആശാ വർക്കർമാർ എന്തുകൊണ്ട് തിരിഞ്ഞു നോക്കുന്നില്ല എന്നൊരു ചോദ്യമൊക്കെയാണ് ഇവർ ഉന്നയിക്കുന്നത്. ഇവർ പോരാളികളാണ് എന്ന് കഴിഞ്ഞ ദിവസം നമ്മളോട് ഒരു ആശാ വർക്കർ പറയുകയുണ്ടായി. പോരാളികൾ തന്നെയാണ്. കോവിഡ് സമയത്തും അതുപോലുള്ള എല്ലാ മഹാമാരികളും ഉണ്ടായ സമയത്തും ആശാ വർക്കർമാർ മാത്രമായിരുന്നു സർക്കാരിൻ്റെ താങ്ങായി നിന്നിട്ടുള്ളത്. അവരെ എന്തുകൊണ്ടാണ് സർക്കാർ ഈ സമരവേദിയിൽ എത്തിയൊന്ന് തിരിഞ്ഞു നോക്കാത്തെന്നൊരു ചോദ്യം മാത്രമാണ് ആശാ വർക്കർമാർ ഉന്നയിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലായി ഇവർക്ക് 2 പേർ, NHM അതുപോലെ തന്നെ ആരോഗ്യമന്ത്രിയും ഇവരുമായി ചർച്ച നടത്തിയെങ്കിലും ആ ചർച്ച പൂർണ്ണ പരാജയമായി മാറിയൊരു സാഹചര്യമുണ്ടായി. അതിനുശേഷം ആരോഗ്യമന്ത്രി ഡൽഹിയിൽ പോയി എന്ന് പറഞ്ഞൊരു പുകമറ സൃഷ്ടിക്കുകയുണ്ടായി. അതും പൊളിഞ്ഞതിന് ശേഷമാണ് ഇനി എന്ത് ചെയ്യുമെന്നറിയാതെ നിൽക്കുന്നൊരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. സെക്രട്ടേറിയറ്റിന് പഠിക്കൽ അവർ അനിശ്ചിതകാല സമരം, അവരൊരു മഹാസമരം ഉണ്ടാക്കിയിരുന്നു. അതിനുശേഷം അനിശ്ചിതകാല നിരാഹാര സമരത്തിലേക്ക് കടക്കുകയായിരുന്നു. ഈ ഒരു നിരാഹാര സമരം ഇപ്പോൾ 7-ാം ദിവസമാണ്. ഇന്നിപ്പോൾ നമുക്ക് കാണാം ആശാ വർക്കർമാരുടെ സമരപ്പന്തലിൽ ആളുകൾ വളരെ കുറവാണ്.
കാരണം വേറൊന്നുമല്ല, നമ്മുടെ ഇവിടെ ഉണ്ടായിരുന്ന ഒരു ആശാ വർക്കറായിരുന്ന സതി എന്ന് പറയുന്ന ചേച്ചിയുടെ ഭർത്താവ് ഇന്നലെ വൈകിട്ടോടുകൂടി മരണപ്പെട്ടു. അതുകൊണ്ടാണ് ഇവിടെ ഇപ്പോൾ ആളുകൾ വളരെ കുറവായിരിക്കുന്നത്. അദ്ദേഹം നമ്മളിവിടെ നിൽക്കുമ്പോൾ സമയത്ത് എപ്പോഴും കാണാറുണ്ട്, എപ്പോഴും സമരവേദിയിൽ മുന്നിട്ട് നിൽക്കുന്നൊരു ആളായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തെയാണ് നമ്മൾ ഇപ്പോൾ ഇവിടെ നിന്ന് നമ്മളോട് വിട പറഞ്ഞതെന്നാണ് ആശാ വർക്കർമാർ നമ്മളോട് അറിയിച്ചത്. അതുപോലെ തന്നെ ഏതൊരു സമരവും സെക്രട്ടേറിയറ്റിന് മുന്നിൽ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഏതൊരു സമരവും സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടക്കുമ്പോൾ അവിടെ ഇപ്പോൾ നിരാഹാരം നടക്കുകയാണെങ്കിൽ ഒരു ഗവൺമെൻറ് ഡോക്ടർ എന്തായാലും ഈ ഒരു ആശാപ്രവർത്തകർ അല്ലെങ്കിൽ സമരം ചെയ്യുന്നത് ആരാണോ, ഈ ഒരു നിരാഹാര സമരം ഇരിക്കുന്നത് ആരെയാണോ അവരെ നോക്കാൻ ഒരു ഗവൺമെൻറ് ഡോക്ടർ എത്തേണ്ടത് വളരെ അത്യാവശ്യം. അത് എല്ലായ്പ്പോഴും ചെയ്യുന്ന ഒരു കാര്യമാണ്. എന്നാൽ ഇന്നിപ്പോൾ 7 ദിവസമായിരിക്കുകയാണ്. 7 ദിവസമായിട്ടും ഇതുവരെ ഒരു ഗവൺമെൻറ് ഡോക്ടർ പോലും ഈ ഒരു സമരപന്തലിലേക്ക് എത്തിയിട്ടില്ല എന്ന് നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. കാരണം ഇന്നലെ ഇവിടെ ഇപ്പോൾ 2 ആശമാർക്ക് വയ്യാതെയായി സമരം ചെയ്തതിന് ശേഷം ഈ ഒരു ആശമാരെ ഇന്നലെ നിംസിൽ നിന്ന് ആശമാർ തന്നെ കൊണ്ടുവന്ന് നിംസിൽ നിന്ന് 2 ഡോക്ടർമാർ വന്നാണ് ഇവരെ നോക്കിയത്. ഒരു ഗവൺമെൻറ് ഡോക്ടർ പോലും ഈ ഒരു സമരവേദിയിലേക്ക് തിരിഞ്ഞു നോക്കുന്നില്ല എന്നൊരു ആക്ഷേപം ഇവിടെ ഉയരുന്നുണ്ട്. നമുക്ക് നമ്മുടെ സമരവേദിയിലുള്ള മിനിയോട് തന്നെ ചോദിക്കാം. ചേച്ചി, എന്താണ് ഇവിടെ ഒരു ഡോക്ടർമാർ പൊതുവെ ഒരു നിരാഹാര സമരം ഇരിക്കുമ്പോൾ ഗവൺമെൻറ് ഡോക്ടർ വന്ന് നോക്കേണ്ടത് ഒരു അത്യാവശ്യമായ ഒരു കാര്യമാണ്, എല്ലാവരും ചെയ്യുന്നതാണ്. എന്നാൽ ഇവിടെ അത് എത്തിയിട്ടില്ല എന്ന് പറയപ്പെടുന്നു. എന്താണ് ഇതിൻ്റെ പിന്നിലുള്ള കാര്യം? വസ്തുതയാണ്. 7ാമത്തെ ദിവസമാണ് നിരാഹാര സമരം. ഇതേവരെ ഇവിടുന്ന് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഡോക്ടർ വന്നിട്ടില്ല. ഞങ്ങളുടേതായ നിലയിൽ ഡോക്ടർമാരെ വെച്ച് പരിശോധിച്ചുകൊണ്ടാണ് അവരുടെ ആരോഗ്യനില പരിശോധിച്ചാണ് മുന്നോട്ട് പോകുന്നത്. പക്ഷേ അത് അങ്ങേയറ്റ പ്രതിഷേധാർഹമാണ്. നമ്മൾ ധാരാളം സമരങ്ങളിവിടെ കാണാറുണ്ട്. അപ്പോൾ സർക്കാർ നിസ്സംഗഭാവം അല്ലെങ്കിൽ നിഷേധാത്മക സമീപനം എടുത്തിരിക്കുന്നു തന്നെയാണ് മനസ്സിലാകുന്നത്. അത് മാറ്റേണ്ടതുണ്ട്. കാരണം ഇത് ആശാവർക്കർമാരുടെ ജീവൻ വെച്ച് പന്താടാനുള്ളൊരു വിഷയമല്ലത്. വളരെ ന്യായമായ ഒരു ആവശ്യത്തിന് വേണ്ടി സമരം ചെയ്യാൻ വരുമ്പോൾ അവരെ കണ്ടില്ലെന്ന് നടിക്കുന്നത് ശരിയല്ല. തീർച്ചയായിട്ടും നിലവിൽ എന്തൊക്കെ പ്രോട്ടോക്കോളാണുള്ളത് അത് ആശാവർക്കർമാരുടെ കാര്യത്തിലും നടപ്പിലാക്കണം എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കുന്നത്. ഇന്നലെ ഒരാൾക്ക് ഇവിടെ വയ്യാണ്ടായി, ഇതിന് മുന്നേ ഒരു ദിവസവും ഈ സമരം ഇരുന്ന ഒരു ചേച്ചിക്ക് വയ്യാണ്ടായി. ആരെങ്കിലും നിങ്ങളിപ്പോൾ പോലീസുകാരോട് പറഞ്ഞു, കമ്മീഷണർ അറിയിക്കേണ്ടവരെ അറിയിച്ചു എന്നിവിടെ നമ്മളോട് ആശാവർക്കർമാരെല്ലാം പറയുകയുണ്ടായി. അപ്പോൾ നിങ്ങളിത് NHM-നോ അതുപോലെ തന്നെ മറ്റുള്ള പ്രവർത്തകർ, കാരണം നിങ്ങൾ ആരോഗ്യ പ്രവർത്തകരാണ്, നിങ്ങളാണ് കോവിഡ് സമയത്തും എല്ലാ സമയത്തും സർക്കാരിൻ്റെ ഒരു താങ്ങായി നിന്നിട്ടുള്ളത്. അപ്പോൾ ഇത് ബന്ധപ്പെട്ടവരെ ബന്ധപ്പെട്ടവരുടെ മുന്നിലാണല്ലോ ഈ സമരം നടക്കുന്നത്. ഞങ്ങളോട് ഇവിടുത്തെ കൻ്റോൺമെൻറ്റ് CI അന്ന് തന്നെ പറഞ്ഞിരുന്നു, ഇവിടെ ഡോക്ടർമാർ വരും പരിശോധിക്കുമെന്നു. ശരി, ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. പക്ഷേ ഇതേവരെ വന്നിട്ടില്ല. അന്വേഷിക്കുമ്പോൾ പറയുന്നത് അവരുടെ ഭാഗത്തു നിന്നുള്ള ആവശ്യങ്ങളൊക്കെ പോയിട്ടുണ്ട്, പക്ഷേ അത് നടപ്പിലാക്കുന്നില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. പക്ഷേ എന്നിരുന്നാലും ഞങ്ങൾ സമരസമിതി ഞങ്ങളിത് പരിഗണിച്ച് തന്നെ ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഞങ്ങളുടേതായ നിലയിൽ ഡോക്ടർമാരെ അറേഞ്ച് ചെയ്ത് രാവിലെയും വൈകുന്നേരവും പരിശോധിക്കുന്നുണ്ട്. ആ പരിശോധന വെച്ചുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഞങ്ങളിതിനകത്ത് ഒരു വീഴ്ചയും വരുത്തുന്നില്ല. തീർച്ചയായിട്ടും ഒരു നിസ്സംഗ മനോഭാവം തന്നെയാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ മറ്റ് അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ഇത് നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനൊരു നിരാഹാര സമരം നടക്കുമ്പോൾ ഒരു സർക്കാർ ഡോക്ടർ ഈ ഒരു സമരപന്തലിലെത്തി ഇവിടെ വയ്യാണ്ടാവുന്നത്? ഇതുവരെ സമരം ചെയ്ത് 2 ആശമാർക്ക് അസുഖം ബാധിച്ച് അവരെ ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു. ആരോഗ്യസ്ഥിതി വളരെയധികം വഷളായിരുന്നു. എന്നിട്ട് കൂടി ഒരു ഗവൺമെൻറ് ഡോക്ടർ എന്തുകൊണ്ടാണ് ഈ ഒരു സമരപന്തലിലേക്ക് അനുവദിക്കാത്തതെന്നൊരു ചോദ്യം അവർ വീണ്ടും ഉന്നയിക്കുകയാണ്. ബന്ധപ്പെട്ടവരെ അറിയിച്ചു എങ്കിൽ പോലും തിരിഞ്ഞു നോക്കുന്നില്ല. ഒരു ധാർഷ്ട്യം എന്ന് കഴിഞ്ഞ ദിവസം ആശമാർ പറയുകയുണ്ടായി. അത് തന്നെയാണ് നമുക്ക് ഇപ്പോൾ ഇവിടെ പറയാൻ സാധിക്കുന്നത്. ധാർഷ്ട്യം തന്നെയാണ്, സർക്കാരിൻ്റെ ധാർഷ്ട്യം എന്ന് തന്നെയാണ് നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കുന്നതെന്നാണ് ഇപ്പോഴും അവർ വ്യക്തമാക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. വീണ, ഓക്കെ, ശരി. ശ്രീനന്ദ, ഈ വിഷയത്തിൽ ആശമാർ വലിയ ആശങ്കയായി ഇങ്ങനെ അവിടെ തന്നെ തുടരുകയുമാണ്. പക്ഷെ അപ്പോഴും ഒരു പ്രത്യാശ കൈവിടുന്നില്ല. ഈ വിഷയത്തിലൊരു ചർച്ച ഉണ്ടാകും, തീരുമാനങ്ങൾ ഉണ്ടാകും. കേന്ദ്രത്തിൻ്റെ ഇടപെടലുകൾ പല ഘട്ടത്തിൽ ഉണ്ടായപ്പോഴും എല്ലാം അവർ പങ്കുവച്ചതുമാണ്. ഓക്കെ, നമുക്ക് ഏതായാലും നല്ലത് തന്നെ പ്രതീക്ഷിക്കുകയും ചെയ്യാം. മറ്റൊരു വിവാദ വിഷയം കഴിഞ്ഞ ദിവസം ഉണ്ടായത് വീടുകളിൽ പ്രസവിച്ചവരുടെ കൂട്ടായ്മ അത് നടത്തുകയും അവരെ അവാർഡ് നൽകി ആദരിക്കുകയും ചെയ്ത സംഭവം. പക്ഷേ ഈ സംഭവത്തിൽ വിമർശനവും പ്രതിഷേധവും ശക്തമാവുകയാണ്. ആരോഗ്യവകുപ്പ് ഇതിനെതിരെ കണ്ണടയ്ക്കുകയാണ് എന്നാണ് വിമർശനം ആദ്യമായി വരുന്നത്. വീടുകളിൽ നടന്ന പ്രസവത്തിനിടെ സംസ്ഥാനത്ത് 9 മാസത്തിനിടെ സംഭവിച്ചത് 9 ശിശുമരണങ്ങളാണ്. കോഴിക്കോട് നിന്നും ദിസ്ന സുരേഷാണ് വിവരങ്ങളുമായി ചേരുന്നത്. ദിസ്ന, ശരിയത്ത് നിയമപ്രകാരം പ്രസവിക്കൂ എന്നാണ് ആഹ്വാനം. ആ പ്രസവിച്ചവരെ കൊണ്ടുവന്ന് അവാർഡ് നൽകി ആദരിക്കുന്നത് നമ്മൾ കണ്ടു. പക്ഷേ മരിച്ചുപോയ 9 കുഞ്ഞുങ്ങളുടെ വീടുകളിൽ നിന്ന് ആരെങ്കിലും വന്നോ എന്ന ചോദ്യം അവിടെയുണ്ട്.
എങ്ങനെയാണ് വിമർശനം ഉയർന്നത് ദിസ്ന? തീർച്ചയായും വീണ സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മൾ വലിയ രീതിയിൽ ബ്രേക്ക് ചെയ്ത് ഇന്നലെ കൊടുത്ത ഒരു വാർത്ത തന്നെയായിരുന്നു ഇത്. വീടുകളിൽ പ്രസവം നടക്കുന്നു, അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു വിഭാഗം ആളുകൾ അതിന് അവാർഡ് നൽകുന്നു. ആ വേദിയിലെത്തിയ ആളുകളുടെ വിഷ്വലൊക്കെ തന്നെയും ചിത്രങ്ങളൊക്കെ തന്നെയും നമ്മൾ കണ്ടതാണ്. അതായത് അവരുടെ ഐഡന്റിറ്റി പോലും വെളിപ്പെടുത്താൻ കഴിയാതെ കറുത്ത വസ്ത്രം ധരിച്ച് മുഖം മൂടി വേദിയിലെത്തിയ ആളുകളെ തന്നെയാണ് നമ്മൾ കണ്ടത്. വലിയ രീതിയിലുള്ള വിമർശനം തന്നെയാണ് ഇതിനെതിരെ വ്യാപകമായി ഉയർന്നു വരുന്നത്. കാരണം ആധുനിക ലോകത്ത് ഒട്ടേറെ മാറ്റങ്ങൾ സംഭവിക്കുന്ന സമയത്താണ് ഇത്തരത്തിൽ വീടുകളിൽ പ്രസവിക്കുന്നവരെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു രീതിയിലേക്ക് സമൂഹം മാറിയിരിക്കുന്നത്. അതും ശരീഅത്ത് നിയമപ്രകാരം ഇത്തരത്തിൽ പ്രസവിക്കുന്നത് വലിയ കാര്യമാണെന്ന് വിശ്വസിക്കുന്ന ഒരു തലമുറയിലേക്ക്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു തലമുറയെ വാർത്തെടുക്കുവാനുള്ള ഒരു ശ്രമം വലിയ രീതിയിൽ ഉയരുന്ന ഒരു സാഹചര്യമാണുള്ളത്. എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് സാമൂഹിക മാധ്യമങ്ങളിലൊക്കെ തന്നെയും വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉയർന്നു വരുന്നു. മാത്രമല്ല അവരെ ആ വേദിയിൽ വെച്ച് ധീര വനിതകൾ എന്ന് വിളിച്ച് അഭിസംബോധന ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. നമുക്കറിയാം വൈദ്യശാസ്ത്രമൊക്കെ തന്നെയും വലിയ രീതിയിൽ പുരോഗമിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള പ്രസവങ്ങൾ നടക്കുന്നത്. നേരത്തെ വീണ സൂചിപ്പിച്ചതുപോലെ തന്നെ നിരവധി ശിശുമരണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്നു. എന്നിട്ട് പോലും ആ ഒരു രീതിക്ക് മാറ്റം വരുന്നില്ല എന്നത് തന്നെയാണ് സമൂഹത്തിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നടക്കുമ്പോൾ അതിലൂടെ തെളിയിക്കുന്നത്. അക്യൂഷ് എന്നൊരു സംഘടനയാണ് ഇത്തരത്തിൽ വീടുകളിൽ പ്രസവിച്ച സ്ത്രീകൾക്ക് ഒരു അവാർഡ് സംഘടിപ്പിക്കുന്നത്. മാത്രമല്ല അവിടെ വെച്ച് ഇത്തരത്തിലുള്ള പ്രസവങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലേക്കാണ് മാറുന്നത് എന്നൊരു കാര്യം കൂടി നമുക്ക് വ്യക്തമാകുന്നുണ്ട്. നിരവധി തവണ ഇത്തരത്തിൽ വീടുകളിൽ പ്രസവിക്കുന്നതും അനുബന്ധമായി ശിശുമരണ നിരക്ക് വർദ്ധിക്കുന്നതുമായി ബന്ധപ്പെട്ട നിരവധി ചർച്ചകളൊക്കെ തന്നെയും വരുന്ന ഒരു കാലഘട്ടത്തിൽ, അല്ലെങ്കിൽ ചർച്ചകൾ ഉണ്ടാവുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള പ്രസവങ്ങൾ ഉണ്ടാവുന്നത്. അതോടൊപ്പം തന്നെ അതിനെ പ്രോത്സാഹിപ്പിക്കുവാൻ ഒരു സംഘടന രംഗത്ത് വരുന്നു. അതോടൊപ്പം തന്നെ ആ പ്രസവിച്ച സ്ത്രീകൾ ആ കുട്ടികളെ കൊണ്ടാണ് ആ വേദികളിലേക്ക് വരുന്നത്. ആ സ്ത്രീകളെയൊക്കെ തന്നെയും ധീര വനിതകൾ എന്ന് വിളിച്ച് അഭിസംബോധന ചെയ്യുന്ന ഒരു സവിശേഷതയിലേക്ക് ഇത്തരത്തിലുള്ള സംഘടനകൾ മാറുന്നു. അതിൽ വിദ്യാസമ്പന്നരായ ഒരുപാട് ആളുകൾ ഉൾപ്പെടുന്നു എന്നത് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. അത്തരത്തിൽ ആധുനിക സമൂഹം പുരോഗമനത്തിന്റെ പാതയിലേക്ക് പോകുമ്പോഴും ഇപ്പോഴും ഇത്തരത്തിലുള്ള കാര്യങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു വിഭാഗം ആളുകൾ ഉണ്ട് എന്നത് തന്നെയാണ് വ്യക്തമാകുന്നത്. വീണ. ശരി ദിസ്ന, ഏതായാലും ഇതിൽ വലിയ പ്രതിഷേധം ഇപ്പോൾ ഉയരുകയാണ്. ശ്രീനന്ദ നേരത്തെ ആശാ വർക്കർമാരുടെ മുന്നിൽ നിന്ന്, അവരുടെ സമരപ്പന്തലിന് മുന്നിൽ നിന്നും ചേർന്നിരുന്നു. അവിടെ ആശങ്കയാകുന്ന മറ്റൊരു വാർത്ത കൂടിയുണ്ട്. അത് കേരളം ഒന്നാകെ ആശങ്കയാകുന്ന വാർത്ത കൂടിയാണ്. ഉയർന്ന താപനില. നമുക്കറിയാം ഓരോ ദിവസവും ഉയർന്ന താപനില മുന്നറിയിപ്പ്. വേനൽ മഴ പെയ്താൽ പോലും അത് പരിഹാരമാവാത്ത തരത്തിൽ സംസ്ഥാനത്ത് താപനില ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. 24 മണിക്കൂറിനുള്ളിൽ 4 ഡിഗ്രി വരെ ചൂട് ഉയർന്നേക്കുമെന്ന് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. 8 ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ശ്രീനന്ദ തുടരുകയാണ്. ശ്രീനന്ദ, ഈ യെല്ലോ അലർട്ട് എന്നൊക്കെ സാധാരണ നമ്മൾ കേട്ടിട്ടുള്ളത് മഴയുടെ കാര്യത്തിലാണ്. വലിയ വെള്ളപ്പൊക്കമുണ്ടാകാം, ഉരുൾപൊട്ടലുണ്ടാകാം തുടങ്ങിയ ആശങ്കകളൊക്കെയാണ്. പക്ഷേ ഇത്തവണ ചൂടിങ്ങനെ കൂടിക്കൂടി വരുമ്പോഴാണ് നമ്മൾ യെല്ലോ അലർട്ട് അഥവാ ഒന്ന് ജാഗരൂകരായിരിക്കാനുള്ള പ്രഖ്യാപനം ഉണ്ടാകുന്നത്. എന്തൊക്കെ മുന്നറിയിപ്പുകൾ വേണം എന്നുകൂടിയുണ്ട് ഈ ഇന്നിപ്പോൾ നൽകിയിരിക്കുന്ന ഈ മുന്നറിയിപ്പിനുള്ളിലുള്ളത്? വീണ, താപനില ഉയർന്നു തന്നെ ഇരിക്കുമെന്നാണ് ഇപ്പോഴും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത്. ഇനി ഒരു 24 മണിക്കൂർ അതികഠിന ചൂടായിരിക്കും എന്നാണ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഒരു 8 ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. റെഡ് അലർട്ട് 2 ജില്ലകളിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. കണ്ണൂരും അതുപോലെ തന്നെ പത്തനംതിട്ടയുമാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. നമ്മൾ വീണ പറഞ്ഞതുപോലെ തന്നെ അലേർട്ടുകൾ ഒക്കെ നമ്മൾ കേൾക്കാറുള്ളത് ഈ മഴ സമയത്തുകളിൽ മാത്രമാണ്. എന്നാൽ ഇപ്പോൾ താപനില അതികഠിനമായി തന്നെ കൂടിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു യെല്ലോ അലർട്ട് അതുപോലെ തന്നെ റെഡ് അലർട്ട് ഒക്കെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. തിരുവനന്തപുരത്തും അതികഠിനമായ ചൂട് തന്നെയാണ്. രാവിലെ ഒരു 10 മണി മുതൽ ഇപ്പോൾ 7 മണി 7:30 സമയമേ ആയിട്ടുള്ളൂ. എന്നാൽ കൂടി നമുക്ക് പുറത്തിറങ്ങി നിൽക്കാൻ കഴിയാത്ത അത്ര ചൂടാണ് നമ്മുടെ അന്തരീക്ഷത്തിലുള്ളത്. ചൂടുണ്ട്, എന്നാൽ മഴയ്ക്കുള്ളൊരു സാധ്യത തള്ളിക്കളയാൻ സാധിക്കത്തില്ല എന്നൊരു കാര്യം കൂടി നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. കാരണം കള്ളക്കടൽ പ്രതിഭാസങ്ങൾ ഉണ്ടാകുന്നുണ്ട്, അതുപോലെ തന്നെ കടൽ ഒരുപാട് കയറുന്നുണ്ട് എന്നൊരു കാര്യം കൂടി മത്സ്യത്തൊഴിലാളികളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട്. അവർ പറയുന്നതെന്ന് പറഞ്ഞാൽ ഇത്രയും താപനില ഉയർന്നിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു കള്ളക്കടൽ പ്രതിഭാസവും അതുപോലെ തന്നെ കാറ്റ് വീശുന്നതും എന്തിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ് എന്നൊരു ചോദ്യം ഉന്നയിക്കുന്നുണ്ട്. ഇവർ അവരുടേതായ രീതിയിൽ കടലിനകത്ത് എന്തെങ്കിലും ഒരു പരിഭ്രാന്തി സൃഷ്ടിക്കുകയാണോ, എന്തോ ഒരു വലിയ വിപത്ത് വരാനുണ്ട് എന്നൊരു
സാധ്യതകളാണ് ഈ ഒരു മത്സ്യത്തൊഴിലാളികളും അതുപോലെ തന്നെ തീരപ്രദേശത്ത് താമസിക്കുന്ന വ്യക്തികൾ നമ്മളോട് വ്യക്തമാക്കുന്നത്, അല്ലെങ്കിൽ അവർ പറയുന്ന ഒരു ചോദ്യം, അല്ലെങ്കിൽ അവർ ഉന്നയിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. എന്താണ് ഇങ്ങനെ ഒരു സംഭവിക്കുന്നത്? ഇപ്പോൾ മാർച്ച് ഏപ്രിൽ മാസമാണ്. ഈ മാസങ്ങളിൽ താപനില ഉയർന്നതിന് ഇരിക്കേണ്ട ഒരു മാസം തന്നെയാണ്. പക്ഷേ താപനിലയോടൊപ്പം തന്നെ ഈ ഒരു മഴയും മഴക്കെടുതിയും അതുപോലെ തന്നെ നാശനഷ്ടങ്ങളും കളക്ടർ പ്രതിഭാസവും ഇടിമിന്നലോടുകൂടി മഴയൊക്കെയാണ് രാത്രി സമയങ്ങളിൽ രാത്രികാലങ്ങളിൽ ഉണ്ടാകുന്നത്. ഇതെല്ലാം ഒരു ചർച്ച ചെയ്യേണ്ട, അല്ലെങ്കിൽ എന്താണ് ഇങ്ങനെ സംഭവിക്കുന്നത്, പ്രകൃതിക്ക് എന്താണ് സംഭവിക്കുന്നത് എന്നൊരു ചോദ്യം തന്നെ ഇവിടെ ഉന്നയിക്കേണ്ടിയിരിക്കുന്നു. ഇങ്ങനെ താപനില ഉയർന്നു പോയി കഴിഞ്ഞാൽ വെള്ളം, അത് കുടിവെള്ളത്തിന്റെ ക്ഷാമം അതിരൂക്ഷമായി തന്നെ തുടരുമെന്ന് തന്നെയാണ് ഇപ്പോൾ അധികൃതരും അതുപോലെ തന്നെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രവും അറിയിച്ചിരിക്കുന്നത്. കുടിവെള്ളങ്ങളെല്ലാം തന്നെ കിണറുകളെല്ലാം തന്നെ വറ്റി വരേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അടുത്ത മാസങ്ങളിൽ ഇനി ചൂട് കൂടാനുള്ള ഒരു മാസം കൂടി ഇനി ചൂട് ഇതുപോലെ തന്നെ നിൽക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാകും ഈ ഒരു കിണറും അതുപോലെ തന്നെ പുഴ ഇതെല്ലാം വറ്റി വരണമെന്നൊരു അവസ്ഥയാണ് ഉണ്ടാകുന്നതെങ്കിൽ കേരളത്തിലെ ജനങ്ങൾ എന്ത് ചെയ്യുമെന്നൊരു ചോദ്യം കൂടി ഇവിടെ ഉന്നയിക്കുന്നുണ്ട്. അതുപോലെ ഇന്ന് 8 ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇനി കൂടുതൽ ജില്ലകളിൽ താപനില ഉയർന്നേക്കാൻ സാധ്യതയുണ്ട് എന്നുകൂടി പറയുന്നുണ്ട്. രാത്രികാലങ്ങളിൽ അതിശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ടാകും എന്നൊരു കാര്യം കൂടി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നുണ്ട്. ആളുകളോട് പുറത്തിറങ്ങുന്നത് വളരെയധികം കുറയ്ക്കാൻ, രാവിലെ 10 മണി മുതൽ 3 മണി വരെയുള്ള സമയങ്ങളിൽ ജനങ്ങളോട് പുറത്തിറങ്ങുന്നത് കുറയ്ക്കുക എന്നൊരു കാര്യമാണ് ഇപ്പോൾ കാലാവസ്ഥാ കേന്ദ്രം അറിയിക്കുന്നത്. സൂര്യതാപം അതുപോലെയുള്ള നിരവധി രോഗങ്ങൾ, ത്വക്ക് രോഗങ്ങൾ ഉൾപ്പെടെയുള്ള രോഗങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ തള്ളിക്കളയാൻ സാധിക്കില്ല. ഇങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൽ ജനങ്ങൾ ജാഗരൂകരായിരിക്കണം എന്നൊരു നിർദ്ദേശമാണ് ഇപ്പോൾ അധികൃതർ പുറപ്പെടുവിച്ചിരിക്കുന്നത്. വീണ. ശരി ശ്രീനന്ദ, ഏതായാലും യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ നല്ല ചൂടുള്ളപ്പോൾ, വെയിലുള്ളപ്പോൾ, അതായത് 11 മണി മുതൽ 3 മണി വരെയുള്ള സമയം പുറത്തിറങ്ങുമ്പോൾ പ്രത്യേക ജാഗ്രത പാലിക്കുക എന്ന കാര്യമാണ് പറയാനുള്ളത്. പ്രേക്ഷകർക്ക് ചോദ്യം അറിയാമോ? അസ്ഥി നുറുങ്ങുന്ന അപാരവേദനയാൽ കരഞ്ഞു തളർന്നതാണ് ചോദ്യയുടെ ബാല്യവും കൗമാരവും. കഴിഞ്ഞുപോയ കാലത്തെ പാട്ടുപാടി തിരിച്ചു പിടിച്ചു അവൾ. തിരുവനന്തപുരം കാട്ടാക്കട ചെമ്പനാക്കോട് സ്വദേശി ചോദിക്ക് സംഗീതമാണെന്ന് ജീവിതം. തുളസിക്കതിർന്നുള്ളിയെടുത്ത് കണ്ണന്നൊരു മാലയ്ക്കായി പൊട്ടാത്ത നൂലിൽ കെട്ടി നെല്ലിയിൽ ചാർത്താം ഞാൻ. തുളസിക്കതിർന്നുള്ളിയെടുത്ത് കണ്ണാ 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 കണ്ണാ. ചോദ്യയെ ചേർത്ത് പിടിക്കുന്നു ഇന്നത്തെ ആമുഖം. കാണുക ഇന്ന് രാത്രി 9:30. ഇനി രാജ്യാന്തര തലത്തിലേക്കുള്ള വാർത്തകളിലേക്കൊക്കെ പോയാൽ ബംഗ്ലാദേശിൽ യൂനിസ് സർക്കാരിനെതിരെ സൈനിക അട്ടിമറിക്ക് സാധ്യത എന്ന വാർത്തയാണ് വരുന്നത്. അടിയന്തര യോഗം ചേർന്നിരിക്കുന്നു സൈന്യം. യൂനിസ് സർക്കാരിനെ പുറത്താക്കി ഭരണം പിടിക്കാനാണ് നീക്കം എന്നാണ് റിപ്പോർട്ടുകൾ. അതേസമയം ഊഹാപോഹങ്ങളിൽ വിശ്വസിക്കരുതെന്ന് മുഹമ്മദ് യൂനിസ് പറഞ്ഞു. ബംഗ്ലാദേശ് സ്വാതന്ത്ര്യദിനത്തോട് അനുബന്ധിച്ച് രാജ്യത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു യൂനിസ്. ഗൗതം അനന്തനാരായണനാണ് വിവരങ്ങളുമായി ചേരുന്നത്. ഗൗതം, ഗുഡ് മോർണിംഗ്. എന്നാണ് അപ്പോൾ ബംഗ്ലാദേശിൽ നിന്ന് വരുന്ന വിവരങ്ങൾ? വീണ, ഗുഡ് മോർണിംഗ്. ബംഗ്ലാദേശിൽ നിന്നും വീണ്ടും ഒട്ടും സുഖകരമല്ലാത്ത വാർത്തകൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വീണ്ടും വരികയാണ്. നമുക്കറിയാവുന്നതുപോലെ കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് മാസത്തിൽ അവിടെ പ്രധാനമന്ത്രിയായിരുന്നു, അല്ലെങ്കിൽ ജനാധിപത്യത്തിലൂടെ തെരഞ്ഞെടുക്കപ്പെട്ട ഷെയ്ഖ് ഹസീനയെ അധികാരത്തിൽ നിന്നും താഴെ ഇറക്കുന്നത് ജമാഅത്തെ ഇസ്ലാമിയും അവിടുത്തെ ഇസ്ലാമിസ്റ്റുകളും ചേർന്നാണ്. അതിനുശേഷം തുടർച്ചയായി ഹിന്ദു വിരുദ്ധ കലാപങ്ങൾ, ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള കലാപങ്ങളൊക്കെ മുഹമ്മദ് യൂനിസിൻ്റെ ഈ ഇടക്കാല സർക്കാരിൻ്റെ നേതൃത്വത്തിൽ തന്നെ അവിടെ നടക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ എല്ലായിടത്തും ഏകാധിപതികൾക്കെതിരെ സംഭവിക്കുന്നത് പോലെയുള്ള ചരിത്രം ആവർത്തിക്കുകയാണ് ബംഗ്ലാദേശിൽ. അതായത് ഇത്തരം ഏകാധിപതികളെ അല്ലെങ്കിൽ മതഭീകരർക്കെതിരെ സ്വാഭാവികമായും സ്വന്തം രാജ്യത്ത് തന്നെ ഉയർന്നു വരുന്ന വലിയൊരു നീക്കം അതിപ്പോൾ മുഹമ്മദ് യൂനിസും നേരിടുകയാണ്. അതായത് സൈന്യം അവിടെ ഒരു അട്ടിമറിക്കായി ശ്രമം നടത്തുന്നു എന്നാണ് റിപ്പോർട്ടുകൾ. കാരണം കഴിഞ്ഞ തിങ്കളാഴ്ച ബംഗ്ലാദേശ് തലസ്ഥാനമായ ധാക്കയിലെ സൈനിക ആസ്ഥാനത്ത് ഒരു സുപ്രധാനമായ യോഗം നടന്നു. ബംഗ്ലാദേശിലെ പട്ടാള മേധാവി
വക്വർ യൂനിസിൻ്റെ നേതൃത്വത്തിൽ നടന്ന ഈ യോഗത്തിൽ 5 ലഫ്റ്റനന്റ് ജനറൽമാരും അതോടൊപ്പം തന്നെ വിവിധ ബ്രിഗേഡുകളുടെ കമാൻഡർമാരും ഈ യോഗത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. ഈ യോഗത്തിനകത്ത് ഉരുത്തിരിഞ്ഞ തീരുമാനം എന്നത് ഒന്നെങ്കിൽ രാഷ്ട്രപതിയോട് നിർദ്ദേശം നൽകിക്കൊണ്ട് ഒരു അടിയന്തരാവസ്ഥ ബംഗ്ലാദേശിൽ പ്രഖ്യാപിക്കുക, അതായത് ഇപ്പോഴത്തെ ഇടക്കാല ഭരണാധികാരിയായ മുഹമ്മദ് യൂനിസിൻ്റെ അധികാരങ്ങളെ മരവിപ്പിച്ചുകൊണ്ട് പൂർണ്ണമായ രാഷ്ട്രപതി ഭരണത്തിലേക്ക് രാജ്യത്തെ നീക്കുക, അതല്ലെങ്കിൽ സൈന്യത്തിൻ്റെ സഹായത്തോടുകൂടി സൈന്യം നിശ്ചയിക്കുന്ന ഒരു ഭരണം ഒരു പെട്ടെന്നൊരു രാഷ്ട്രീയ പാർട്ടിയോ വല്ലതും തട്ടിക്കൂട്ടിയെടുത്ത് അവിടെ ഭരണത്തിലേക്ക് എത്തിക്കുന്ന രീതിയിലുള്ള ഒരു നീക്കം. ഈ 2 സ്ട്രാറ്റജിയാണ് ഈ സൈനിക യോഗത്തിനകത്ത് ഉരുത്തിരിഞ്ഞ് വന്നത് എന്നാണ് ബംഗ്ലാദേശിലെ മാധ്യമങ്ങളും അന്താരാഷ്ട്ര വാർത്താ ഏജൻസികളും ചൂണ്ടിക്കാണിക്കുന്നത്. എന്നാൽ ഇന്നലെ രാത്രിയിൽ ബംഗ്ലാദേശിനെ അഭിസംബോധന ചെയ്ത ഇടക്കാല ഭരണാധികാരി മുഹമ്മദ് യൂനിസ് ഇന്നിപ്പോൾ ബംഗ്ലാദേശിൻ്റെ ഇൻഡിപെൻഡൻസ് ഡേ ആചരിക്കുകയാണ്. ബംഗ്ലാദേശ് അവരുടെ സ്വാതന്ത്ര്യ ദിനമാണ് ഈ കടന്നു പോകുന്നത്. അതിന് മുന്നോടിയായി ഇന്നലെ രാജ്യത്തെ അഭിസംബോധന ചെയ്യുമ്പോൾ മുഹമ്മദ് യൂനിസ് പറഞ്ഞത് ഇതൊരു ഊഹാപോഹമാണ്, തൻ്റെ രാഷ്ട്രീയ ശത്രുക്കൾ പടച്ചുവിടുന്ന വാർത്തകളാണ്, ഇത്തരം വാർത്തകളിൽ ജനങ്ങൾ വിശ്വസിക്കരുത് എന്നൊക്കെയാണ് മുഹമ്മദ് യൂനിസ് പറയുന്നത്. പക്ഷേ വലിയ പ്രതിഷേധം ഇയാൾക്കെതിരെ സ്വന്തം രാജ്യത്ത് രൂപപ്പെടുന്നുണ്ട്. കാരണം ഇയാൾ അധികാരത്തിലേറിയതിന് ശേഷം വലിയ തോതിലുള്ള തൊഴിലില്ലായ്മയും അതോടൊപ്പം തന്നെ പട്ടിണിയും പ്രതിസന്ധികളുമൊക്കെ അവിടെ രൂപപ്പെടുന്നുണ്ട്. മാത്രമല്ല മതഭീകരവാദികളുടെ കൈകളിലേക്ക് പൂർണ്ണമായും രാജ്യം നീങ്ങുന്നുവോ എന്ന ഭയം അവിടുത്തെ ജനാധിപത്യ വിശ്വാസികൾക്കിടയിലുണ്ട്. അതിനാൽ തന്നെ വളരെ സങ്കീർണമായ ഒരു സാഹചര്യത്തിലേക്ക് മുഹമ്മദ് യൂനിസിന്റെ ഭരണകൂടവും നീങ്ങുകയാണ്. വീണ. ശരി ഗൗതം. അതേസമയം ഹമാസ് അധികാരത്തിൽ നിന്ന് ഒഴിയണമെന്നാവശ്യപ്പെട്ട് ഗാസയിൽ വൻ ജനകീയ പ്രതിഷേധം നടന്നു. 2023 ഒക്ടോബർ 7 ആക്രമണത്തിന് ശേഷം ഉണ്ടാകുന്ന ശക്തമായ ജനകീയ പ്രതിഷേധമാണ് ഗാസയിൽ ഹമാസിനെതിരെ അരങ്ങേറിയത്. ബെയ്ക്ക് ലാഹിയയിലുണ്ടായ പ്രതിഷേധ പ്രകടനത്തെ ആയുധങ്ങളുമായി എത്തിയ ഹമാസ് ഭീകരർ അടിച്ചോടിച്ചു. ജിഹാദികൾ ഇസ്രായേലിനെതിരെ ഗാസയിൽ നിന്നും റോക്കറ്റ് ആക്രമണം നടത്തിയതിനു പിന്നാലെയാണ് പ്രതിഷേധം അരങ്ങേറിയത്. ഐസൺ ജോസാണ് വിവരങ്ങൾ നൽകുക. ഐസൺ, സംഭവിച്ചത് എന്താണ്? തീർച്ചയായും വീണ പറഞ്ഞതുപോലെ വലിയൊരു പ്രതിഷേധം തന്നെയാണ് ഗാസയിലെ ജനങ്ങൾ തന്നെ ഹമാസിനെതിരെ മുന്നോട്ട് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. ഇത്തരത്തിൽ ശക്തമായ ഒരു പ്രതിഷേധം ഗാസയിലെ ജനങ്ങളുടെ ഭാഗത്തു നിന്ന് തന്നെ ഉണ്ടാകുന്നത് വളരെ കാലങ്ങൾക്ക് ശേഷം, അല്ലെങ്കിൽ ഏതാണ്ട് 2 വർഷത്തോളമാകാൻ ഇരിക്കുന്നു ഈ യുദ്ധം ഉണ്ടായിട്ട്. അതായത് ഇസ്രായേൽ ഹമാസ് യുദ്ധം ആരംഭിച്ചിട്ട് 2 വർഷത്തോളം ആകാനിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇത്രയും കാലത്തിനിടയിൽ ഉണ്ടാകാത്ത ഒരു ശക്തമായ ഒരു പ്രതിഷേധം തന്നെയാണ് ഇവരുടെ ഭാഗത്തു നിന്ന്, അതായത് ഗാസയിലെ ജനതയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. ബെയ്റ്റ് ലാഹിയയിൽ ഹമാസ് പുറത്തു പോവുക എന്ന നിലപാടാണ്, അതായത് ഹമാസ് ആ രാജ്യം വിട്ടു പോവുക എന്ന നിലപാടാണ് വളരെ കൃത്യമായി അവർ മുദ്രാവാക്യങ്ങളിലൂടെ ഉന്നയിക്കുന്നത് എന്നതാണ് ഏറെ ഗൗരവമർഹിക്കുന്ന ഒരു വിഷയം. നമുക്കറിയാവുന്നതാണ്, ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ സ്വാഭാവികമായും അവരുടെ സ്വസ്ഥമായ ജീവിതത്തെ ബാധിക്കുന്നു, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ സ്വസ്ഥമായ ജീവിതത്തെ ബാധിക്കുന്നതിന്റെ പേരിൽ കടുത്ത പ്രതിഷേധങ്ങൾ അവിടുത്തെ ജനതയ്ക്ക് കാര്യമായി തന്നെ ഹമാസിനെതിരെ ഉണ്ട്. പക്ഷേ ഹമാസ് നമുക്കറിയാവുന്നതുപോലെ ഒരു മിലീഷ്യയാണ്, ഒരു സായുധ സംവിധാനമായി പ്രവർത്തിക്കുന്ന ഒരു ഭീകര സ്വഭാവമുള്ള സംഘടന കൂടിയായതുകൊണ്ട് തന്നെ അവരുടെ പ്രത്യാക്രമണം ഭയന്നും മറ്റും ജനങ്ങൾ കുറെ കൂടി നിശബ്ദരാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ ജനങ്ങൾ വീണ്ടും വല്ലാതെ തിരിച്ചടിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക്, അല്ലെങ്കിൽ വല്ലാത്ത പ്രതിഷേധങ്ങളിലേക്ക് പോകുന്ന ഒരു സാഹചര്യങ്ങളിലേക്ക് നീങ്ങുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. നേരത്തെ ഇത്തരത്തിൽ ചില പ്രതിഷേധങ്ങൾ അങ്ങിങ്ങായി ഇറങ്ങിയെങ്കിലും അത് കാര്യമായ ഒരു ശക്തമായ ഒരു പ്രതിഷേധമായി വളർന്നു വന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. എന്നാൽ ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിലെല്ലാം കാണുന്നത് പോലെ വലിയ തോതിലുള്ള പ്രതിഷേധം തന്നെ ഉണ്ടായിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇത്തരത്തിൽ അതിശക്തമായ പ്രതിഷേധം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും വലിയ തോതിലുള്ള ഒരു തിരിച്ചടി ഹമാസിനെ സ്വന്തം നാട്ടിൽ തന്നെ, അല്ലെങ്കിൽ സ്വന്തം ഇടങ്ങളിൽ തന്നെ ഉണ്ടാകുന്ന ഒരു പശ്ചാത്തലം കൂടി നിലനിൽക്കുന്നുണ്ട്. നമുക്കറിയാം, നേരത്തെ ഇസ്രായേൽ യുദ്ധത്തിൽ കാര്യമായ ഇടപെടലൊന്നും നടത്താതെ, അല്ലെങ്കിൽ കാര്യമായ സമാധാന ശ്രമങ്ങളൊന്നും നടത്താതെ ഹമാസ് തങ്ങളുടെ ഈ യുദ്ധം നീട്ടിക്കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം വരുത്തി വയ്ക്കുകയും വെടിനിർത്തൽ ആദ്യഘട്ടം നടപ്പായതിനു ശേഷം വീണ്ടും അത് ഇല്ലാതാവുകയും ഇസ്രായേൽ വീണ്ടും ആക്രമണം ആരംഭിക്കുകയും ബന്ദികളുടെ മോചനം സംബന്ധിച്ചുള്ള തീരുമാനങ്ങൾക്കായി കടുത്ത നടപടികൾ ആരംഭിക്കുകയും ചെയ്തതോടെ വീണ്ടും ഗാസയിലെ ജനങ്ങളുടെ സ്വൈര ജീവിതത്തെ അത് ബാധിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അതിന് പിന്നാലെയാണ് ഇക്കഴിഞ്ഞ ദിവസം, അതായത് ജിഹാദികളുടെ ഭാഗത്തു നിന്ന് ശക്തമായ റോക്കറ്റ് ആക്രമണം ഇസ്രായേലിന് നേരെ ഉണ്ടാവുകയും വീണ്ടും ശക്തമായ തിരിച്ചടി ഇസ്രായേലിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയും ചെയ്തു. ഇത്തരത്തിൽ സ്വസ്ഥമായ ജീവിതം സാധ്യമല്ലാത്തൊരു സാഹചര്യത്തിലേക്ക് ഹമാസ് തങ്ങളെ നയിക്കുന്നു എന്ന കടുത്ത പ്രതിഷേധമാണ് ഗാസയിലെ ജനതയ്ക്കുടെ ഉള്ളിൽ തന്നെ ഉയരുന്നത്. എന്നാൽ ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങളെ ശക്തമായി തിരിച്ച് ആക്രമിച്ച് ഇല്ലാതാക്കാനുള്ള ഒരു നീക്കമാണ് ഹമാസിന്റെ ഇത്തരത്തിലുള്ള ഭീകര പ്രവർത്തകരെല്ലാം തന്നെ നടത്തിയത്. നമുക്ക് വാർത്തകളിൽ നിന്നും വളരെ കൃത്യമായി അന്താരാഷ്ട്ര മാധ്യമങ്ങളെല്ലാം തന്നെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആയുധങ്ങളും അതുപോലെ ലാത്തിയുമായി എത്തിയ ഹമാസ് ഭീകരർ മുഖം മറച്ചെത്തി ഇവരെ ആക്രമിക്കുകയും അടിച്ചോടിക്കുകയും ചെയ്തു എന്ന വിവരങ്ങൾ
ചിത്രങ്ങളാണ് പുറത്തു വരുന്നത്. അത്തരത്തിൽ തുടർച്ചയായ രീതിയിൽ അതിക്രമങ്ങളും അക്രമങ്ങളും നടത്തി തങ്ങളുടെ നാട്ടിൽ തന്നെയുള്ള ജനതയെ അടിച്ചൊതുക്കി നിയന്ത്രണത്തിലാക്കുക എന്ന ഒരു നീക്കമാണ് ഇപ്പോൾ ഹമാസ് സ്വീകരിച്ചിരിക്കുന്നത് എന്നതാണ് ഏറെ ഗൗരവമർഹിക്കുന്ന ഒരു വിഷയം. ഈ പ്രശ്നം അന്താരാഷ്ട്ര തലത്തിൽ വലിയൊരു വിഷയമായി ഉയർന്നു വരുന്ന ഒരു സാഹചര്യം തന്നെയാണുള്ളത്. വെടിനിർത്തൽ ധാരണയെ ഇത്ര കണ്ട് പ്രതികൂലമായി ബാധിക്കുന്ന ഒരു നിലപാട്, വെടിനിർത്തൽ ധാരണയെ തീർത്തും കടുത്ത രീതിയിൽ എതിർക്കുന്ന ഒരു നിലപാട് ഹമാസിന്റെ ഭാഗത്തു നിന്നുണ്ടാവുകയും ബന്ദികളുടെ മോചനം വൈകിപ്പിക്കുകയും തുടർന്ന് വീണ്ടും ഹമാസ് ഗാസയ്ക്കെതിരെ ഇസ്രായേലിന്റെ ആക്രമണം ഉണ്ടാവുകയും ചെയ്യുമ്പോൾ സമാധാനം പുനഃസ്ഥാപിക്കുന്നതിന് ഹമാസ് പുറത്തു പോകണം, അല്ലെങ്കിൽ ഹമാസ് അവിടെ നിന്ന് അധികാരത്തിൽ നിന്ന് ഒഴിയണമെന്ന കടുത്ത നിലപാടിൽ തന്നെയാണ് ജനങ്ങളുള്ളത്. വലിയൊരു ജനത, അതായത് നേരത്തെ ഒന്നും കണ്ടിട്ടില്ലാത്ത അത്രയും വലിയൊരു ജനത ഇത്തരത്തിൽ ഹമാസിനെതിരെ പ്രതിഷേധവുമായി ഗാസയിൽ രംഗത്തെത്തിയിരിക്കുന്നു. ലഹയിലെ ദൃശ്യങ്ങളെല്ലാം തന്നെ വലിയ പ്രക്ഷോഭങ്ങളുടെ ദൃശ്യങ്ങളാണ് കാണാൻ സാധിക്കുന്നത്. തീർച്ചയായും നമുക്കറിയാവുന്നതാണ്, ഇസ്രായേൽ വിരുദ്ധത എന്ന് പറയുന്ന ഒരു ആശയം മാത്രമായി ഹമാസിലെ ജനതയെ ഗാസയിലെ ജനതയെ സ്വാധീനിക്കാൻ ഹമാസിനെ തുടർന്നും സാധിക്കില്ല എന്ന് തെളിയുന്ന ഒരു സാഹചര്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എന്നാണ് ദൃശ്യങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വീണ. ശരി ഐസൺ, ഗാസയിൽ ഉണ്ടായ ജനകീയ പ്രതിഷേധത്തെയും ഹമാസ് ഭീകരർ എങ്ങനെ നേരിട്ടു എന്നുള്ളതിനെക്കുറിച്ചും വിവരിക്കുകയായിരുന്നു. രാവിലെ മുതൽ ഇങ്ങനെ പിരിമുറുക്കമുള്ള ഒട്ടേറെ വാർത്തകളിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതേസമയം സന്തോഷത്തിൻ്റെതായ ചില നിമിഷങ്ങളിലേക്ക് കൂടി നമുക്ക് പോകേണ്ടതുണ്ട്. പ്രായം വെറും നമ്പറായപ്പോൾ പൊട്ടിച്ചിരിയുടെ കിലുകിലുക്കങ്ങളുമായി അവർ ഒത്തുചേർന്നു. കൊച്ചിയുടെ കാഴ്ചകൾ കൺനിറയെ കണ്ട് കളിച്ചിരികളുമായുള്ള വിനോദയാത്ര വേറിട്ടൊരു അനുഭവമായിരുന്നു ഓരോരുത്തർക്കും. 60 വയസ്സ് കഴിഞ്ഞവർക്കായി മുത്തോലി പഞ്ചായത്ത് ഒരുക്കിയ ഏകദിന വിനോദയാത്രയാണ് ഒത്തുചേരലിൻ്റെ സന്തോഷം പകർന്നത്. ആ കാഴ്ചകൾ കാണാം. മുല്ലപ്പൂവിനും മലയാളി പെണ്ണിനും കൊടുക്കാൻ വെള്ള പുടവ, കുളിക്കാൻ പനി നീച്ചോല, കുമ്പലിനോ കാഞ്ഞാടുവേല, ഉത്രാട സന്ധ്യ ഉണർന്നതിനാലോ ഉദ്യാന പാലകൻ വന്നതിനാലോ ആപാദ ചൂടമീ രാഗപരാഗം ആകത്തലർക്കുമീ രോമാഞ്ചം ഓട്ടാടി തിടുക്കം തനിച്ചല്ലേ ഒന്നാം മുല്ലയിളങ്കൊടി മുല്ലമേൽ കേറിക്കോ പെണ്ണേ പൂവരിക്കാൻ, മുല്ലയിളങ്കൊടി മുല്ലയിൽ കേറിക്കോ പെണ്ണേ പൂവരിക്കാൻ, പൂവരിക്കടി പൂക്കണ്ണി കൊത്തടി കോർത്തെടുക്കടി മണ്ണ പെണ്ണേ, പൂവരിക്കടി പൂക്കണ്ണി കൊത്തടി കോർത്തെടുക്കടി മണ്ണ പെണ്ണേ. ഇങ്ങനെ ആടിയും പാടിയും യാത്ര ആഘോഷമാക്കിയപ്പോൾ അവരെല്ലാം കൂടുതൽ ചെറുപ്പമായി. സമപ്രായക്കാർക്കൊപ്പം കളിച്ചിരികളുമായി നീങ്ങിയപ്പോൾ മനസ്സിനും ചെറുപ്പം. മുത്തോലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രഞ്ജിത് ജി മീനാഭവന്റെ നേതൃത്വത്തിൽ 13 പഞ്ചായത്ത് അംഗങ്ങൾക്കൊപ്പമാണ് പ്രായമായ 300 പേർ കൊച്ചി കാഴ്ചകൾ കാണാനിറങ്ങിയത്. ആദ്യം ഹിൽ പാലസ്, പിന്നെ ഫോർട്ട് കൊച്ചി, മറൈൻ ഡ്രൈവ്, കൊച്ചി മെട്രോയും കായൽ കാഴ്ചകളും എല്ലാം കണ്ടു നീങ്ങിയപ്പോൾ 60+ എന്ന പ്രായം മാറി നിന്നു. ചെറുപ്പക്കാരേക്കാൾ ആവേശമായിരുന്നു എല്ലാവർക്കും. ഒരുപോലെ ആണ് വന്നതും പോകുന്നതും. അതുപോലെ തന്നെ പറയുന്നത് തൃപ്പൂണിത്തുറ പാലസ് കണ്ടു. പറയായപ്പോ നടക്കാൻ എല്ലാം പോയി കണ്ടു. എല്ലാരും കൂടെ കൂടി ഭക്ഷണമൊക്കെ കഴിക്കാൻ നിൽക്കുന്ന ക്യൂരിയിരിക്കുന്ന നല്ല ശേരാണ്. പാട്ടൊക്കെ പാടി എല്ലാവരും കുറച്ചൊക്കെ പാടി. നല്ല അടിപൊളി കുറച്ചൊക്കെ കാണാൻ പറ്റി. അടിപൊളിയായിരുന്നു, എല്ലാം കണ്ടു. സുഖമായിരുന്നു. പാട്ടൊക്കെ പാടിയോ? പാട്ടൊന്നും പാടിയില്ല, പാട്ടൊന്നും അറിയില്ല. വയോജനങ്ങളുടെ മാനസികോല്ലാസം പൊതുസമൂഹത്തിന്റെ കൂടി ഉത്തരവാദിത്തമാണെന്ന് മനസ്സിലാക്കിയാണ് ഇത്തരമൊരു യാത്ര മുത്തോലി പഞ്ചായത്ത് ഒരുക്കിയത്. 60 വയസ്സ് കഴിഞ്ഞ ആളുകൾ വീട്ടില് പേരക്കുട്ടികളൊക്കെ നോക്കി ഇരിക്കുന്ന ഈ കാലഘട്ടത്തില് അവർക്ക് സ്വന്തമായിട്ട് പുറത്തു പോകാനും അവർക്ക് സ്വന്തമായിട്ട് സ്ഥലങ്ങൾ കാണാനൊന്നും സാധിക്കാത്ത സാഹചര്യത്തിൽ മുത്തോലി ഗ്രാമപഞ്ചായത്ത് സൗജന്യമായിട്ട് ഒരു യാത്ര, ഒരു ദിവസം യാത്ര അറേഞ്ച് ചെയ്യുകയാണ് ചെയ്തത്. അതുപോലെ തന്നെ സൗജന്യമായിട്ട് ഫുഡും അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ഹിൽ പാലസിൽ കയറുന്നതിനുള്ള കാര്യങ്ങൾ, ഫുഡ് കാര്യങ്ങളെല്ലാം സൗജന്യമായിട്ടാണ് നമ്മൾ എടുക്കുന്നത്. അതുപോലെ ഫോർട്ട് കൊച്ചി, മറൈൻ ഡ്രൈവ്, അതുപോലെ ഹിൽ പാലസ്, അതുപോലെ തന്നെ വെള്ളാർപാടം, അങ്ങനെ നിരവധി സ്ഥലങ്ങൾ സന്ദർശിച്ച് ഇന്ന് വൈകിട്ട് 8 മണിയോടുകൂടി തന്നെ തിരിച്ച് അവരെ എത്തിച്ച് വൈകുന്നേരത്തെ ഭക്ഷണം കഴിച്ച് തിരിച്ചെത്തിച്ച് വീടുകളിൽ എത്തിച്ച് ആണ് യാത്ര തുടങ്ങുകയും അവസാനിക്കുകയും ചെയ്യുന്നത്. എല്ലാ കാര്യങ്ങൾക്കും നേതൃത്വവുമായി പ്രസിഡന്റ് രഞ്ജിത് ജി മീനാഭവനും മറ്റു മെമ്പർമാരും മുന്നിലുണ്ടായിരുന്നു.
സ്വാതന്ത്ര്യം പരീക്ഷാ പദ്ധതി, സൗജന്യ ആംബുലൻസ് തുടങ്ങി ജനകീയമായ നിരവധി പദ്ധതികളിലൂടെ മറ്റു പഞ്ചായത്തുകൾക്ക് മാതൃകയായിരുന്നു മുത്തോലി. തീർത്തും സൗജന്യമായിരുന്നു വയോജന വിനോദയാത്ര. പഴയ സൗഹൃദങ്ങൾ പുതുക്കിയും ഒരുമിച്ച് ഭക്ഷണം കഴിച്ചും ഒരുമിച്ച് കൂടലൊരു അനുഭവമാക്കിയാണ് തിരികെ വീട്ടിലേക്കുള്ള യാത്ര. കണ്ട കാഴ്ചകൾ മക്കളോടും കൊച്ചുമക്കളോടും പറയണം. അവർ വന്ന് സ്കൂൾ കഥകൾ പറയുന്നത് പോലെ നിങ്ങളെക്കാൾ ചെറുപ്പമാണ് ഞങ്ങളെന്ന് അവരോട് പറയാതെ പറയണം. ജിജീഷ് കരുണാകരൻ, ജനം, കൊച്ചി. ജീവിതത്തിൽ ഇത്രയും സന്തോഷം അവർ അനുഭവിച്ചിട്ടുണ്ടാവില്ലായിരിക്കും. ഒരു പക്ഷേ അവരെന്നും മനസ്സിൽ ഓർക്കുന്ന ഒരു ദിനമായി ഈ ദിവസം മാറുകയും ചെയ്യും. വലിയ ദുരൂഹത ഉയർത്തിയ ഒരു മരണമായിരുന്നു IB ഉദ്യോഗസ്ഥ മേഘയുടെ മരണം. അത് ഈ ആത്മഹത്യ ഉണ്ടായ സംഭവത്തിൽ അവസാന ഫോൺ കോൾ, മേഘയ്ക്ക് വന്ന അവസാനത്തെ ഫോൺ കോൾ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം ഇപ്പോൾ പുരോഗമിക്കുന്നത്. ഫോൺ വിളിച്ചത് ആരാണെന്ന് കണ്ടെത്താൻ സൈബർ പോലീസിൻ്റെ സഹായം തേടിയിട്ടുണ്ട്. പ്രണയബന്ധം തകർന്നതാണോ കാരണമെന്നറിയാൻ സുഹൃത്തുക്കളുടെയും ബന്ധുക്കളുടെയും മൊഴിയെടുത്തു. രശ്മി കാർത്തിക ചേരുന്നുണ്ട് വിവരങ്ങളുമായി. രശ്മി, ഈ ആത്മഹത്യ, അതായത് ഈ ട്രെയിൻ ഇടിച്ച് മരിക്കുമ്പോൾ ഈ ഫോൺ ആകെ തകർന്നു പോയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് സൈബർ പോലീസിൻ്റെ സഹായത്തോടു കൂടി ഈ ഫോൺ കോളിൻ്റെ വിവരങ്ങൾ എടുക്കേണ്ടത്? കാരണം ഈ ട്രെയിനിന് മുന്നിലേക്ക് ഓടി വരുമ്പോൾ ഫോണിൽ സംസാരിച്ചു കൊണ്ടാണ് മേഘ കടന്നു വന്നത് എന്നായിരുന്നു മൊഴി ലഭിച്ചത്. അപ്പോൾ ആ തരത്തിൽ അന്വേഷണം മുന്നോട്ട് പോകണമെങ്കിൽ അതെങ്ങനെയാണ് സാധ്യമാകുന്നത്? വീണായി, ഈ കേസുമായി ബന്ധപ്പെട്ട്, മേഘയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് അന്വേഷണം തുടരുകയാണ്. വളരെ വിഷമമുള്ളൊരു കാര്യം തന്നെയായിരുന്നു. ഒരു വർഷം മുൻപാണ് ഈ ജോലിയിലേക്ക് മേഘ പ്രവേശിച്ചത്. മേഘ എൻ്റെ ഒരു സഹോദരി കൂടിയാണ്, എനിക്ക് അറിയാവുന്നൊരു കുട്ടി കൂടിയാണ്. വളരെ വിഷമമായിരുന്നു കുട്ടിയുടെ ആത്മഹത്യ. ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം നിലവിൽ തുടർന്നു പോവുകയാണ്. ഈ പ്രണയബന്ധം ആണോ ഇതിൻ്റെ കാരണമെന്നുള്ള ആ ഒരു സംശയം നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും ഒക്കെ മൊഴി ഇപ്പോൾ നിലവിൽ ഓരോരുത്തരെയായി പോലീസ് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഫോൺ തകർന്ന നിലയിലാണ്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ പറഞ്ഞിരുന്നു ഇതിന്റെ അന്വേഷണം, അതായത് ഇതിന്റെ വിവരങ്ങൾ ഉൾപ്പെടെ ശേഖരിക്കുന്നതിന് വേണ്ടി സൈബർ പോലീസിന്റെ സഹായം തേടിയിരുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഉള്ള അന്വേഷണം തുടരുകയാണ്. അവസാനം മേഘ ഈ റെയിൽവേ ട്രാക്കിലേക്ക് തലവയ്ക്കുന്നതിന് മുൻപ് അതുവഴി നടന്നു പോയപ്പോൾ ഒരു ഫോൺ വിളിച്ചുകൊണ്ടാണ് നടന്നു പോയത്. അതിനുശേഷം ഈ ട്രാക്കിന് കുറുകെ കിടക്കുകയായിരുന്നു. അപ്പോൾ ആ സമയത്ത് അവസാനം മേഘ സംസാരിച്ച ആ ആളുമായി ബന്ധപ്പെട്ട് അയാളാണ് ഈ ഒരു ആത്മഹത്യയിലേക്ക് മേഘയെ നയിച്ചത് എന്നുള്ളൊരു സംശയമാണ് പോലീസിന് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ അവസാനത്തെ കോൾ ആരുടേതാണ് എന്നറിയുന്നതിന് വേണ്ടിയുള്ള അന്വേഷണമാണ് നിലവിൽ പുരോഗമിക്കുന്നത്. അത് ആരാണ് എന്ന് കണ്ടെത്താൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. അത് ഒപ്പം ജോലി ചെയ്യുന്ന ഒരു സഹപ്രവർത്തകനാണ് എന്നുള്ളൊരു വിവരമുണ്ട്. മേഘ ഈ വിവരം നേരത്തെ വീട്ടിലുൾപ്പെടെ പറഞ്ഞിരുന്നൊരു കാര്യമാണ്. വളരെ പെട്ടെന്ന് തന്നെ ഈ ഒരു ബന്ധത്തിൽ നിന്ന്, അതായത് വിവാഹത്തിലേക്ക് നീങ്ങിയിരുന്ന ബന്ധത്തിൽ നിന്ന് പെട്ടെന്ന് ഈ സുഹൃത്ത് പിന്മാറിയതാണ് ആത്മഹത്യക്ക് കാരണം എന്നുള്ളൊരു നിഗമനത്തിലാണ് പോലീസ് ഉള്ളത്. ഏതായാലും ഈ ഫോൺ വിവരങ്ങൾ, അതായത് ഫോൺ തകർന്നു പോയതുകൊണ്ട് തന്നെ ഇനി അതിൻ്റെ വിവരങ്ങൾ ഉൾപ്പെടെ CDR ഉൾപ്പെടെ ലഭിക്കേണ്ടതുണ്ട്. അതോടെ ഉടൻ തന്നെ ലഭിക്കുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. ഏതായാലും അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണമാണ് നിലവിൽ പോകുന്നത്. ഇനി കൂടുതൽ സുഹൃത്തുക്കളുടെയും ബന്ധുക്കളുടെയും വീട്ടുകാരുടെയും ഒക്കെ മൊഴി രേഖപ്പെടുത്തും. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം നിലവിൽ പുരോഗമിക്കുകയാണ്. വീണ. ഓക്കെ, ശരി രശ്മി. നമ്മൾ തുടക്കത്തിൽ ശ്രീനന്ദയുടെ റിപ്പോർട്ട് കണ്ടിരുന്നു. ഇന്ന് ചൂട് 4 ഡിഗ്രിയിലധികം കൂടാനുള്ള സാധ്യത. പക്ഷേ SSLC പരീക്ഷ എഴുതുന്നവരുടെ വീടുകളിൽ ഇന്ന് ചൂട് കുറയാനാണ് സാധ്യത. കാരണം ഇന്ന് പരീക്ഷ അവസാനിക്കുകയാണ്. ഏതാണ്ട് 4 ലക്ഷത്തോളം വിദ്യാർത്ഥികൾ ഇത്തവണ പരീക്ഷ എഴുതി. മൂല്യനിർണ്ണയം ഏപ്രിൽ 3 മുതൽ 26 വരെ 2 ഘട്ടങ്ങളിലായാണ് നടക്കുക. ശ്രീനന്ദ തന്നെയാണ് വിവരങ്ങളുമായി ചേരുന്നത്. ശ്രീനന്ദ, വലിയ ആശ്വാസത്തിലേക്കായിരിക്കും ഈ 4 ലക്ഷം കുട്ടികളുടെയും വീടുകൾ ഇന്ന് കടക്കാൻ പോകുന്നത്. കാരണം ഈ പരീക്ഷയുടെ പിരിമുറുക്കം അല്ലെങ്കിൽ പരീക്ഷയുടെ ചൂട് അത്യധികം കൂടി നിന്ന ദിവസങ്ങളായിരുന്നു. ഇന്ന് അവസാനത്തെ പരീക്ഷ ഏതാണ്? വിവരങ്ങൾ എന്താണ്? വീണ പറഞ്ഞതുപോലെ തന്നെ താപനില അതികഠിനം തന്നെയാണ്. ആ ഒരു സമയത്താണ് കുട്ടികളുടെ 10ാം ക്ലാസ് പരീക്ഷയുടെ ചൂട് ഒന്ന് കുറഞ്ഞിരിക്കുന്നത്. പക്ഷെ വീട്ടുകാർക്ക് നേരെ തിരിച്ചായിരിക്കാം ഒരു ഇതെന്ന് പറയുന്നത്. കാരണം ചൂടൊക്കെ കുറഞ്ഞു, പരീക്ഷയൊക്കെ തീർന്നു, ഇനി വീട്ടിലാണ് കുട്ടികളെല്ലാവരും. അപ്പോൾ മാതാപിതാക്കൾക്ക് അതിൻ്റെതായ അവരെന്തായാലും പറയും ചൂട്, ഇനി വീട്ടിലുള്ള ചൂടായിരിക്കാം കുട്ടികൾക്ക് കൂടുതലായിട്ടും ഉണ്ടാകാൻ പോകുന്നത് എന്ന് പറയുന്നത്. ഇന്നാണ് SSLC പരീക്ഷയുടെ അവസാന പരീക്ഷ എന്ന് പറയുന്നത് ബയോളജിയാണ്. ഉച്ചയ്ക്ക് ശേഷമാണ് എക്സാംസ് എല്ലാം നടക്കുന്നത്.
ഓർക്കുക. ഇന്ന് ബയോളജി എക്സാം ആണ്. ഉച്ചയ്ക്ക് 12:30 കൂടിയാണ് പരീക്ഷ നടക്കുന്നത്. ഇന്ന് പരീക്ഷ എഴുതുന്നത് ഈ വർഷം 4 ലക്ഷത്തിലധികം വിദ്യാർത്ഥികളാണ് SSLC പരീക്ഷ എഴുതിയിരിക്കുന്നത്. ഇവരുടെ മൂല്യനിർണ്ണയം എന്ന് പറയുന്നത് ഈ അടുത്ത മാസം ഏപ്രിൽ 3 മുതൽ 27 വരെ മൂല്യനിർണ്ണയം ഉണ്ടാവുക. പലയിടങ്ങളിലായിട്ടായിരിക്കും ഈ മൂല്യനിർണ്ണയം ഇതെല്ലാം നടക്കുക എന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്ന വിവരം എന്ന് പറയുന്നത്. നാളെയാണ് 27-ാം തീയതി നാളെയാണ് +2 പരീക്ഷകൾ അവസാനിക്കുന്നത്. മറ്റന്നാൾ 29-ാം തീയതിയാണ് 1 മുതൽ 9 വരെയുള്ള വിദ്യാർത്ഥികൾക്കുള്ള പരീക്ഷകളെല്ലാം അവസാനിക്കുന്നത്. അപ്പോൾ ഈ മാസം കൊണ്ട് തന്നെ എല്ലാ പരീക്ഷകളും അവസാനിക്കുമ്പോൾ ആ ഒരു പരീക്ഷാ ചൂടിൽ നിന്ന് എല്ലാ വിദ്യാർത്ഥികളും ഒന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടാകുന്നത്. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ട്യൂഷനും അങ്ങനെയുള്ള ക്ലാസ്സുകൾ എന്നൊക്കെ പറഞ്ഞ് കുട്ടികളെ വീണ്ടും മാതാപിതാക്കൾ പഠിക്കാൻ തന്നെയാണ് വീണ്ടും പറഞ്ഞു വിടുന്നത്. കാരണം വീടുകളിൽ നിൽക്കുമ്പോൾ അവർക്കുണ്ടാകുന്ന ഒരു സമ്മർദ്ദത്തെ കുറയ്ക്കാൻ വേണ്ടിയിട്ടാകാം മാതാപിതാക്കൾ ഇങ്ങനെ ചെയ്യുന്നത്. ഞാൻ ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥികളാണ്, ഈ ഒരു കാലഘട്ടം കഴിഞ്ഞു വന്നവരാണ്. അപ്പോൾ ഈ ഒരു അവധി കാലഘട്ടത്തിൽ വീട്ടിൽ നിൽക്കാൻ ആഗ്രഹിക്കുമ്പോൾ ട്യൂഷൻ ക്ലാസ്സുകൾ ഇന്നൊക്കെ പറഞ്ഞ് കുട്ടികളെ തള്ളിവിടുന്ന ഒരു മാതാപിതാക്കളാണ് ഇപ്പോഴുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു പരീക്ഷകൾ അവസാനിക്കുമ്പോൾ ഒരിടത്തും ഒരു സ്കൂളുകളിലും അതിൻ്റേതായ ഈ പരീക്ഷകൾ അവസാനിക്കുന്നു എന്ന് പറഞ്ഞിട്ടുള്ള ആഘോഷ പ്രകടനങ്ങളോ ഒന്നും തന്നെ ഉണ്ടാകാൻ പാടില്ല എന്നൊരു കർശന നിയന്ത്രണം കൂടി സർക്കാർ ഏർപ്പെടുത്തിയിട്ടുണ്ട്. കാരണം ഈ ഒരു വിദ്യാർത്ഥികൾ തമ്മിൽ സംഘർഷം ഉണ്ടാകാനോ അതുപോലെയുള്ള വാക്കുതർക്കങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ കണക്കിലെടുത്തിട്ടാണ് ഇങ്ങനെ ഒരു ആഘോഷ പ്രകടനങ്ങൾ ഉണ്ടാകരുത് എന്നൊരു നിർദ്ദേശം വിദ്യാഭ്യാസ വകുപ്പ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. സ്കൂളുകളിൽ അധ്യാപകർക്ക് അതിനുവേണ്ടിയുള്ള കർശന നിർദ്ദേശങ്ങളെല്ലാം തന്നെ വിദ്യാഭ്യാസ വകുപ്പ് നൽകിയിട്ടുണ്ട്. വിദ്യാർത്ഥികൾ എക്സാം കഴിഞ്ഞു കഴിഞ്ഞാൽ അതേപടി വീട്ടിലേക്ക് പോവുക, അല്ലെങ്കിൽ അവരുടെ ആവശ്യങ്ങൾ എന്താണോ അത് നിറവേറ്റി കൊടുക്കുക. അല്ലാണ്ട് സ്കൂളിൻ്റെ പരിസരത്തോ സ്കൂളിൻ്റെ മുൻപോ നിന്ന് ഇവർ യാതൊരു തരത്തിലുള്ള ഒരു ആഘോഷ പ്രകടനങ്ങൾക്കും ഉണ്ടാകാൻ പാടില്ല എന്നൊരു നിർദ്ദേശം കൂടി വിദ്യാഭ്യാസ വകുപ്പ് മുൻപ് തന്നെ പുറപ്പെടുവിച്ചിരുന്നു. എന്തായാലും അവസാന പരീക്ഷ ഇന്നാണ്. ഇന്ന് ബയോളജിയാണ് അവസാനമായി നടക്കുന്ന ഒരു എക്സാം. സയൻസ് ഇഷ്ടപ്പെടുന്ന വിദ്യാർത്ഥികളുണ്ട്, ഇഷ്ടപ്പെടാത്ത വിദ്യാർത്ഥികളുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇന്ന് ഉച്ചയോടുകൂടി, ഇന്ന് വൈകുന്നേരം ഒരു 4 മണിയോടുകൂടി തന്നെ ഈ എക്സാം എല്ലാം കഴിഞ്ഞ് അവരെല്ലാം വീട്ടിലേക്ക് മടങ്ങും. അപ്പോൾ ഈ ഒരു അധ്യയന വർഷത്തെ SSLC പരീക്ഷകൾ ഇന്ന് അവസാനിക്കുകയാണ്. നാളെ 27-ാം തീയതിയാണ് +2 പരീക്ഷകൾ അവസാനിക്കുന്നത്. അപ്പോൾ പരീക്ഷകളെല്ലാം ഈ മാസം അവസാനിക്കുമ്പോൾ വിദ്യാർത്ഥികളെല്ലാം ഒരു ആഘോഷത്തിലാണ്. പക്ഷേ ആഘോഷ പ്രകടനങ്ങൾ ഉള്ളിലൊതുക്കുക, അല്ലെങ്കിൽ പുറത്തെവിടെയെങ്കിലും പോയി ആഘോഷിക്കുക. സ്കൂളിലെ മുൻപിലോ അല്ലെങ്കിൽ സ്കൂളിൻ്റെ പരിസരത്തോ ഒന്നും തന്നെ ആഘോഷിച്ച് ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾക്ക് വഴിയൊരുക്കരുത് എന്നുകൂടി നമുക്ക് വിദ്യാർത്ഥികളോട് ഒന്ന് മുൻകൂട്ടി പറയേണ്ടിയിരിക്കുന്നു. വീണ, ശരിയാണ് ശ്രീനന്ദ, അങ്ങനെ കൂടി ഒരു മുന്നറിയിപ്പ് നമുക്ക് നൽകേണ്ടി വരുന്ന ഒരു കാലഘട്ടമാണ്. കാരണം നിങ്ങൾ ഈ പരീക്ഷ കഴിഞ്ഞ് ആഘോഷിക്കുമ്പോൾ ദയവേത് മക്കളെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കല്ലേ എന്നുള്ളത്. കാരണം ഈ സ്കൂളുകൾ കേന്ദ്രീകരിച്ചൊക്കെ വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ഒരുപക്ഷെ മരണം പോലും സംഭവിക്കുന്നത് നമ്മുടെ കൺമുന്നിൽ കണ്ടതാണ്. ആ കുട്ടിയും പരീക്ഷ എഴുതേണ്ടിയിരുന്നതാണ്, ഇന്ന് പരീക്ഷ അവസാനിക്കേണ്ടിയിരുന്നതാണ്. പക്ഷേ അങ്ങനെയൊക്കെ സംഭവിച്ചു. ഏതായാലും 10 വർഷത്തിലധികം നീണ്ട വിദ്യാഭ്യാസത്തിന് ഒരു താൽക്കാലിക ഇടവേള എടുത്തിരിക്കുകയാണ് കുട്ടികൾ. അല്ലെങ്കിൽ 1 വർഷം നീണ്ട പരിശ്രമങ്ങൾക്കുമൊക്കെ ഒരു ചെറിയ ഇടവേള എടുക്കുകയാണ്. കാരണം SSLC പരീക്ഷ ഇന്ന് അവസാനിക്കുകയാണ്. ഇനി അങ്ങോട്ട് നീണ്ട ഒരു വെക്കേഷനിലേക്ക് കടക്കുകയാണ് കുട്ടികളെല്ലാവരും. അതിൻ്റെ ഒരു ആശ്വാസം എല്ലാ വീടുകളിലും ഒരുപക്ഷെ ഉണ്ടായേക്കാം. ഇനി മറ്റൊരു റിപ്പോർട്ടിലേക്ക് നമുക്ക് പോകാം. ചായ വിറ്റ് ജീവിതത്തിന് നിറം പകരുകയാണ് ചേർത്തല സ്വദേശിയായ അമല മാത്യു എന്ന ഡാറ്റ അനലിസ്റ്റ് വിദ്യാർത്ഥിനി. വീട്ടുകാരെ ബുദ്ധിമുട്ടിക്കാതെ പഠന ചിലവ് സ്വന്തമായി കണ്ടെത്തണമെന്ന നിശ്ചയദാർഢ്യവും 18-ാം വയസ്സ് മുതൽ ചായക്കടകളിൽ ജോലി ചെയ്ത പരിചയവുമാണ് അമലയുടെ കൈമുതൽ. അമലയെ കാണാം. ദേശീയപാതയ്ക്കരികിൽ ചേർത്തല പോലീസ് സ്റ്റേഷനടുത്താണ് അമലയുടെ തേയില എന്ന കുഞ്ഞു ചായക്കട. ഇതുവരെയുള്ള സമ്പാദ്യവും സ്വർണം പണയം വെച്ച 1 ലക്ഷം രൂപയും ചേർത്താണ് 2 മാസം മുമ്പ് അമല തേയില ആരംഭിച്ചത്. 3 വർഷമായി പഠനത്തോടൊപ്പം പാർട്ട് ടൈമായി ഹോട്ടൽ മേഖലയിൽ ജോലി ചെയ്യുന്നുണ്ട് അമല. അങ്ങനെയാണ് സ്വന്തമായി ചായക്കട എന്ന ആശയം മനസ്സിലുദിച്ചത്. 2 റെസ്റ്റോറൻറ്റിലും ഒരു ചായവാല എന്ന് പറഞ്ഞിട്ട് ഒരു ടീ കാട്ട് അങ്ങനെ വർക്ക് ചെയ്തായിരുന്നു. അപ്പോൾ ഒരു 3 വർഷത്തിനടുത്തായി. അപ്പോൾ എനിക്ക്
ഇപ്പോൾ ലാസ്റ്റ് ഞാനിപ്പോൾ വർക്ക് ചെയ്തെടുത്ത് എനിക്ക് എൻ്റെ ടൈം അനുസരിച്ച് എനിക്ക് എത്താൻ പറ്റുന്നില്ല. അപ്പോൾ ഞാൻ ഓർത്ത് അങ്ങനെയാണെങ്കിൽ സ്വന്തമായിട്ടൊരു ചെറിയൊരു തുടങ്ങുവാണെങ്കിൽ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് ചെല്ലാം എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ഇപ്പോൾ കുറച്ച് റെസ്പോൺസിബിലിറ്റി കൂടി, കുറച്ച് റിസ്ക് കൂടി, അങ്ങനെ എനിക്ക് തോന്നുന്നു. കാക്കനാട് ഇൻഫോ പാർക്കിൽ ഡേറ്റ അനലിസ്റ്റ് കോഴ്സിന് പഠിക്കുകയാണ് അമല. ഉച്ചവരെയാണ് ക്ലാസ് കഴിഞ്ഞ് വൈകിട്ട് 4 മണിയോടെ ചേർത്തലയിലെത്തും. പിന്നെ കടയിലെ തിരക്കുകളിലാണ്. ഏലയ്ക്ക മുതൽ ഇഞ്ചി വരെ നീളുന്ന ചായ രുചികൾക്ക് ആരാധകർ ഏറെയാണ്. ദിവസം 100 മുതൽ 130 ചായ വരെ വിൽക്കും. പഠിക്കാനുള്ള ചെലവ് കണ്ടെത്തുന്നതും ഇതിൽ നിന്ന് തന്നെ. ഷോപ്പിൻ്റെ ടൈം വരുന്നത് 4 മണി തൊട്ട് 10 മണി വരെയാണ്. എനിക്ക് ക്ലാസ് ഉച്ചവരെ ഉള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങോട്ട് വരും, എന്നിട്ട് സ്റ്റാർട്ട് ചെയ്യും. ചായയും സ്നാക്സും മാത്രമേ ഉള്ളൂ. കുഴപ്പമില്ലാതെ പോകുന്നു. എല്ലാവരും സപ്പോർട്ടാണ്. പിന്നെ പേരൻസ് ആണെങ്കിലും, പിന്നെ അതുപോലെ തന്നെ എൻ്റെ കൂടെ ഒരാൾ ഉണ്ട്, ഞങ്ങൾ 2 പേരാണ്. അപ്പോൾ ആളാണെങ്കിലും നല്ല സപ്പോർട്ടാണ്. വൈകിട്ട് 5 മുതൽ രാത്രി 10 മണി വരെയാണ് കടയുടെ പ്രവർത്തന സമയം. തിരക്ക് കൂടുമ്പോൾ സഹായിക്കാൻ സുഹൃത്തുക്കളോ അച്ഛനോ എത്തും. ദേശീയപാതയുടെ നിർമ്മാണം പുരോഗമിക്കുന്ന മുറയ്ക്ക് അമലയുടെ കടയും മാറ്റേണ്ടി വരും. അതിനു മുമ്പ് പുതിയ സ്ഥലം കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് അമല. ക്യാമറമാൻ സുമേഷ് പുന്നമടയ്ക്കൊപ്പം നിഷാ ദിലീപ്, ജനം, ആലപ്പുഴ. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ സുരക്ഷാ ജീവനക്കാരെ മർദ്ദിച്ച പ്രതികളെ വെറുതെ വിട്ടു. ഡിവൈഎഫ്ഐ പ്രവർത്തകരായ 7 പേരായിരുന്നു പ്രതികൾ. തെളിവുകളുടെ അഭാവത്തിലാണ് പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയുടെ നടപടി. 2022 കേസിന് ആസ്പദമായ സംഭവം നടന്നത്. ദിസ്ന സുരേഷ് ചേരുന്നു വിവരങ്ങളുമായി. ദിസ്ന, കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഒരുപക്ഷേ സുരക്ഷാ ജീവനക്കാരുടെയും മറ്റ് ക്യാമറകളുടെയും ഒക്കെ CCTV ക്യാമറകളുടെയും ഒക്കെ താഴെ നടന്ന ഈ മർദ്ദനം, അതിൽ തെളിവുകളുടെ അഭാവത്തിൽ കോടതി വെറുതെ വിട്ടു. അതായത് കോടതിക്ക് മുന്നിൽ തെളിവുകൾ എത്തിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായിരുന്നു എന്ന് കൂടി മനസ്സിലാക്കണം. വിവരങ്ങൾ എന്താണ്? കേസിന് ആസ്പദമായ സംഭവം ഉണ്ടാകുന്നത് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ സുരക്ഷാ ജീവനക്കാരെ മർദ്ദിക്കുകയായിരുന്നു. ഓഗസ്റ്റ് 30-നായിരുന്നു ഈ സംഭവം ഉണ്ടാകുന്നത്. അനുമതിയില്ലാതെ ആശുപത്രിക്കുള്ളിൽ പ്രവേശിക്കാൻ ശ്രമിച്ച ഡിവൈഎഫ്ഐ ജില്ലാ നേതാവും അദ്ദേഹത്തിന്റെ കുടുംബത്തെയും തടഞ്ഞ സെക്യൂരിറ്റി ജീവനക്കാരെ മറ്റൊരു സംഘം ഈ ആശുപത്രിയിലേക്ക് എത്തി ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. ഉടൻ തന്നെ ഈ സംഭവം ആ സമയത്ത് ചിത്രീകരിച്ച ഒരു മാധ്യമ പ്രവർത്തകരും ഈ സംഭവത്തിൽ മർദ്ദനമേറ്റിരുന്നു. അക്രമത്തിൽ 3 സെക്യൂരിറ്റി ജീവനക്കാർ ഉൾപ്പെടെ 4 പേർക്കാണ് പരിക്കേറ്റത്. ഈ കേസിലാണ് ഇപ്പോൾ ഈ പ്രതികളെ വെറുതെ വിട്ടിരിക്കുന്നത്. ഡിവൈഎഫ്ഐ പ്രവർത്തകരായ 7 പേരായിരുന്നു പ്രതികൾ. തെളിവുകളുടെ അഭാവത്തിലാണ് പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ഇത്തരത്തിലൊരു നടപടി എടുത്തത് എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. കൂടാതെ തന്നെ ഈ പരാതിക്കാരായ സുരക്ഷാ ജീവനക്കാർ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് മൊഴി മാറ്റിയതും ഈ കേസിൽ വലിയൊരു തിരിച്ചടിയായി മാറിയിട്ടുണ്ട്. എന്തായാലും പ്രതികളെ വെറുതെ വിട്ടിരിക്കുകയാണ്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് 7 പേരാണ് പ്രതികളായി ഉണ്ടായിരുന്നത്. ഓക്കെ, ശരി ദിസ്ന. 3 വർഷത്തിലേറെ നീണ്ട റഷ്യ-യുക്രൈൻ സംഘർഷം ശാശ്വത സമാധാനത്തിലേക്ക് നീങ്ങുന്നു എന്ന സൂചനയാണ് വരുന്നത്. റഷ്യയും യുക്രൈനും കരിങ്കടലിൽ വെടിനിർത്തൽ ധാരണ അംഗീകരിച്ചതായി അമേരിക്ക അറിയിച്ചു. വെടിനിർത്തൽ നടപ്പാകും മുൻപ് റഷ്യൻ കമ്പനികൾക്ക് ഏർപ്പെടുത്തിയ ഉപരോധം പിൻവലിക്കണമെന്ന നിലപാട് റഷ്യ മുന്നോട്ട് വച്ചിട്ടുണ്ട്. അതേസമയം കരാർ നടപ്പാക്കുന്നത് മുതൽ കരിങ്കടലിൽ റഷ്യൻ സൈനിക കപ്പലുകൾ വിന്യസിച്ചാൽ ധാരണയുടെ ലംഘനമാകുമെന്നും യുക്രൈൻ പറഞ്ഞു. വിവരങ്ങൾ നൽകുന്നത് ഐസൺ ജോസാണ്. ഐസൺ, അപ്പോൾ ധാരണകൾ എന്തൊക്കെ ഉണ്ടായി? ഏതായാലും വെടിനിർത്തൽ ഉണ്ടാകുന്നു, പ്രാബല്യത്തിൽ വരാനുള്ള ഒരു പ്രതീക്ഷയാണ് മുന്നിലുള്ളത്. വിവരങ്ങൾ എന്താണ്? തീർച്ചയായും വീണ, വെടിനിർത്തലിന്റെ ഒരു പ്രതീക്ഷ തന്നെയാണ് മുന്നിലുള്ളത് എന്ന് സൂചിപ്പിക്കുന്ന ഘടകങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. നമുക്കറിയാവുന്നതാണ്, ഈ കരിങ്കടലിനെ സംബന്ധിച്ചിടത്തോളം 3 സുപ്രധാന തുറമുഖങ്ങളാണ് യുക്രൈനെ കരിങ്കടലിലുള്ളത്. ആ പോർട്ടുകൾ വഴിയാണ് വൻതോതിൽ ധാന്യ കയറ്റുമതി നടത്തി ആ രാജ്യം വലിയ രീതിയിൽ വിദേശ നാണ്യം സമ്പാദിക്കുകയും ചെയ്യുന്നത്. ആ
സംവിധാനം മുഴുവൻ തകർന്ന ഒരു പശ്ചാത്തലമായിരുന്നു യുക്രൈൻ യുദ്ധം ആരംഭിച്ചതോടെ ഉണ്ടായിരുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് കരിങ്കടലിലെ, അതായത് ബ്ലാക്ക് സീയിലെ എല്ലാ കമേഴ്ഷ്യൽ കപ്പലുകളും, അതായത് വാണിജ്യ കപ്പലുകളെല്ലാം തന്നെ സുരക്ഷിതമാകുന്നതിന് വേണ്ടി കരിങ്കടലിൽ വെടിനിർത്തൽ പൂർണ്ണമായും നടപ്പാക്കാനുള്ള ഒരു തീരുമാനത്തിലെത്തിയത്. ഈ തീരുമാനത്തെ പൂർണ്ണമായും റഷ്യയും അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ രണ്ട് രാജ്യങ്ങളും ഈ കരിങ്കടലിലെ യുദ്ധം അല്ലെങ്കിൽ കരിങ്കടലിലെ സൈനിക നീക്കങ്ങൾ പൂർണ്ണമായും നിർത്തിവെക്കാനുള്ള ഒരു ധാരണയിലെത്തിയതോടുകൂടി അവിടെ കപ്പൽ ഗതാഗതം പുനഃസ്ഥാപിക്കാൻ സാധിക്കുകയും സ്വാഭാവികമായ രാജ്യത്തിന്റെ ആ ഒരു സുരക്ഷിതാവസ്ഥയിലേക്ക് കാര്യങ്ങൾ രണ്ട് രാജ്യങ്ങളും പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ നിലവിലെ സൂചനകളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കരിങ്കടലിൽ വെടിനിർത്തൽ ധാരണ തയ്യാറാക്കി കഴിഞ്ഞു എന്ന് അമേരിക്ക ഔദ്യോഗികമായി സൗദി അറേബ്യയിലെ ഇരു രാജ്യങ്ങളുമായി നടന്ന ചർച്ചകൾക്ക് ശേഷം കൃത്യമായി അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ നമുക്കിപ്പോൾ ലഭ്യമാകുന്ന സൂചനകൾ അനുസരിച്ച് രണ്ട് ഭാഗത്തു നിന്നും കൃത്യമായ ചില നിയന്ത്രണങ്ങളും ചില നിർദ്ദേശങ്ങൾ വന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും സുപ്രധാനമായ നിർദ്ദേശം നേരത്തെ റഷ്യ സൂചിപ്പിച്ചതുപോലെ റഷ്യയുടെ പല ഇൻഷുറൻസ് സ്ഥാപനങ്ങൾക്കും ബാങ്കിംഗ് സ്ഥാപനങ്ങൾക്കും അതുപോലെ തന്നെ ഭക്ഷ്യ കയറ്റുമതി സ്ഥാപനങ്ങൾക്കുമെല്ലാം തന്നെ അന്താരാഷ്ട്ര തലത്തിൽ പല ഉപരോധങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. അത്തരത്തിലുള്ള ഉപരോധങ്ങൾ ഒഴിവാക്കണമെന്ന ഒരു നിർദ്ദേശം അല്ലെങ്കിൽ ഒരു കണ്ടീഷനാണ് റഷ്യ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അതേസമയം ഇനി ഈ വെടിനിർത്തൽ നടപ്പായതിനു ശേഷം ഏതെങ്കിലും തരത്തിലുള്ള ഒരു സൈനിക വിന്യാസം കരിങ്കടലിൽ നടക്കുകയാണെങ്കിൽ ആ കരിങ്കടലിൽ നടക്കുന്ന സൈനിക വിന്യാസം ആരംഭിക്കുന്ന ദിവസം മുതൽ വെടിനിർത്തൽ ഇല്ലാതാകുമെന്ന നിലപാടാണ് യുക്രൈന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. ഈ രണ്ട് കാര്യങ്ങളും കൃത്യമായി ഒരു ധാരണയിലെത്തിച്ച് ആദ്യഘട്ട വെടിനിർത്തൽ അല്ലെങ്കിൽ കരിങ്കടലിലെ പൂർണ്ണമായ വെടിനിർത്തൽ തന്നെ നടപ്പാക്കാനുള്ള ഒരു നീക്കം തന്നെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സ്വാഭാവികമായും ഇത് സംബന്ധിച്ച ചില പ്രതികരണങ്ങളെല്ലാം തന്നെ യുക്രൈൻ പ്രസിഡന്റിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. യുക്രൈൻ പ്രസിഡന്റ് ഇക്കാര്യത്തിൽ പ്രതീക്ഷ നൽകുന്നതാണ്. അതുപോലെ തന്നെ വെടിനിർത്തൽ ധാരണ ദീർഘിപ്പിക്കാൻ തയ്യാറുമാണ് എന്ന് വളരെ കൃത്യമായി മാധ്യമങ്ങളോട് പറയുകയും ചെയ്തിട്ടുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ വെടിനിർത്തലിലേക്ക് നീങ്ങുന്നു. നമുക്കറിയാം 3 വർഷത്തിന് ഏറെയായി ഈ യുക്രൈൻ യുദ്ധം ആരംഭിച്ചിട്ട് അത് വെടിനിർത്തൽ ധാരണയിലേക്ക് നീങ്ങുന്നു എന്ന സൂചനകളാണ് ഇപ്പോൾ ലഭ്യമാകുന്നത്. നേരത്തെ നമുക്കറിയാവുന്നതാണ് റഷ്യ ഈ ചർച്ചയിൽ എടുത്ത നിലപാട് വെടിനിർത്തലിന് തയ്യാറല്ല, പക്ഷേ അത് അടിസ്ഥാനപരമായ പ്രശ്നങ്ങൾ പരിഹരിച്ചാൽ മാത്രമേ വെടിനിർത്തൽ ധാരണ ഉണ്ടാകൂ എന്നാണ് അറിയിച്ചത്. സ്വാഭാവികമായും ഇത്തരത്തിലുള്ള പ്രധാനപ്പെട്ട ഘടകങ്ങളിൽ ഏറ്റവും സുപ്രധാനമായ ഒരു ഘടകം തന്നെയായിരുന്നു റഷ്യയുടെ ഇത്തരത്തിലുള്ള ഭക്ഷ്യ കയറ്റുമതി അതുപോലെ തന്നെ അനുബന്ധമായ കയറ്റുമതികൾ, ബാങ്കിംഗ്, ഇൻഷുറൻസ് സ്ഥാപനങ്ങൾക്കെല്ലാം നേരെ വന്ന ഉപരോധത്തിന്റെ അടിസ്ഥാനത്തിൽ വന്ന സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്ന നിലപാട് റഷ്യ മുന്നോട്ട് വെച്ചിരുന്നു. അത് അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു എന്ന ഒരു സാഹചര്യം കൂടി നിലനിൽക്കുമ്പോൾ തീർച്ചയായും യുദ്ധം അവസാനിക്കുന്ന സൂചനകളിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. തീർച്ചയായും ശാശ്വത സമാധാനത്തിലേക്ക് നീങ്ങുന്നു എന്ന് തന്നെ കരുതാം. ശരിയായി സർ. ഏതായാലും പുത്തൻപുലരി അടുത്ത മണിക്കൂറിലേക്ക് കടക്കുമ്പോൾ നോക്കാം പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. AIADMK വീണ്ടും NDAയിലേക്ക്. ഡൽഹിയിൽ അമിത്ഷാ, എടപ്പാടി പളനിസ്വാമി കൂടിക്കാഴ്ച. 2026 തമിഴ്നാട്ടിൽ NDA സർക്കാർ എന്ന അമിത്ഷാ. സ്വദേശി നയം മുറുകെ പിടിച്ച് ട്രംപ്. അമേരിക്കയിൽ വോട്ടർ രജിസ്ട്രേഷന് പൗരത്വ തെളിവ് നിർബന്ധമാക്കി. തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ സമഗ്ര മാറ്റങ്ങൾ. അടിപതറി മുഹമ്മദ് യൂനുസ്. ബംഗ്ലാദേശിൽ സൈനിക അട്ടിമറിക്ക് സാധ്യത. അടിയന്തര യോഗം ചേർന്ന് സൈന്യം. വ്യാജ വാർത്തകളെന്ന് യൂനുസ്. ഭീകരർക്കായുള്ള പ്രാർത്ഥനാ സംഗമത്തിൽ കുടുങ്ങി ലീഗ് ഉൾപ്പെടെയുള്ള മുസ്ലിം സംഘടനകൾ. അന്വേഷണം ആരംഭിച്ച് കേന്ദ്ര ഏജൻസികൾ. യോഗത്തിന്റെ വിവരങ്ങളും ദൃശ്യങ്ങളും ശേഖരിച്ചു. ജനക്ഷേമത്തിന് കാശില്ലെങ്കിലും ധൂർത്തിന് കുറവില്ലാതെ സംസ്ഥാന സർക്കാർ. മുഖ്യമന്ത്രിയുടെ PR വർക്കിന് ചെലവഴിച്ചത് 25 കോടിയോളം രൂപ. പരിപാടിയുടെ ലേബലിൽ പാർട്ടി ചാനലിന് നൽകുന്നതും കോടികൾ. ആരോഗ്യ കേരളത്തിന് അനാരോഗ്യ മാതൃക. ചികിത്സാ പിഴവുകളിൽ നട്ടം തിരിഞ്ഞ സംസ്ഥാനം. നിസ്സംഗത തുടർന്ന ആരോഗ്യവകുപ്പ്. ഒറ്റപ്പെട്ട സംഭവങ്ങൾ മാത്രമെന്ന് ആരോഗ്യമന്ത്രി. വീട്ടിൽ പ്രസവിച്ചവരുടെ കൂട്ടായ്മയും അവാർഡ് ദാന ചടങ്ങും കണ്ടില്ലെന്ന് നടിച്ച സർക്കാർ. കരിങ്കടലിൽ സമാധാനം. വെടിനിർത്തലിന് റഷ്യ യുക്രൈൻ ധാരണ. തീരുമാനം അമേരിക്കയുടെ മധ്യസ്ഥതയിൽ.
الجايه مع احترامي لكل الناس وعلى راسنا المخادير. ഹമാസിനെതിരെ പലസ്തീൻ ജനത. ഹമാസ് അധികാരമൊഴിയണമെന്നാവശ്യപ്പെട്ട് ഗാസയിൽ ശക്തമായ പ്രതിഷേധം. ഹമാസിനെതിരായ ജനകീയ പ്രതിഷേധം 12 വർഷത്തിനു ശേഷം. ആയുധങ്ങളുമായി നേരിട്ട് ഹമാസ് ഭീകരർ. ബ്രസീൽ വീണു. ഫിഫ ലോകകപ്പിന് യോഗ്യത നേടി അർജന്റീന. യോഗ്യത നേടിയത് യുറുഗ്വായ് ബൊളീവിയ മത്സരം സമനിലയിൽ കലാശിച്ചതോടെ. IPL-ൽ പഞ്ചാബിന് ജയം. ഗുജറാത്തിനെ തോൽപ്പിച്ചത് 11 റൺസിന്. ഇന്ന് രാജസ്ഥാൻ കൊൽക്കത്തയെ നേരിടും. യന്ത്രങ്ങളുടെ ഒരു രക്ഷകനെ പരിചയപ്പെടാം. എല്ലാവരും കൈയൊഴിഞ്ഞ് ശരിയാക്കാൻ പറ്റാത്ത യന്ത്രങ്ങൾക്ക് വീണ്ടും പൊതുജീവൻ നൽകുകയാണ് കൊണ്ടോട്ടി സ്വദേശിയായ ശ്രാങ്ക് അഷ്റഫ്. ഇപ്പോൾ കരിപ്പൂർ വിമാനത്താവളത്തിലെ എയറോഡ്രോം ബീക്കൺ ലൈറ്റ് സംവിധാനത്തിന് പുനർജനി നൽകുകയാണ് ഇദ്ദേഹം. കരിപ്പൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ ദിശ അറിയാൻ വൈമാനികരെ സഹായിക്കുന്ന എയറോഡ്രോം ബീക്കൺ ലൈറ്റ് സംവിധാനത്തിന് പുനർജനി. കാലങ്ങളായി ഇത് പ്രവർത്തിക്കാതെ ഇരുന്നതിനാൽ വിമാന ജീവനക്കാർ വലിയ പ്രതിസന്ധിയിലായിരുന്നു. കാലപ്പഴക്കത്താൽ പ്രവർത്തനരഹിതമായിരുന്ന ഉപകരണം എഞ്ചിനീയർ ശ്രാങ്ക് അഷ്റഫിന്റെ സാങ്കേതിക മികവിൽ പ്രവർത്തനക്ഷമമായി. പതിറ്റാണ്ടുകൾക്ക് മുമ്പ് സ്ഥാപിച്ച വിദേശ നിർമ്മിത ബീക്കണായിരുന്നു ഇത്. വിമാനത്താവള ഡയറക്ടറുടെ ആവശ്യപ്രകാരമാണ് അഴിച്ചെടുത്ത എയറോഡ്രോം ബീക്കൺ സ്വന്തം പണിശാലയിൽ എത്തിച്ച് മലപ്പുറം കൊണ്ടോട്ടി എക്കാപ്പറമ്പ് സ്വദേശിയായ ശ്രാങ്ക് അഷ്റഫ് പ്രവർത്തനക്ഷമമാക്കിയത്. ഇത് എയർപോർട്ടിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉപകരണം ആയതുകൊണ്ട് ഇതിന് 2 ചാനലുണ്ട്, ചാനൽ എ, ചാനൽ ബി. അപ്പം ഇൻ കേസ് ഇത് പെട്ടെന്ന് ലൈറ്റ് അതിൻ്റെ സിഗ്നൽ ലൈറ്റ് ഓഫായി കഴിഞ്ഞാൽ അതിന് സ്റ്റാൻഡ് ബൈ ആയിട്ട് വേറെ ലൈറ്റ് കൂടി ഇതിൽ തന്നെ സജ്ജീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അറ്റ് എ ടൈമിൽ ഇത് ഒരു ലൈറ്റ് 2 ലൈറ്റ് മാത്രമേ ഒരു സമയം വർക്ക് ചെയ്യുള്ളൂ. അത് കഴിഞ്ഞ് അതെന്തെങ്കിലും ബ്രേക്ക് ഡൗൺ ആണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ചാനൽ 2ലേക്ക് കൺവേർട്ട് ചെയ്യും. അപ്പോൾ ഇത് കൊണ്ടുവരുന്ന സമയത്ത് അങ്ങനത്തെ ഫംഗ്ഷൻസ് ഒന്നും നടന്നില്ലായിരുന്നു. അതൊക്കെ മാറ്റി സർക്യൂട്ടൊക്കെ മാറ്റി പുതിയ ഡിസൈൻ പ്രകാരം ചെയ്ത് ഒക്കെ കണ്ടീഷനാക്കി ഇപ്പോൾ ട്രയൽ റൺ നടന്നുകൊടുക്കുകയാണ്. ഇന്ന് മിക്കവാറും എയർപോർട്ട് അതോറിറ്റി എന്ന സാധനം ഹാൻഡ് ഓവർ ചെയ്യും. വിമാനത്താവള ദിശ വൈമാനികർക്ക് മനസ്സിലാക്കാൻ ആധുനിക ഉപകരണങ്ങൾ പലതുണ്ടെങ്കിലും മോശം കാലാവസ്ഥയിൽ ഏറെ പ്രയോജനകരമായിരുന്നു എയറോഡ്രോം ബീക്കൺ ലൈറ്റ്. വിമാനം എത്തുന്നതിന് മിനിറ്റുകൾക്ക് മുമ്പ് കറങ്ങി തുടങ്ങുന്ന ഈ വെളിച്ച സംവിധാനം 1 മിനിറ്റിൽ 30 തവണ മിന്നി പ്രകാശിക്കും. മൂടൽമഞ്ഞും മറ്റ് കാലാവസ്ഥാ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴും ഈ മിന്നൽ പ്രകാശം വൈമാനികർക്ക് പ്രയോജനകരമാണ്. ആയതിനാൽ കേടായി വിളക്ക് പ്രവർത്തനക്ഷമമാക്കാൻ വിമാനത്താവള അധികൃതർ തീരുമാനിക്കുകയായിരുന്നു. കാലപ്പഴക്കത്താൽ ലൈറ്റിനുള്ളിലെ യന്ത്രഭാഗത്തോട് ചേർന്ന ഭാഗങ്ങൾ നശിച്ചതാണ് പ്രശ്ന കാരണമെന്ന് കണ്ടെത്തി. ഇത് നന്നാക്കിയെടുക്കാൻ വഴികളില്ലാതായപ്പോഴാണ് ശ്രാങ്ക് അഷ്റഫിനെ വിമാനത്താവള അധികൃതർ സമീപിക്കുന്നത്. ജനം, മലപ്പുറം. കോഴിക്കോട് വിലങ്ങാട് ഉരുൾപൊട്ടലിലെ ദുരന്തബാധിതരോട് സർക്കാരിന് പിന്നാലെ പഞ്ചായത്തും ക്രൂരത കാണിക്കുന്ന നടപടിയിൽ പ്രതിഷേധം ശക്തമാകുന്നു. സ്ഥലവും വീടും പൂർണ്ണമായും നഷ്ടപ്പെട്ടവർക്ക് നികുതി അടയ്ക്കാനുള്ള നോട്ടീസ് അയച്ചിരിക്കുകയാണ് വാണിമേൽ പഞ്ചായത്ത്. ദിസ്ന സുരേഷ് ചേരുന്ന വിവരങ്ങളുമായി. ദിസ്ന, വിവരങ്ങൾ എന്താണ്? നമുക്കറിയാം, വിലങ്ങാട് വയനാടിന് സമാനമായ ആ ദിവസം തന്നെയാണ് വിലങ്ങാടും ഇത്തരത്തിലുള്ളൊരു ഉരുൾപൊട്ടൽ ഉണ്ടായത്. പക്ഷേ വിലങ്ങാട്ടിലെ നിവാസികളെ പാടെ അവഗണിക്കുന്ന ഒരു നിലപാടിലേക്കാണ് സംസ്ഥാന സർക്കാർ കടന്നത്. മാത്രമല്ല, അതിനു പുറമെയാണ് ഇപ്പോൾ പഞ്ചായത്തിന്റെ കൂടി ക്രൂരത ഉണ്ടായിരിക്കുന്നത്. ഇന്നലെയാണ് വിലങ്ങാട് മഞ്ഞച്ചിലി സ്വദേശി സോണിക്ക് ഇത്തരത്തിൽ കെട്ടിട നികുതി അടയ്ക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നോട്ടീസ് വരുന്നത്. ഈ സോണിയുടെ വീടും സ്ഥലവും ഉൾപ്പെടെ ഈ ഉരുൾപൊട്ടലിൽ നഷ്ടപ്പെട്ടതാണ്. കൂടാതെ തന്നെ 21 അംഗ പട്ടികയിൽ, അതായത് വീടും സ്ഥലവും നഷ്ടപ്പെട്ട ആ പട്ടികയിൽ ഈ സോണി കൂടി ഉൾപ്പെട്ടിട്ടുണ്ട് എന്നതാണ് ഏറ്റവും വലിയൊരു കാര്യം. ആ സംഭവത്തിൽ ഇത്തരത്തിൽ ഈ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് പോലും അറിയാതെയാണ് പഞ്ചായത്ത് ഇത്തരത്തിലൊരു നോട്ടീസ് അയച്ചത് എന്ന് തന്നെയാണ് ഏറ്റവും വിചിത്രവാദമായി തോന്നുന്നത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് സോണി പഞ്ചായത്തിൽ ഉൾപ്പെടെ അന്വേഷിച്ചപ്പോൾ അറിയാൻ സാധിച്ചത് ഇത്തരത്തിൽ, അതായത് ഈ വീട് നഷ്ടപ്പെട്ടു എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അത്തരത്തിലൊരു അപേക്ഷ സോണി തന്നിട്ടുണ്ടോ എന്ന കാര്യത്തിൽ ചില സംശയം
സംശയങ്ങൾ ഉണ്ട് എന്നൊരു കാര്യം തന്നെയാണ് പഞ്ചായത്ത് അധികൃതർ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അതിനെ ന്യായീകരിക്കുന്നത്. ഈ സോണിക്ക് മാത്രമല്ല, വിലങ്ങാട് പ്രദേശത്തെ നിരവധി ആളുകൾക്ക് ഇത്തരത്തിൽ, അതായത് ഈ ദുരന്ത ബാധിതരായ ആളുകൾക്ക് ഇത്തരത്തിലുള്ള നോട്ടീസ് ലഭ്യമായിട്ടുണ്ട് എന്നൊരു പരാതി തന്നെയാണ് നാട്ടുകാരുടെ ഭാഗത്തു നിന്ന് ഉയർന്നു വരുന്നത്. നമുക്കറിയാൻ സാധിക്കുന്നത് ഒരു 10,000 രൂപ മാത്രമാണ് അവർക്ക് ഇതുവരെ ലഭ്യമായിട്ടുള്ളത്. അതായത് വാടക ഇനത്തിൽ 6,000 രൂപയും കൂടാതെ ഒരു സമാശ്വാസം എന്ന നിലയിൽ 4,000 രൂപയും മാത്രമാണ് സംസ്ഥാന സർക്കാർ ഇതുവരെ വിലങ്ങാട് നിവാസികൾക്ക് നൽകിയിട്ടുള്ളത്. മാത്രമല്ല, അവിടുത്തെ പാലം ഉൾപ്പെടെയുള്ള എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും നഷ്ടപ്പെട്ടിട്ടും അതിനൊന്നും തന്നെ യാതൊരു തരത്തിലുള്ള തുക വിലയിരുത്തുകയോ അതിനെ പുനരുജ്ജീവിപ്പിക്കാൻ ശ്രമിക്കാനോ സംസ്ഥാന സർക്കാർ തയ്യാറായിട്ടില്ല എന്നതാണ്. ആ സമയത്താണ് ഇത്തരത്തിൽ മുസ്ലിം ലീഗ് ഭരിക്കുന്ന പഞ്ചായത്തിന്റെ നോട്ടീസ് കൂടി ഈ ദുരന്ത ബാധിതരെ തേടിയെത്തുന്നത്. വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിട്ടുള്ളത്. ഈ വിലങ്ങാട് നിവാസികൾ നിരവധി തവണ തങ്ങൾക്ക് നീതി അല്ലെങ്കിൽ സാമ്പത്തിക സഹായം ലഭ്യമാകണമെന്ന് ആവശ്യപ്പെട്ട് നിരവധി തവണ പ്രത്യക്ഷ സമരത്തിലൊക്കെ കടന്നതും നമ്മൾ കണ്ടതാണ്. ഇന്നിപ്പോൾ സോണി കുറച്ച് സമയം കഴിഞ്ഞാൽ വാണിമൽ പഞ്ചായത്തിലേക്ക് പോവും. തുടർന്ന് അവരുമായി സംസാരിച്ച് കാര്യങ്ങൾ തീരുമാനിക്കും എന്നൊരു കാര്യം തന്നെയാണ് ഈ സോണിയുമായി ബന്ധപ്പെട്ടപ്പോൾ നമുക്ക് അറിയാൻ സാധിച്ചത്. സോണിയുമായി നമ്മൾ ഇന്നലെ പ്രതികരിച്ചിരുന്നു. അപ്പോൾ അദ്ദേഹം പറയുന്നത് ദുരന്ത ബാധിതനാണ്, സ്വന്തമായി വീടും സ്ഥലവും നഷ്ടപ്പെട്ടു, അവിടെ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് വാടക വീട്ടിലേക്ക് മാറേണ്ടി വന്നു, തിരിച്ച് താൻ താമസിച്ച ആ വീട്ടിലേക്ക് എത്തുമ്പോഴാണ് ഇത്തരത്തിലൊരു നോട്ടീസ് വന്നത്. അത് എന്തുകൊണ്ടെന്ന് തനിക്ക് അറിയണം എന്നൊരു കാര്യം തന്നെയാണ് ഈ പരാതിക്കാരനായ സോണിയും വ്യക്തമാക്കുന്നത്. സോണിക്ക് മാത്രമല്ല, വിലങ്ങാട് പ്രദേശത്തെ നിരവധി ആളുകൾക്ക് ഇത്തരത്തിലുള്ള നോട്ടീസ് ലഭ്യമായിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. വീണ. ഓക്കെ, ശരി ദിസ്ന. ഏതായാലും നിരവധി പേർക്ക് ഈ നോട്ടീസ് ലഭിച്ചു എന്ന് പറയുമ്പോൾ അത് കൃത്യമായി അവിടെ ഒരു കൃത്യവിലോപം നടന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രതിഷേധം ശക്തമാവുകയാണ്. സംസ്ഥാനത്ത് ആരോഗ്യ മേഖലയിൽ ആവർത്തിക്കപ്പെടുന്ന ചികിത്സാ പിഴവുകളിൽ നിസ്സംഗത തുടരുകയാണ് ആരോഗ്യവകുപ്പ്. ഒറ്റപ്പെട്ട സംഭവങ്ങൾ മാത്രമാണെന്നാണ് ആരോഗ്യമന്ത്രിയുടെ വിശദീകരണം. എണ്ണിയാൽ ഒടുങ്ങാത്ത പിഴവുകൾ ഉണ്ടായിട്ടും വീഴ്ചകളെ നിസ്സാരവൽക്കരിക്കുന്നതും കർശന നടപടികൾ സ്വീകരിക്കാത്തതുമാണ് ഇത്തരം പിഴവുകൾ ആവർത്തിക്കാൻ കാരണമെന്ന് ആക്ഷേപമുയരുകയാണ്. രശ്മി കാർത്തിക ചേരുന്നു വിവരങ്ങളുമായി. രശ്മി, ഈ ചികിത്സാ പിഴവുകൾ എന്ന് പറയുമ്പോൾ തന്നെ, അതായത് ചികിത്സയ്ക്കിടെ സംഭവിക്കുന്ന പിഴവുകൾ, അതുമൂലമുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ, ഇതൊക്കെ ഒരറ്റത്ത് ഉണ്ടാകുമ്പോൾ തന്നെ ഈ ആരോഗ്യ മേഖലയും, അതായത് ആശുപത്രികൾ കേന്ദ്രീകരിച്ച് നടക്കുന്ന മരുന്നുകളുടെ ക്ഷാമം, മറ്റടിസ്ഥാന സൗകര്യങ്ങളില്ലായ്മ, ഇത്തരം വിഷയങ്ങളുമൊക്കെയും ഉണ്ട്. ഇതെല്ലാം കണ്ടില്ലെന്ന് നടിക്കുകയും ഒറ്റപ്പെട്ട സംഭവങ്ങളാണെന്ന് പറയുകയും ചെയ്താൽ നാട്ടുകാർ അത് വിശ്വസിക്കും എന്ന സാഹചര്യത്തിലേക്ക് ആരോഗ്യമന്ത്രി എത്തിച്ചേർന്നിരിക്കുകയാണ്. വീണ, ഈ ആരോഗ്യ മേഖല മുൻപെങ്ങും കണ്ടിട്ടില്ലാത്ത വിധം അല്ലെങ്കിൽ നമുക്ക് പരിചിതമല്ലാത്ത വിധം അത്രമേൽ താളം തെറ്റിയൊരു സാഹചര്യമാണ് നിലവിലുള്ളത്. എല്ലാ പ്രശ്നങ്ങളും, അതായത് അടിസ്ഥാന സൗകര്യമില്ലായ്മയാണെങ്കിലും മരുന്നുക്ഷാമമാണെങ്കിലും ചികിത്സാ പിഴവുകളാണെങ്കിലും അത്തരത്തിൽ ഒട്ടനവധി പ്രശ്നങ്ങളാണ് ഈ ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട് നിലവിൽ നേരിടുന്നത്. ഈ പ്രശ്നങ്ങൾക്കൊന്നും തന്നെ യാതൊരു പരിഹാരവുമില്ല. പക്ഷേ മന്ത്രി ആരോഗ്യ മേഖലയിൽ കേരളം നമ്പർ 1 ആണ്, യാതൊരു പ്രശ്നങ്ങളും ഇല്ല എന്നുള്ളതാണ് മന്ത്രി പറയുന്നത്. ഇപ്പോൾ ഈ ചികിത്സാ പിഴവുമായി ബന്ധപ്പെട്ടുള്ള കാര്യമാണെങ്കിൽ തന്നെ നിരന്തരമായി ഇത്തരത്തിൽ ചികിത്സാ പിഴവുകൾ ഡോക്ടർമാരുടെയും ഒക്കെ ഭാഗത്ത് നിന്നും ആവർത്തിക്കുകയാണ്. അത് ഇടത് കണ്ണിന് പകരം വലത് കണ്ണ് ശസ്ത്രക്രിയ നടത്തുക, അതോടൊപ്പം തന്നെ ഈ ഗർഭാശയ മുഴ നീക്കം ചെയ്യുന്നതിനിടെ കുടലിന് മുറിവേറ്റ് സ്ത്രീ മരിക്കുക, ശസ്ത്രക്രിയയ്ക്ക് ശേഷം കത്രിക മറന്നുവെക്കുക, ഗുരുതര വൈകല്യങ്ങളോടുകൂടി കുഞ്ഞ് ജനിക്കുക, ഇത്തരത്തിൽ എല്ലാ ജില്ലകളിലും ചികിത്സാ പിഴവുകൾ വ്യാപകമായി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിയമസഭയിൽ ആരോഗ്യമന്ത്രി നൽകിയൊരു മറുപടി വളരെ ഒറ്റപ്പെട്ട സംഭവങ്ങൾ മാത്രമാണ് കേരളത്തിൽ ഉണ്ടാകുന്നത് എന്നുള്ളതാണ് ആരോഗ്യമന്ത്രി പറയുന്നത്. വളരെ നിസാരവൽക്കരിച്ചുകൊണ്ടാണ് പ്രതിപക്ഷത്തിന്റെ ചോദ്യത്തിന് മന്ത്രി നിയമസഭയിൽ മറുപടി നൽകിയിരിക്കുന്നത്. ഒരിക്കലും ഒറ്റപ്പെട്ട സംഭവങ്ങളല്ല, തുടർച്ചയായി ഇത്തരത്തിലുള്ള ചികിത്സാ പിഴവുകൾ റിപ്പോർട്ട് ചെയ്യുന്നു. മാത്രമല്ല ഇതിനെ മന്ത്രി നിസാരവൽക്കരിക്കുന്നതും അല്ലെങ്കിൽ ഒരു ഉന്നതതല അന്വേഷണമൊക്കെ നടത്തും, വിദഗ്ധ സമിതിയൊക്കെ രൂപീകരിച്ച് ഓരോ വീഴ്ചകളിലും അന്വേഷണം നടത്തും അല്ലെങ്കിൽ കൃത്യമായ നടപടി ഉണ്ടാകുമെന്നൊക്കെ ആദ്യം പറയും. ഇതുമായി ബന്ധപ്പെട്ട് സമിതിയെ രൂപീകരിക്കുകയും ചെയ്യും. പക്ഷേ സമിതിയെ രൂപീകരിക്കുന്നതല്ലാതെ ഇതുമായി ബന്ധപ്പെട്ടുള്ള തുടർ നടപടികളൊന്നും തന്നെ ഉണ്ടാകാറില്ല. എൻ്റെ അന്വേഷണം പൂർത്തിയായോ എന്ന് നമുക്കറിയാൻ കഴിയില്ല, അതിൻ്റെ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ടോ എന്നറിയില്ല, എന്ത് നടപടി സ്വീകരിച്ചു, ഇനി എന്തെങ്കിലും തരത്തിൽ വലിയ രീതിയിൽ പ്രതിഷേധങ്ങളെ തുടർന്ന് നടപടി ഉണ്ടായാൽ തന്നെ വളരെ കുറച്ചു സമയത്തിനുള്ളിൽ, കൂടിയാൽ 1-2 മാസത്തിനുള്ളിൽ തന്നെ ഈ നടപടി സ്വീകരിച്ച അല്ലെങ്കിൽ ഈ വീഴ്ച ആരുടെ ഭാഗത്തു നിന്നാണോ വീഴ്ച സംഭവിച്ചത് അവരെ തന്നെ ജോലിയിൽ തിരിച്ചെടുക്കുന്ന ഒരു രീതി, അതാണ് ഇപ്പോൾ സംസ്ഥാനത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൽ കർശനമായിട്ടുള്ള
നടപടികൾ ഈ വീഴ്ചയുമായി ബന്ധപ്പെട്ട് ചികിത്സാ പിഴവുകളുമായി ബന്ധപ്പെട്ട് സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ ഇത് ഒരു തുടർക്കഥയാകാത്ത ഒരു സാഹചര്യം ഉണ്ടാകുമായിരുന്നു. ഏതായാലും ഇത് വളരെ ഗൗരവത്തോടു കൂടി കാണേണ്ട വിഷയമാണ്. കോഴിക്കോടാണെങ്കിലും തിരുവനന്തപുരത്താണെങ്കിലും ഈ ചികിത്സാ പിഴവുകൾ, ചെറിയ കുഞ്ഞുങ്ങളെ ചികിത്സിക്കുന്ന കാര്യത്തിലാണെങ്കിലും സ്ത്രീകളുടെ ഗർഭാശയ ശസ്ത്രക്രിയകളുമായി ബന്ധപ്പെട്ടുള്ള കാര്യത്തിലൊക്കെ തന്നെ ഈ പിഴവുകൾ തുടർച്ചയായി സംസ്ഥാനത്ത് സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇതിൽ കൃത്യമായൊരു അന്വേഷണവും നടപടിയും ഒന്നും ഉണ്ടാകുന്നില്ല. അതോടൊപ്പം തന്നെയാണ് ഇപ്പോൾ നിയമസഭയിൽ ആരോഗ്യമന്ത്രി ഈ മറുപടി നൽകിയിരിക്കുന്നത്. ഇത് ഒറ്റപ്പെട്ട സംഭവങ്ങളാണ്, ആ ഒറ്റപ്പെട്ട സംഭവങ്ങളിൽ നടപടികളൊക്കെ കൈക്കൊണ്ടിട്ടുണ്ട് എന്നുള്ള വളരെ നിസാരവൽക്കരിച്ചുകൊണ്ടുള്ള മറുപടി ആരോഗ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. ഏതായാലും സംസ്ഥാനത്തെ ആരോഗ്യമേഖല പൂർണ്ണമായും ആരോഗ്യമേഖലയുടെ പ്രവർത്തനങ്ങൾ താളം തെറ്റുകയാണ്. മുൻപെങ്ങുമില്ലാത്ത തരത്തിലുള്ള പ്രതിസന്ധിയാണ് ആരോഗ്യമേഖല നിലവിൽ നേരിടുന്നത്. മരുന്നുക്ഷാമം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ സംസ്ഥാനത്ത് അതിരൂക്ഷമാകാൻ പോവുകയാണ്. ഇതൊക്കെ തന്നെ ഈ സംസ്ഥാന സർക്കാരിന്റെ പിടിപ്പുകേടാണ്. ഈ വലിയ രീതിയിലുള്ളൊരു സാമ്പത്തിക പ്രതിസന്ധി അത് ആരോഗ്യമേഖലയെ ബാധിക്കുന്നു. അതോടൊപ്പം തന്നെയാണ് ഈ ചികിത്സാ പിഴവുകളിലും അതിൽ ഓരോ വീഴ്ചകളിലും കൃത്യമായി നടപടിയെടുക്കേണ്ട സർക്കാരും ആരോഗ്യവകുപ്പും ആ പ്രശ്നങ്ങളെ ഡോക്ടർമാരെയൊക്കെ തന്നെ സംരക്ഷിച്ചു നിർത്തുന്നു. ഡോക്ടർമാരെ കുറ്റം പറയുന്നതല്ല, ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ചകൾ ഉണ്ടാവുകയാണെങ്കിൽ അതിൽ കർശനമായി നടപടി സ്വീകരിക്കേണ്ടതാണ്. പക്ഷെ അവിടെയാണ് ഇത്തരത്തിലുള്ള ഉദാസീനമായ മനോഭാവം ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നത്. വീണ. ഓക്കെ, ശരി രശ്മി. വീടുകളിൽ പ്രസവിച്ചവരുടെ കൂട്ടായ്മ നടത്തുകയും അവാർഡ് നൽകി ആദരിക്കുകയും ചെയ്ത സംഭവത്തിൽ വിമർശനവും പ്രതിഷേധവും ശക്തമാകുന്നു. ആരോഗ്യവകുപ്പ് ഇതിനെതിരെ കണ്ണടയ്ക്കുകയാണെന്നാണ് വിമർശനം. വീടുകളിൽ നടന്ന പ്രസവത്തിനിടെ സംസ്ഥാനത്ത് 9 മാസത്തിനിടെ സംഭവിച്ചത് 9 ശിശുമരണങ്ങളാണ്. കോഴിക്കോട് നിന്ന് ദിസ്ന സുരേഷ് വിവരങ്ങളുമായി തുടരുന്നുണ്ട്. ദിസ്ന, ഈ ആരോഗ്യവകുപ്പ് ഇതൊന്നും കണ്ടില്ലെന്ന് നടിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. വിവരങ്ങൾ എന്താണ്? തീർച്ചയായും വീണ സൂചിപ്പിച്ചതുപോലെ തന്നെ ആരോഗ്യവകുപ്പ് ഇത്തരം സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് യാതൊരു പ്രതികരണത്തിലേക്കും കടക്കുന്നില്ല എന്ന് തന്നെയാണ് പറയാനുള്ളത്. ആരോഗ്യ കേരളം, നമ്പർ 1 കേരളം എന്ന് പറയുന്ന നമ്മുടെ സംസ്ഥാനത്ത് തന്നെയാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നടക്കുന്നത് എന്ന് തന്നെയാണ് ഏറെ ഞെട്ടിക്കുന്നത്. നമുക്കറിയാം, ആധുനിക ലോകം ഇത്രയേറെ പുരോഗമിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇത്തരത്തിൽ വീടുകളിൽ പ്രസവിക്കുന്നവരെ വലിയ രീതിയിൽ ആദരിക്കുന്ന ഒരു ചടങ്ങിലേക്ക് എത്തുന്നത്. കൂടാതെ തന്നെ അവരെയൊക്കെ തന്നെയും ധീരവനിതകൾ എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് തന്നെയാണ് ആ ചടങ്ങ് മുന്നോട്ട് പോകുന്നത് എന്ന് തന്നെയാണ് ഏറെ സവിശേഷതയോടെ എടുത്തു പറയുന്നത്. നമുക്കറിയാം, നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വീടുകളിൽ പ്രസവിക്കുമ്പോൾ മരണനിരക്ക് വലിയ രീതിയിൽ ഉയരുന്നൊരു സാഹചര്യമുണ്ട്. അതോടൊപ്പം തന്നെ ഈ ആധുനിക ലോകത്താണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നടക്കുന്നത്. പുരോഗമനപരമായ കാര്യങ്ങൾക്ക് പിന്തുണ നൽകുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് വലിയ രീതിയിലുള്ള പുരോഗമനം ഉണ്ടാവുന്നു എന്ന് തന്നെയാണ് ഈ അക്യുഷ സംഘടന നടത്തിയ ഈ ആദരവിൽ നിന്ന് നമുക്ക് വളരെ വ്യക്തമാകുന്നത്. ആ വേദിയിലെത്തിയ വനിതകളൊക്കെ തന്നെയും മുഖം മറച്ച് അവരുടെ കുട്ടികളെ കൊണ്ടാണ് ആ വേദിയിലേക്ക് വന്നത്. അത്തരത്തിൽ സ്വന്തം ഐഡന്റിറ്റി അല്ലെങ്കിൽ സ്വന്തം വ്യക്തിത്വം പോലും പൊതുസമൂഹത്തിന് മുന്നിൽ പങ്കുവയ്ക്കാൻ കഴിയാത്ത ഒരു വിഭാഗം ആളുകളായി അവർ ചുരുങ്ങുന്നു എന്ന് തന്നെയാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. വലിയ രീതിയിലുള്ള പ്രതികരണം തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട സാമൂഹിക മാധ്യമങ്ങളിലൊക്കെ തന്നെയും ഉയർന്നു വരുന്നത്. നമുക്കറിയാം, ഇത്തരത്തിൽ ഈ ശിശുമരണ നിരക്ക് കൂടുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നു. ഈ ആധുനിക ലോകത്ത് ഇത്തരത്തിൽ മെഡിക്കൽ രംഗത്ത് വലിയ രീതിയിലുള്ള പുരോഗമനമൊക്കെ ഉണ്ടാവുമ്പോഴാണ് ഇത്തരത്തിലുള്ള വീടുകളിൽ പ്രസവിക്കുന്ന ഒരു രീതിയെ വലിയ രീതിയിൽ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു വിഭാഗം ആളുകൾ സമൂഹത്തിൽ ഉണ്ടാവുന്നത് എന്നത് ഇതിനെതിരെ വലിയ വിമർശനം തന്നെയാണ് ശക്തമായി സാമൂഹിക മാധ്യമങ്ങളിൽ ഉയർന്നു വരുന്നത്. വീണ. ഓക്കെ, ശരി ദിസ്. വീടുകളിൽ പ്രസവിച്ചവരുടെ കൂട്ടായ്മ നടത്തുകയും അവാർഡ് നൽകി ആദരിക്കുകയും ചെയ്ത സംഭവത്തിലാണ് വലിയ തോതിലുള്ള വിമർശനം ഇപ്പോൾ ഉയരുന്നത്. മറ്റൊരു കാര്യം കൂടി ദിസ്നയോട് ചോദിക്കാനുള്ളത്, കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ 3 മാസമായി തുടരുന്ന മരുന്ന് വിതരണ സമരം ഒത്തുതീർപ്പാക്കിയെന്ന വാർത്തയാണ്. 9 മാസത്തെ കുടിശ്ശികയിൽ 2 മാസത്തെ തുക കൂടി ലഭിച്ചതോടെയാണ് കമ്പനികൾ വിതരണത്തിന് തയ്യാറായത്. മരുന്ന് വിതരണം പുനരാരംഭിച്ചിട്ടുണ്ട്. ദിസ്ന, വിവരങ്ങൾ എന്താണ്? തീർച്ചയായും വീണ, നമുക്കറിയാം, കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഏറ്റവും വലിയ പ്രതിസന്ധി തന്നെയായിരുന്നു ഈ മരുന്ന് വിതരണ കമ്പനിക്കാരുടെ സമരം എന്ന് പറയുന്നത്. നിരവധി തവണ ഇത്തരത്തിലുള്ള സമരം ഇവർ നടത്തുമ്പോഴും ചർച്ചയ്ക്ക് വിളിക്കുന്നു, ചർച്ചകൾ പിരിഞ്ഞു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. മാത്രമല്ല, ഈ സമരത്തെ ഒന്ന് തണുപ്പിക്കാൻ, അതായത് ശക്തമായ രീതിയിൽ രോഗികളൊക്കെ തന്നെയും വലിയ രീതിയിൽ പ്രതിഷേധമായി വരുന്ന ഒരു സാഹചര്യമുണ്ട്. പ്രത്യേകിച്ച് ഈ കോഴിക്കോട് മെഡിക്കൽ കോളേജ് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ആളുകൾ, സാധാരണക്കാരായ രോഗികൾ ആശ്രയിക്കുന്ന ഒരു മെഡിക്കൽ കോളേജാണ്. ആ മെഡിക്കൽ കോളേജിൽ ഇത്തരത്തിൽ മരുന്നുകൾ ലഭ്യമാവാത്ത ഒരു സാഹചര്യം
സാഹചര്യത്തിൽ ജനങ്ങൾ തന്നെ പ്രതിഷേധിക്കുന്നു, അല്ലെങ്കിൽ ആരോഗ്യ വകുപ്പിനെതിരെ വലിയ രീതിയിലുള്ള വിമർശനം ഉന്നയിക്കുന്ന ഒരു സാഹചര്യത്തിൽ ആ വിമർശനത്തെ ഒന്ന് തണുപ്പിക്കുവാനാണ് ഈ 2 മാസത്തെ കുടിശ്ശിക ഈ വിതരണക്കാർക്ക് നൽകി ഈ സമരത്തിന് ഒത്തുതീർപ്പാക്കിയിരിക്കുന്നത് എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഈ വിതരണക്കാർ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് 2 മാസത്തെ കുടിശ്ശികയാണ് അവർക്ക് നിലവിൽ ലഭ്യമായിട്ടുള്ളത്. മാത്രമല്ല ഈ ജനങ്ങൾ വലിയ രീതിയിൽ, രോഗികളൊക്കെ തന്നെയും വലിയ രീതിയിൽ വലയുന്ന ഒരു സാഹചര്യമുണ്ട്. മാത്രമല്ല ഈ ഡയാലിസിസിന് എത്തുന്നൊക്കെ രോഗികളുടെ ഒരു സാഹചര്യം നമ്മൾ നിരവധി തവണ വാർത്തയാക്കിയതാണ്. കാരണം അവർക്ക് മരുന്ന് ലഭ്യമാവാത്ത ഒരു സാഹചര്യം, വലിയ വില കൊടുത്ത് ഈ മരുന്നുകളൊക്കെ തന്നെയും പുറമെ നിന്ന് വാങ്ങിക്കേണ്ട ഒരു അവസ്ഥ, ഇതൊക്കെ തന്നെയും സാധാരണക്കാരായ ജനങ്ങളെ വലിയ രീതിയിൽ ദുരിതത്തിൽ ആഴ്ത്തിവിടുന്ന ഒരു സംഭവം തന്നെയാണ്. അതുകൊണ്ട് ഈ സാധാരണക്കാരുടെ ദുരിതം വലിയ രീതിയിൽ കണ്ടറിഞ്ഞുകൊണ്ടാണ് തങ്ങൾ ഈ സമരത്തിൽ നിന്നും പിന്മാറുന്നത് എന്ന് തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട അധികാരികൾ നമ്മെ അറിയിച്ചിട്ടുള്ളത്. നിലവിൽ 2 മാസത്തെ കുടിശ്ശികയാണ് ഇപ്പോൾ അവർക്ക് നൽകിയിട്ടുള്ളത്. ബാക്കി കുടിശ്ശിക പിന്നീട് നൽകാമെന്ന് അറിയിച്ചു എന്നതാണ് ഇന്നലെ പ്രിൻസിപ്പാളുമായി നടത്തിയ ചർച്ചയിൽ തീരുമാനമായിട്ടുള്ളത് എന്നൊരു വിവരം തന്നെയാണ് ഇവർ പങ്കുവച്ചിട്ടുള്ളത്. നമുക്കറിയാം വീണ, നിരവധി തവണ ഇതുമായി ബന്ധപ്പെട്ട വാർത്തകൾ നമ്മൾ നൽകിയതാണ്. നിരവധി തവണ ഇത്തരത്തിൽ സമരവുമായി ഇവർ രംഗത്ത് വന്നതാണ്. നിരവധി തവണ ചർച്ചകൾ നടന്നത്. പക്ഷെ കൃത്യമായി അവരുടെ കുടിശ്ശിക വിതരണം ചെയ്യുവാൻ ഒരിക്കലും സാധിച്ചിട്ടില്ല എന്നത് തന്നെയാണ് വസ്തുത. എന്തായാലും ആ സമരത്തെ ഒന്ന് തണുപ്പിക്കുവാൻ വേണ്ടി ഇപ്പോൾ 2 മാസത്തെ കുടിശ്ശിക അവർക്ക് നൽകിയിട്ടുണ്ട്. സാധാരണക്കാരായ രോഗികളുടെ പ്രയാസം കണക്കിലെടുത്താണ് ഇപ്പോൾ വിതരണം പുനരാരംഭിച്ചിരിക്കുന്നത് എന്നൊരു കാര്യം തന്നെയാണ് ഭാരവാഹികൾ അറിയിച്ചിട്ടുള്ളത്. വീണ. ഓക്കെ, ശരി ദർശന. കരുവന്നൂർ കള്ളപ്പണക്കേസിൽ ഹാജരാകാൻ കെ രാധാകൃഷ്ണൻ എംപിക്ക് കൂടുതൽ സമയം അനുവദിച്ച് ഇ ഡി. ഏപ്രിൽ 7-ന് ശേഷം ഹാജരായാൽ മതി. ഏപ്രിൽ ആദ്യവാരം വീണ്ടും സമൻസ് നൽകും. കെ രാധാകൃഷ്ണന്റെ ചോദ്യം ചെയ്യൽ പൂർത്തിയായ ശേഷം കുറ്റപത്രം സമർപ്പിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. സുധീഷ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. സുധീഷ്, എന്താണ് വിവരങ്ങൾ? വീണ, കരുവന്നൂർ കള്ളപ്പണ കേസുമായി ബന്ധപ്പെട്ട് നേരത്തെ 2 തവണ കെ രാധാകൃഷ്ണനെ ഇ ഡി സമൻസ് അയച്ചിരുന്നു. അന്ന് 2 പ്രാവശ്യവും മറ്റ് ചില അസൗകര്യങ്ങൾ പറഞ്ഞു. ഒന്ന്, പാർട്ടി സമ്മേളനവുമായി ബന്ധപ്പെട്ടും പാർലമെന്റ് സമ്മേളനം നടക്കുന്നതുമായി ബന്ധപ്പെട്ടുമാണ് ഒഴികഴിവുകൾ പറഞ്ഞിരുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഏപ്രിൽ 7-ന് ശേഷമേ ഹാജരാകാൻ സാധിക്കൂ എന്നതാണ് അറിയിച്ചിരുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇ ഡി ഉന്നത ഉദ്യോഗസ്ഥരുമായി കൂടിയാലോചിച്ച ശേഷം അതിനുശേഷം കുറ്റപത്രം 2ാം ഘട്ട കുറ്റപത്രം സമർപ്പിച്ചാൽ മതി എന്ന ഒരു നിഗമനത്തിലേക്ക് എത്തിയത്. ഇതിലെ ഏറ്റവും പ്രധാനമായിട്ടും CPM-ന്റെ 70 രൂപയുടെ സ്വത്തുവകകൾ കണ്ടുകെട്ടിയിരുന്നു. ഇത് കള്ളപ്പണത്തിൻ്റെ പങ്കു പറ്റിക്കൊണ്ടാണ് ഇത്തരത്തിൽ സ്വത്ത് സമ്പാദിച്ചതെന്ന് കണ്ടെത്തിയതിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു ഇത്തരത്തിൽ സ്വത്ത് കണ്ടുകെട്ടിയത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ കാലയളവിൽ ഇത്തരം കള്ളപ്പണം ഉപയോഗിച്ച് അതിൽ നിന്നും പങ്കുപറ്റിയ ആ ഒരു കാലയളവിലെ ജില്ലാ സെക്രട്ടറിമാരെ ചോദ്യം ചെയ്യണമെന്നതായിരുന്നു ഇ ഡിയുടെ ഒരു തീരുമാനം. അതിൻ്റെ അടിസ്ഥാനത്തിൽ AC മൊയ്തീനെയും അതോടൊപ്പം തന്നെ MM വർഗീസിനെയും നേരത്തെ ചോദ്യം ചെയ്തിരുന്നു. എന്നാൽ 2016-17 സമയത്ത് ജില്ലാ സെക്രട്ടറി ആയിരുന്ന കെ രാധാകൃഷ്ണനെ ചോദ്യം ചെയ്തിരുന്നില്ല. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് സമൻസ്. ഇപ്പോൾ ഇ ഡി ഉദ്യോഗസ്ഥർക്ക് ഉന്നത ഉദ്യോഗസ്ഥരിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന നിർദ്ദേശവും ഈ രാധാകൃഷ്ണനെ കൂടി ചോദ്യം ചെയ്തതിന് ശേഷം അന്തിമ കുറ്റപത്രം സമർപ്പിച്ചാൽ മതി എന്നുള്ളതാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഏപ്രിൽ 7-ന് ശേഷം ചോദ്യം ചെയ്യാനാണ് ഇപ്പോൾ ഇ ഡി തീരുമാനിച്ചിട്ടുള്ളത്. വീണ. ഓക്കെ, ശരി സുധീഷ്. മറ്റൊരു കാര്യം, ഈ കളമശ്ശേരി പോളിടെക്നിക്കിൽ നിന്ന് കഞ്ചാവ് പിടികൂടിയ സംഭവത്തിൽ കോളേജിൻ്റെ അന്വേഷണം പൂർത്തിയായി എന്ന വിവരമാണ്. അതേസമയം വിദ്യാർത്ഥികളെല്ലാം അവസാന വർഷ വിദ്യാർത്ഥികളായതിനാൽ ഇവർക്കെതിരെ അച്ചടക്ക നടപടിയെടുക്കാൻ കഴിയില്ല എന്നാണ് കോളേജിൻ്റെ നിലപാട്. അറസ്റ്റിലായ വിദ്യാർത്ഥികളിൽ നിന്ന് അധ്യാപക സമിതി മൊഴിയെടുത്തിരുന്നു എന്നും അറിയുന്നു. സുധീഷ്, എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇവർക്കെതിരെ അച്ചടക്ക നടപടി എടുക്കാൻ കഴിയില്ല എന്നൊരു സാഹചര്യം കോളേജ് ചൂണ്ടിക്കാണിക്കുന്നത്? വീണ, ഇനി പരീക്ഷ മാത്രമാണ് ഇവർക്ക് മുന്നിലുള്ളത്. ആ പരീക്ഷ എഴുതുന്നതിന് തടസ്സമില്ല എന്നതാണ് ഇവർ എടുത്തിരിക്കുന്ന ഒരു തീരുമാനം. ഇപ്പോൾ ഇതിൻ്റെ അന്വേഷണം ആഭ്യന്തരമായി കോളേജ് അധികൃതർ തന്നെ നടത്തിയ അന്വേഷണം പൂർത്തിയായി എന്ന് പറയുമ്പോഴും ഇതിലെ പ്രധാന പ്രതികളായ അനുരാജിൻ്റെയും ആകാശിൻ്റെയും ഒന്നും മൊഴി ഈ കോളേജ് അധികൃതർക്ക് സ്വീകരിക്കാൻ സാധിച്ചിട്ടില്ല. കാരണം അവർ റിമാൻഡിലാണ്. മറ്റ് അഭിരാജിൻ്റെയും മറ്റും മൊഴികളാണ് സ്വീകരിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ മറ്റ് വിദ്യാർത്ഥികളുടെയും സംഘടനാ പ്രതിനിധികളുടെയും എല്ലാം മൊഴി ശേഖരിച്ചിട്ടുണ്ട്. ഇതിൽ അഭിരാജ് പറഞ്ഞിരുന്നത് തനിക്ക് ഇത്തരം കഞ്ചാവ് വിൽപ്പനയുമായി ഒരു ബന്ധവുമില്ല, ഇത്തരത്തിൽ കഞ്ചാവ് വിൽപ്പന നടത്തിയവരാണ് രാജും ആകാശുമെന്നൊന്നും മറ്റും അറിയില്ലായിരുന്നു. അതോടൊപ്പം തന്നെ പൂർവ്വ വിദ്യാർത്ഥികളായ
ഷിക്ക് അതോടൊപ്പം ഉള്ള വിദ്യാർത്ഥി അവരുടെയും ഈ കഞ്ചാവ് ഇടപാടുകളിനെ കുറിച്ച് അറിയില്ല എന്നതാണ് പറഞ്ഞിരുന്നത്. എന്നാൽ അതിനെ പൂർണ്ണമായും മുഖവിലയ്ക്ക് അടിക്കാൻ പോലീസിന് പോലും സാധിച്ചിട്ടില്ലാത്ത ഒരു സാഹചര്യത്തിലും കോളേജ് അധികൃതർ ഏത് നിഗമനത്തിലാണ് എത്തിയതെന്നോ ഇതിൻ്റെ റിപ്പോർട്ടോ ഇതുവരെ പുറത്തു വന്നിട്ടില്ല. എന്ത് തന്നെയായാലും ഇപ്പോൾ അവരുടെ അന്വേഷണം പൂർത്തിയായി എന്നതാണ് പറയുന്നത്. ആ ഒരു ഘട്ടത്തിൽ തന്നെയാണ് 3-ാം വർഷ വിദ്യാർത്ഥികളായതുകൊണ്ട് അവർക്ക് പരീക്ഷ എഴുതുന്നതിന് തടസ്സമില്ല എന്ന ഒരു തീരുമാനത്തിലേക്ക് കോളേജ് അധികൃതർ എത്തിയിരിക്കുന്നതും. വീണ. ഓക്കെ, ശരി സുധീഷ്. US വോട്ട് ചെയ്യാൻ പൗരത്വം തെളിയിക്കുന്ന രേഖകൾ നിർബന്ധമായി ഹാജരാക്കണമെന്ന എക്സിക്യൂട്ടീവ് ഉത്തരവിൽ ഒപ്പുവെച്ച് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. തെരഞ്ഞെടുപ്പ് ക്രമക്കേടുകൾ തടയാൻ ലക്ഷ്യമിട്ടാണ് നടപടി. ബാലറ്റുകൾ സ്വീകരിക്കുന്നതിന് മുൻപ് രേഖകൾ ഹാജരാക്കണമെന്ന് ഉത്തരവിൽ പറയുന്നു. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങൾ തടയുന്നതിനായി സംസ്ഥാനങ്ങൾ ഫെഡറൽ ഏജൻസികളുമായി വോട്ടർ പട്ടിക പങ്കുവയ്ക്കണമെന്നും ഉത്തരവിൽ വ്യക്തമാക്കുന്നു. ഐസൺ ജോസ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ഐസൺ, സമൂലമായ മാറ്റങ്ങളുണ്ട് ഈ ഒരു തിരഞ്ഞെടുപ്പ് പ്രക്രിയയിലേക്ക് ഇനിയിപ്പോൾ അമേരിക്ക കടക്കുമ്പോഴെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തൊക്കെ മാറ്റങ്ങൾ? ഒരു സമൂല മാറ്റം തന്നെയാണ് ഉദ്ദേശിക്കുന്നത് എങ്കിൽ കൂടി അത് നേരത്തെ തന്നെ പല തവണ അമേരിക്കയിൽ പാസാക്കിയ നിയമങ്ങൾ നടപ്പാക്കുക കൂടിയാണ് ട്രംപ് ചെയ്യുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. നമുക്കറിയാവുന്നതാണ് 1996 തെരഞ്ഞെടുപ്പ് നിയമപ്രകാരം പൗരന്മാരല്ലാത്തവർക്ക് വോട്ട് ചെയ്യാനുള്ള അവകാശം നിഷേധിച്ചുകൊണ്ട്, പൗരത്വ രേഖ കൃത്യമായി ഹാജരാക്കാൻ സാധിക്കാത്തവർക്ക് വോട്ട് ചെയ്യാനുള്ള അനുവാദം നിഷേധിച്ചുകൊണ്ടുള്ള നിയമനിർമ്മാണം നടന്നിരുന്നു. അത്തരത്തിലുള്ള നിയമനിർമ്മാണങ്ങളൊന്നും തന്നെ പ്രായോഗികമായി നടപ്പാക്കാത്തൊരു സാഹചര്യം വന്നതിന്റെ പശ്ചാത്തലത്തിലാണ് കടുത്ത നിലപാടുകളുമായി ഇപ്പോൾ ട്രംപ് രംഗത്തെത്തിയിരിക്കുന്നത്. അദ്ദേഹം തന്നെ നമുക്കറിയാവുന്നതാണ്, നിരവധി എക്സിക്യൂട്ടീവ് ഓർഡറുകളാണ് അദ്ദേഹം പുറപ്പെടുവിച്ചത് അധികാരത്തിലെത്തിയതിന് തൊട്ടു പിന്നാലെ. ഇപ്പോൾ ഈ ഇത്തരത്തിൽ, അതായത് തെരഞ്ഞെടുപ്പിന്റെ ബാലറ്റ് പേപ്പർ സമർപ്പിക്കുന്നതിന് തൊട്ടു മുമ്പ് അതോടൊപ്പം തന്നെ തെരഞ്ഞെടുപ്പ് അവരുടെ പൗരത്വം തെളിയിക്കുന്ന രേഖകളും കാണിക്കണം എന്നൊരു നിർദ്ദേശമാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. നമുക്കറിയാവുന്നതാണ്, അമേരിക്കയിൽ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച് പല ആക്ഷേപങ്ങളും ഉയരുന്നുണ്ട്. വിവിധങ്ങളായ ഒരു കേന്ദ്രീകൃത സംവിധാനമില്ല എന്ന രീതിയിലുള്ള പ്രശ്നങ്ങളെല്ലാം തന്നെ ഉയരുന്ന ഒരു പശ്ചാത്തലം കൂടി നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് കടുത്ത നടപടിയിലേക്ക് ട്രംപ് നീങ്ങുകയും ചെയ്യുന്നത്. നേരത്തെ നമുക്കറിയാവുന്നതാണ്, അനധികൃത കുടിയേറ്റക്കാർ നിരവധിയായി വോട്ട് ചെയ്ത് തനിക്ക് തന്റെ വിജയം നഷ്ടപ്പെട്ടു എന്ന് പോലും 2020 തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ചില ആക്ഷേപങ്ങളെല്ലാം നിലനിന്ന ഒരു സാഹചര്യം ട്രംപിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഒരു പശ്ചാത്തലം കൂടി പരിശോധിക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള നീക്കങ്ങളുടെ കാര്യപ്രസക്തി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തീർച്ചയായും കടുത്ത നടപടികൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് ട്രംപ് അറിയിക്കുന്നത്. മാത്രമല്ല, സ്റ്റേറ്റുകൾ ഇക്കാര്യത്തോട് സഹകരിച്ചില്ലെങ്കിൽ സ്റ്റേറ്റിനെ ഫെഡറൽ ഫണ്ട് തടഞ്ഞു വെക്കുന്നത് ഉൾപ്പെടെയുള്ള കടുത്ത നടപടി ഉണ്ടാകും എന്നും വളരെ കൃത്യമായി പറയുന്നുണ്ട്. മറ്റൊരു സുപ്രധാനമായ ഘടകം എടുത്തു പറയുന്നത്, ഈ തെരഞ്ഞെടുപ്പിന് ശേഷം പോസ്റ്റൽ ബാലറ്റുകൾ സ്വീകരിക്കുന്ന രീതി അംഗീകരിക്കാനാവില്ല എന്നാണ്. നമുക്കറിയാവുന്നതാണ്, തെരഞ്ഞെടുപ്പ് തീയതിക്ക് ശേഷം, തെരഞ്ഞെടുപ്പ് തീയതിക്കോ അതിന് മുമ്പോ ചെയ്ത പോസ്റ്റൽ ബാലറ്റുകൾ കൃത്യമായി സ്വീകരിക്കുന്ന ഒരു രീതിയുണ്ട്. അതാണ് തെരഞ്ഞെടുപ്പിൽ, അമേരിക്കൻ തെരഞ്ഞെടുപ്പിന് ശേഷവും വീണ്ടും റിസൾട്ടുകൾ മാറുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. അതായത് തെരഞ്ഞെടുപ്പ് തീയതിക്ക് ശേഷം പോസ്റ്റൽ ബാലറ്റുകൾ സ്വീകരിക്കേണ്ടതില്ല എന്ന നിലപാട് വളരെ കൃത്യമായി അറിയിക്കുകയാണ് ട്രംപ് ഈ ഓർഡറിലൂടെ തന്നെ. നമുക്കറിയാവുന്നതാണ്, 18ഓളം സ്റ്റേറ്റുകൾ ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പിന് ശേഷവും ഇത്തരത്തിൽ ഈ പോസ്റ്റൽ ബാലറ്റുകൾ സ്വീകരിക്കുന്ന ഒരു രീതിയുണ്ട്. അത് വേണ്ട, ഇനി അത് ആവശ്യമില്ല, ലോകത്തൊരു വ്യവസ്ഥാപിത തെരഞ്ഞെടുപ്പിലും അത്തരത്തിലുള്ള കാര്യങ്ങളില്ല എന്ന് തന്നെയാണ് ട്രംപ് വ്യക്തമാക്കിയിരിക്കുന്നത്. സ്വാഭാവികമായും പൗരന്മാർക്ക് മാത്രം വോട്ട് ചെയ്യാനുള്ള അവസരം ഉറപ്പാക്കുകയും അതുപോലെ തന്നെ തെറ്റായി വോട്ട് ചെയ്യുന്ന കീഴ്വഴക്കങ്ങളെ പൂർണ്ണമായും തടയുകയും ചെയ്യുക എന്ന കൃത്യമായ ലക്ഷ്യത്തോടെ തന്നെയാണ് ട്രംപിന്റെ നീക്കങ്ങൾ എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വീണ. ഓക്കെ, ശരിയായി സർ. സംസ്ഥാനത്ത് റാഗിംഗ് തടയാൻ സർക്കാർ കർശന നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടുള്ള പൊതുതാൽപര്യ ഹർജി ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. റാഗിംഗ് ചട്ടപരിഷ്കരണത്തിനായി കർമ്മസമിതി രൂപീകരണത്തിന്റെ കരട് സർക്കാർ ഇന്ന് കോടതിയിൽ സമർപ്പിച്ചേക്കും. കർമ്മസമിതി രൂപീകരണം ഉടൻ നടപ്പാക്കണമെന്ന് കഴിഞ്ഞയാഴ്ച ഹൈക്കോടതി സർക്കാരിനോട് നിർദ്ദേശിച്ചിരുന്നു. കേരള ലീഗൽ സർവീസസ് അതോറിറ്റിയാണ് ഹർജി നൽകിയിട്ടുള്ളത്. സുധീഷ് ഗോപാലാണ് വിവരങ്ങളുമായി ചേരുന്നത്. സുധീഷ്, എന്തൊക്കെയാണ് നടപടികൾ? അത് പരിഷ്കരിക്കണമെന്ന ആവശ്യമാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനമായി ഉയരുന്നത്. ഇത് റാഗിങ്ങിനെ തടയാനുള്ള നിയമപരിഷ്കരണം, അതിനുവേണ്ടി 1998 റാഗിംഗ് വിരുദ്ധ നിയമത്തിൻ്റെയും അതോടൊപ്പം തന്നെ 2009 UGCയുടെ മാർഗനിർദ്ദേശങ്ങളുടെയുമെല്ലാം അടിസ്ഥാനത്തിൽ അതിലെ നിർദ്ദേശങ്ങൾ കൂടി പാലിച്ചുകൊണ്ടുള്ള ഒരു പുതിയ പരിഷ്കാരമാണ് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്. ഇതിനു വേണ്ട ഒരു കർമ്മസമിതിയെ, അത് അടിയന്തരമായി തന്നെ ആ കർമ്മസമിതിയെ തിരഞ്ഞെടുക്കണമെന്ന് സർക്കാരിനോട് കഴിഞ്ഞ ദിവസം ഹൈക്കോടതി ആവശ്യപ്പെട്ടിരുന്നു. അതിൻ്റെ
അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ കർമ്മസമിതിയുടെ കരട് രൂപം ഇന്ന് ഹൈക്കോടതിയിൽ സമർപ്പിക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനമായും അടുത്തിടെ ഉണ്ടായിട്ടുള്ള നിരന്തരമായ റായിങ്, അതിൽ സിദ്ധാർത്ഥ എന്നൊരു വിദ്യാർത്ഥി മരിക്കുന്ന കൂടി ഒരു പശ്ചാത്തലത്തിലാണ് ഇത്തരമൊരു അടിയന്തര നടപടിയിലേക്ക് കടക്കാൻ ഹൈക്കോടതിയും നിർദ്ദേശിക്കുന്നത്. ഈ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള കാര്യങ്ങൾ അതിലേക്ക് മുന്നോട്ട് പോകാനാണ്. ഇതിൽ കോളേജിൻ്റെ സമിതികൾ വേണം, അത്തരത്തിൽ ആരെയൊക്കെ ഉൾപ്പെടുത്തും എന്നത് അടക്കമുള്ള കാര്യങ്ങൾ ഈ കരട് രേഖയിൽ ഉണ്ടാകും എന്നതാണ് പ്രതീക്ഷിക്കുന്നത്. ഇത്തരം ഒരു ആവശ്യം ഉന്നയിച്ചപ്പോൾ അതിൽ രമേശ് ചെന്നിത്തലയും അതോടൊപ്പം തന്നെ സിദ്ധാർത്ഥിൻ്റെ അമ്മയും കക്ഷി ചേരാൻ തീരുമാനിച്ചിരുന്നെങ്കിൽ പോലും ഇത്തരം ഇതിൽ കക്ഷി ചേരേണ്ട, മറിച്ച് ഈ സമിതിക്ക് മുന്നിൽ അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ അറിയിച്ചാൽ മതി എന്നുള്ള നിർദ്ദേശമാണ് നേരത്തെ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. ഇന്ന് എന്ത് തന്നെ ആയാലും ഈ കേസ് പരിഗണിക്കുകയാണ്. അതിൽ സർക്കാർ ഈ കേസ് പരിഗണിക്കുമ്പോൾ ഈ കർമ്മസമിതിയുടെ കരട് രൂപവും നൽകും എന്നതാണ് അറിയാൻ സാധിക്കുന്നത്. വീണ. ഓക്കെ, ശരി സുധീഷ്. ഇനി കോഴിക്കോട് ഈങ്ങാപ്പുഴയിലെ ഷിബില കൊലപാതക കേസ്. ഈ കേസിൽ പ്രതി യാസിറിനെ ഇന്ന് വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്താൻ സാധ്യതയുണ്ട്. നാട്ടുകാരുടെ പ്രതിഷേധം കണക്കിലെടുത്ത് കരുതലോടെ നീങ്ങാനാണ് പോലീസിന്റെ നീക്കം. വലിയ സുരക്ഷാ ക്രമീകരണങ്ങളായിരിക്കും ഒരുക്കുക എന്ന് അറിയുന്നു. ഇന്നലെ കൊലപാതകത്തിന് ഉപയോഗിച്ച കത്തി വാങ്ങിയ കൈതപ്പൊയിലെ കടയിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തിയിരുന്നു. ദിസ്ന സുരേഷ് ചേരുന്നുണ്ട്. ദിസ്ന, ഒരു ദിവസവും ഇങ്ങനെ ഈ കൊലപാതകത്തിലേക്ക് നയിച്ച ഇടങ്ങൾ, അതുമായി ബന്ധപ്പെട്ട ഇപ്പോൾ കത്തി വാങ്ങിയ സ്ഥലം, ഇവിടങ്ങളിലൊക്കെ തെളിവെടുപ്പ് തുടരുകയാണ്. ഇന്നിപ്പോൾ പക്ഷേ വലിയ പ്രതിഷേധമുണ്ടാകാനുള്ള സാധ്യത കൂടി പോലീസ് മുൻകൂട്ടി കാണുന്നുണ്ട്. വിവരങ്ങൾ എന്താണ്? തീർച്ചയായും വീണ സൂചിപ്പിച്ചതുപോലെ തന്നെ ആസൂത്രിതമായി നടത്തിയ കൊലപാതകം എന്നതിന് ഏറ്റവും വലിയ തെളിവ് തന്നെയാണ് മുൻകൂട്ടി ഇത്തരത്തിൽ കത്തി വാങ്ങുന്നതും അതോടൊപ്പം തന്നെ കത്തി വാങ്ങി കടയിൽ നിന്ന് ഇറങ്ങുന്ന CCTV ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമുക്ക് ലഭ്യമായിട്ടുണ്ട്. അത്തരത്തിൽ ആസൂത്രിതമായി ഷിബിലയെ കൊല്ലണമെന്ന് യാസിർ കരുതിയിരുന്നു എന്നത് ഈ കേസിന്റെ ആദ്യഘട്ടം മുതൽ അന്വേഷണ സംഘം വ്യക്തമാക്കിയ ഒരു കാര്യം തന്നെയാണ്. ഇന്നലെ വെസ്റ്റ് കൈതപ്പൊയിലെ കടയിലെത്തി, കത്തി വാങ്ങിയ കടയിലെത്തിയാണ് യാസിറുമായി അന്വേഷണ സംഘം തെളിവെടുപ്പ് നടത്തിയത്. ഇന്നിപ്പോൾ ഈങ്ങോപ്പുഴയിലെ വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തുവാനുള്ള ഒരു സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. പക്ഷേ വലിയ രീതിയിലുള്ള നാട്ടുകാരുടെ ഒരു പ്രതിഷേധ സാധ്യത കണക്കിലെടുത്തുകൊണ്ട് തന്നെ വളരെ സൂക്ഷ്മമായി മുന്നോട്ട് പോകുവാനാണ് അന്വേഷണ സംഘം ശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏത് സമയത്തായിരിക്കാം ഇത്തരത്തിലുള്ള തെളിവെടുപ്പ് നടത്തുക എന്ന കാര്യത്തിൽ കൃത്യതയില്ല. ഒരുപക്ഷെ ഇത്തരത്തിൽ നാട്ടുകാരുടെ പ്രതിഷേധം കൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള സുരക്ഷാ ക്രമീകരണവും പോലീസ് ശക്തമാക്കിയിട്ടുണ്ട്. വെസ്റ്റ് കൈതപ്പൊയിലെ സ്ഥലത്തെത്തിച്ചപ്പോൾ തന്നെ നാട്ടുകാർക്കിടയിൽ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം ഉണ്ടാവുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈങ്ങോപ്പുഴയിലെ വീട്ടിലെത്തുമ്പോൾ എന്തായാലും വലിയ രീതിയിൽ നാട്ടുകാരുടെ ഒരു പ്രതിഷേധത്തിന് സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെ ഈ യാസിറുമായി തെളിവെടുപ്പ് നടത്തുമ്പോൾ വലിയ രീതിയിലുള്ള സുരക്ഷാ ക്രമീകരണം ഒരുക്കിയിട്ടുണ്ട് എന്നൊരു വിവരം കൂടി തന്നെയാണ് നമുക്ക് ലഭ്യമാകുന്നത്. എന്തായാലും 29 വരെയാണ് ഈ യാസിറിനെ അന്വേഷണ സംഘത്തിന് കസ്റ്റഡിയിൽ ലഭിച്ചിട്ടുള്ളത്. അതിനുള്ളിൽ തെളിവെടുപ്പ് പൂർത്തിയാക്കണം എന്ന് തന്നെയാണ് അന്വേഷണ സംഘം വ്യക്തമാക്കിയിരിക്കുന്നത്. ആസൂത്രിതമായി നടത്തിയ ഒരു കൊലപാതകം തന്നെയാണ് ഷിബില കൊലക്കേസ് എന്ന ഒരു കൊലക്കേസ് എന്നത് വളരെ വ്യക്തമാകുന്ന രീതിയിലേക്ക് തന്നെയാണ് ഈ കേസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഈ ലഹരിക്കടിമയായ യാസിറുമായി ഇനി മുന്നോട്ട് ജീവിക്കാൻ താല്പര്യമില്ലെന്ന് ഷിബില പലതവണ യാസിറുമായി വ്യക്തമാക്കിയിരുന്നു. പക്ഷേ തന്റെ കൂടെ ജീവിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് യാസിർ വീട്ടിലെത്തുകയും പിന്നീട് ഷിബിലയെ കുത്തിക്കൊല്ലുകയുമായിരുന്നു. വീണ. ഓക്കെ, ശരി ദിസ്ന. ഇന്ന് SSLC പരീക്ഷ അവസാനിക്കാനിരിക്കെ ഷഹബാസിനെ നമ്മൾ ഓർത്തിരുന്നു രാവിലെ. കോഴിക്കോട് താമരശ്ശേരിയിൽ സമപ്രായക്കാരായ വിദ്യാർത്ഥികളുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട 10ാം ക്ലാസ് വിദ്യാർത്ഥി ഷഹബാസിനെ അല്ലമീൻ കോളേജ് അനുസ്മരിച്ചു. തൊടുപുഴയിൽ നടന്ന MG സർവകലാശാല കലോത്സവത്തിലാണ് താമരശ്ശേരി ഷഹബാസ് കൊലപാതകത്തെ ആസ്പദമാക്കി അല്ലമീൻ കോളേജിലെ വിദ്യാർത്ഥികൾ മൂകാഭിനയം നടത്തിയത്. മികച്ച പ്രകടനം നടത്തി കയ്യടി നേടിയതിനൊപ്പം ഷഹബാസിന്റെ ഓർമ്മകൾ ഒരു നോവായി പ്രേക്ഷകരിലേക്ക് എത്തിക്കാനും ഈ കലാകാരന്മാർക്ക് കഴിഞ്ഞു. കലാഭവൻ സുമേഷ് സംവിധാനം ചെയ്ത വിഷയം മൂകാഭിനയ വിഭാഗത്തിൽ A ഗ്രേഡ് നേടി.
കള്ളക്കേസിൽ കുടുക്കാൻ ശ്രമിച്ച പോലീസ് ഉദ്യോഗസ്ഥന് സ്ഥാനക്കയറ്റം നൽകാൻ ശ്രമമെന്ന് പരാതി. ആലപ്പുഴ വള്ളികുന്നം SHO മിനുകുമാറിനെതിരെയാണ് തിരുവനന്തപുരം പൗടിക്കോണം സ്വദേശി ഹരിലാലിന്റെ പരാതി. വധശ്രമ കുറ്റം ചുമത്തി ഹരിലാലിനെ അറസ്റ്റ് ചെയ്തെങ്കിലും 15 വർഷം പിന്നിട്ടിട്ടും കുറ്റപത്രം പോലും സമർപ്പിച്ചിട്ടില്ല. കള്ളക്കേസായതിനാലാണ് കുറ്റപത്രം സമർപ്പിക്കാൻ വൈകുന്നതെന്ന് ഹരിലാൽ ആരോപിക്കുന്നു. എന്നെ 2008 പിടിച്ചുകൊണ്ട് പോകുമ്പോൾ മൃഗീയമായി ഉപദ്രവിക്കുകയും മാനുഷിക പരിഗണന പോലും നൽകാതെ എന്നെ അത്രമാത്രം ഉപദ്രവിക്കുകയും ചെയ്തു. അന്ന് CA ആയിരുന്ന മെഡിക്കൽ കോളേജ് CA ആയിരുന്ന സുരേഷ് കുമാർ ഉൾപ്പെടെ ഇതിൽ പങ്കാളിയായിരുന്നു. എന്നെ മുളകുകൾ കണ്ണിലൊഴിക്കുവാനും മറ്റും ഇവർ രണ്ടുപേരും വളരെയധികം ജാഗ്രതയിലാണ്. ഈ കള്ളക്കേസെടുത്ത ഉദ്യോഗസ്ഥനെ ഒരു കാരണവശാലും സ്ഥാനക്കയറ്റം കൊടുത്തിയാൽ ഇത് ഹൈക്കോടതി മറ്റു പോലീസ് ഉദ്യോഗസ്ഥർക്കും ഇത് ഒരു നല്ല ഒരു സന്ദേശമായിരിക്കില്ല കൊടുക്കുന്നത്. അതുകൊണ്ട് ഈ ഉദ്യോഗസ്ഥന് ഒരു കാരണവശാലും സ്ഥാനക്കയറ്റം കൊടുക്കരുതെന്നും ഈ ഉദ്യോഗസ്ഥനെ സർവീസിൽ നിന്നും മാറ്റി നിർത്തി അന്വേഷണം നടത്തി വകുപ്പ് തല നടപടികൾ സ്വീകരിക്കണമെന്നാണ് എൻ്റെ ആവശ്യം. ഇതിൽ 8 പ്രതികളുണ്ടായിട്ടും 16 വർഷമായിട്ടും എന്നെ അല്ലാതെ ഒരു പ്രതിയെ പോലും ഈ പോലീസ് ഉദ്യോഗസ്ഥൻ അറസ്റ്റ് ചെയ്യുകയോ 16 വർഷമായിട്ടും ചാർജ് ഷീറ്റ് കോടതിയിൽ കൊടുക്കുവാനും സാധിച്ചിട്ടില്ല. മനഃപൂർവ്വം രാഷ്ട്രീയ വിരോധത്താൽ കള്ളക്കേസ് ഉണ്ടാക്കി 21 ദിവസം ജയിലിൽ കിടക്കുകയും എനിക്ക് എൻ്റെ മകൻ്റെയോ അടുത്ത് പോകാൻ പോലും പാസ്പോർട്ട് എടുക്കുവാൻ സാധിക്കാത്ത ഒരു അവസ്ഥയുണ്ടാക്കി. നിരന്തരമായി കാപ്പ കേസുകൾ ഉൾപ്പെടുത്തി 6 ദിവസം കഴിയുമ്പോൾ ഹോം ഡിപ്പാർട്ട്മെൻറ്റ് എന്നെ വിട്ടയച്ചു. റൗഡി ഹിസ്റ്ററി ലിസ്റ്റിൽ ഉൾപ്പെടുത്തി ബഹുമാനപ്പെട്ട ഹൈക്കോടതി റൗഡി ഹിസ്റ്ററി ഷീറ്റ് റദ്ദാക്കി. നിരന്തരമായി പോലീസിൽ നിന്നും ഇതേപോലെയുള്ള ദുഷ്അനുഭവങ്ങളാണ്. ഞാൻ BJP പ്രവർത്തകനായിരുന്നു. ഒരു കേസുമായി ബന്ധപ്പെട്ട് എന്നെ അന്നത്തെ മെഡിക്കൽ കോളേജ് CA ആയിരുന്ന T സുരേഷ് ഒരുപാട് ദേഹോപദ്രവം ഏൽപ്പിച്ചു. ആ വിവരം ഞാൻ കോടതി മുമ്പാകെ എന്നെ റിമാൻഡ് ചെയ്യുന്ന സമയത്ത് പറഞ്ഞു. ആ വിരോധം തീർക്കുവാൻ വേണ്ടി മാത്രമാണ് 2008 ഈ ബിനുകുമാർ എന്നെ ഈ കള്ളക്കേസിൽ പ്രതിയാക്കിയത്. പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുന്നു വിവരങ്ങളുമായി. പ്രശാന്ത്, എന്താണ് ഈ കള്ളക്കേസിൻ്റെ കാര്യം പറയുന്നത് ഹരിലാൽ? മാത്രമല്ല, ഈ പോലീസ് ഉദ്യോഗസ്ഥന് ഇപ്പോൾ സ്ഥാനക്കയറ്റം നൽകാൻ ശ്രമം നടക്കുന്നതായി കൂടി ആരോപണമുണ്ടല്ലോ. വീണ, തിരുവനന്തപുരത്ത് പൗടിക്കോണം സ്വദേശിയാണ് ഈ പരാതിക്കാരൻ ഹരിലാൽ എന്ന് പറയുന്ന പരാതിക്കാരൻ. അദ്ദേഹത്തെ കള്ളക്കേസ് പോലീസ് കുടുക്കിയെന്നാണ് ഇപ്പോൾ അദ്ദേഹം ആരോപിക്കുന്നത്. അതായത് മറ്റൊരു കേസുമായി ബന്ധപ്പെട്ട് നേരത്തെ ഇതിനു മുമ്പ് മറ്റൊരു കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്തിരുന്നു. അതിനുശേഷം ക്രൂരമായ ശാരീരിക പീഡനങ്ങളടക്കം ഈ ഹരിലാലിനെ ഏൽപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇക്കാര്യം തുറന്ന കോടതിയിൽ അന്ന് അദ്ദേഹം പറയുകയും ചെയ്തു. അതായത് തുറന്ന കോടതിയിൽ ജഡ്ജിനോട് പറയുകയും ചെയ്തു. ഇതിന്റെ ഒരു പ്രതികാരം എന്ന രീതിയിലാണ് അന്ന് പോലീസുകാർക്ക് വിമർശനങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. ഇതിന്റെ ഒരു പ്രതികാരമായിട്ടാണ് രണ്ടാമത് ഒരു കേസ് കെട്ടിച്ചമച്ചതെന്നാണ് ഈ ഹരിലാല് പറയുന്നത്. അതായത് ഈ കേസ് മറ്റൊരു കേസുമായി ഇതിന്റെ ഒരു പ്രതികാര നടപടി എന്ന വേണം അന്നത്തെ ശ്രീകാര്യം SI ആയിരുന്ന ബിനുകുമാർ കേസ് കെട്ടിച്ചമച്ചു എന്നാണ് ഇപ്പോൾ ഹരിലാൽ പറയുന്നത്. അദ്ദേഹം പറയുന്നത്, ഒരു അടിപിടി കേസുമായി ബന്ധപ്പെട്ട് ഒരാൾ പരാതി കൊടുക്കുന്നു. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ വധശ്രമമാണ്. ആ വധശ്രമത്തിന് കേസ് ചുമത്തിയാണ് ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നത്, ഹരിലാലിനെ അറസ്റ്റ് ചെയ്യുന്നത്. മൊത്തത്തിൽ ആ കേസിൽ 8 പ്രതികൾ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. എന്നാൽ ആ 8 പ്രതികളിൽ ആകെ അറസ്റ്റ് ചെയ്ത ഒരേ ഒരു വ്യക്തി ഹരിലാൽ മാത്രമാണ്. മാത്രമല്ല, ഈ 2008 ഈ സംഭവം നടക്കുന്നത്. 2008 സംഭവം നടന്ന് ഈ 16 വർഷം പിന്നിടുമ്പോഴും ആ കേസിൽ ഒരു കുറ്റപത്രം പോലും സമർപ്പിക്കുവാൻ പോലീസിന് ഇതുവരെ കഴിഞ്ഞിട്ടുമില്ല. അതിനിടയിൽ ബിനുകുമാർ അവിടുന്ന് ട്രാൻസ്ഫറായി മറ്റ് സ്റ്റേഷനിലേക്ക് പോയി. ഇപ്പോൾ ആലപ്പുഴ ജില്ലയിലെ വള്ളികുന്നം സ്റ്റേഷനിലെ SHO ആണ് ബിനുകുമാർ. ആ SHO ആണ് ഇപ്പോൾ സ്ഥാനക്കയറ്റം നടത്താനുള്ള തീരുമാനത്തിലേക്ക് സർക്കാരും എത്തിയിരിക്കുന്നതാണ് ബിനുകുമാർ ഈ ഹരിലാൽ ആരോപിക്കുന്നത്. കാപ്പ കേസ് ചുമത്തിയാണ് ബിനുകുമാറിനെ ഈ കേസിൽ, അതായത് ഈ വധശ്രമം ചുമത്തിയുള്ള കേസിൽ ബിനുകുമാർ ഈ ഹരിലാലിനെ അറസ്റ്റ് ചെയ്ത് നിരവധി തവണ റിമാൻഡ് ചെയ്യുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. തുടർന്ന് മനുഷ്യാവകാശ കമ്മീഷനെയും ഹൈക്കോടതി അടക്കം സമീപിക്കുകയും അവിടുന്നെല്ലാം മനുഷ്യാവകാശ കമ്മീഷൻ അടക്കം ഉത്തരവുകൾ ഉണ്ടാവുകയും ചെയ്തു. എന്നാൽ ഈ കേസിന്റെ നിജസ്ഥിതി എന്ന് പറഞ്ഞാൽ കേസ് എടുത്തു കളയുന്നതോ അല്ലെങ്കിൽ മറ്റു നടപടികളിലേക്ക് പോലീസും എന്നെത്തിയിട്ടുമില്ല. നിരവധി തവണ ഈ പീഡിപ്പിക്കുന്ന ഒരു സാഹചര്യം ഹരിലാലിന് ഉണ്ടാകുകയും ചെയ്തു. ഇതാണ് ഹരിലാൽ പരാതിയായിട്ട് പറയുന്നത്. അതായത് ഒരു 8 പേരടങ്ങുന്ന ഒരു കേസായിരുന്നു
ആ കേസിൽ മറ്റു പ്രതികളെ ആരെയും അറസ്റ്റ് ചെയ്തിട്ടില്ല. അതോടൊപ്പം തന്നെ ഈ വധശ്രമം ചുമത്തിയുള്ള കേസ് രജിസ്റ്റർ ചെയ്യുമ്പോൾ ആ പരാതി എടുക്കുമ്പോൾ ഈ വധശ്രമത്തിന് അല്ലെങ്കിൽ പരാതിക്കാരൻ ആശുപത്രി പോയതിന്റെ ട്രീറ്റ്മെന്റിന്റെ ഹിസ്റ്ററിയോ അല്ലെങ്കിൽ മറ്റ് വിവരങ്ങളൊന്നും പോലീസിന്റെ പക്കൽ ഇല്ലാതാനും. കാരണം അങ്ങനെ ഒരു ആശുപത്രിയിൽ ചികിത്സ തേടിയതിന്റെ അടക്കമുള്ള ഒരു രേഖകൾ ഇല്ലാതെയാണ് പോലീസ് കേസെടുത്തത്, ബിനുകുമാർ കേസെടുത്തത് എന്നാണ് ഇപ്പോൾ ഹരിലാൽ ആരോപിക്കുന്നത്. ഇതിന്റെ പേരിൽ ഒട്ടേറെ മാനസിക പ്രതിസന്ധി ഉണ്ടായിരുന്നു. കഴിഞ്ഞ 16 വർഷത്തോളമായി താൻ പീഡനങ്ങൾക്ക് നിരന്തരം മാനസികമായും ആയുള്ള പീഡനങ്ങൾക്ക് വിധേയമായി നിൽക്കുകയാണ്. തനിക്ക് മറ്റ് യാത്രകൾ ചെയ്യുവാൻ സാധിക്കുന്നില്ല. അതോടൊപ്പം തന്നെ ഈ നിരന്തരം പോലീസിന്റേതായിട്ടുള്ള പീഡനങ്ങൾ ഏറ്റുവാങ്ങുന്ന സാഹചര്യമൊക്കെ ഉണ്ടാകുന്നു. തനിക്ക് നീതി നിഷേധിക്കപ്പെടുന്നുവെന്നാണ് ഈ ഹരിലാൽ ഇപ്പോൾ ആരോപിക്കുന്നത്. അതിനിടയിലാണ് ഇത്തരത്തിൽ ഈ കുറ്റപത്രം പോലും സമർപ്പിക്കാതിരിക്കുന്ന സാഹചര്യം. 10 കൊല്ലത്തിന് ശേഷം 10 കൊല്ലം കഴിഞ്ഞു, അതിനുശേഷവും കുറ്റപത്രം കഴിഞ്ഞില്ല. ഇപ്പോൾ അത് ആ കേസ് മുന്നോട്ട് പോകാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. കാരണം ഇതുമായി ബന്ധപ്പെട്ട് മറ്റു പ്രതികളെ അറസ്റ്റ് ചെയ്തിട്ടില്ല. ഈ കേസിന്റെ ഗതി മുന്നോട്ട് പോകാത്ത സാഹചര്യമുണ്ട്. അങ്ങനെ ഇരിക്കുകയാണ്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് ക്രിമിനൽ കുറ്റം ചുമത്തുകയും കാപ്പ കേസ് അടക്കം ചുമത്തിക്കൊണ്ട് ഒരു ഗുണ്ടാ ലിസ്റ്റിലേക്ക് നീങ്ങുന്ന രീതിയിലേക്ക് ഈ ഹരിലാലിന്റെ ജീവിതം വഴിമാറുകയും ചെയ്തിരുന്നു. അതാണ് ഇപ്പോൾ ഹരിലാൽ പരാതിയായി നൽകിയത്. ഈ വിഷയം മുൻപ് ഉണ്ടായ ഒരു രാഷ്ട്രീയ കേസിൽ ഈ ബിനുകുമാർ അടക്കമുള്ള പോലീസ് ഉദ്യോഗസ്ഥർ ഈ ഹരിലാലിനെ മർദ്ദിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ക്രൂരമായി, അതായത് തലകീടായി കെട്ടി നിർത്തിക്കൊണ്ട് ക്രൂരമായ മർദ്ദന മുറകൾക്ക് വിധേയമാക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ആ വിവരം തുറന്ന കോടതിയിൽ സമ്മതിച്ചു, അല്ലെങ്കിൽ തുറന്ന കോടതിക്ക് മുന്നിൽ ഇത് ബോധിപ്പിച്ചു എന്നൊരു ഒറ്റ കാരണം കൊണ്ടാണ് അദ്ദേഹത്തെ മറ്റൊരു കേസ് കെട്ടിച്ചമച്ചുകൊണ്ട്, അല്ലെങ്കിൽ മറ്റൊരു അന്നത്തെ ശ്രീകാര്യം SI ആയിരുന്ന ബിനുകുമാറിന്റെ നേതൃത്വത്തിൽ മറ്റൊരു കേസ് കെട്ടിച്ചമച്ചുകൊണ്ട് അദ്ദേഹത്തെ പീഡിപ്പിക്കുന്ന നിലയിലേക്ക് എത്തിച്ചേർന്നതെന്നാണ് ഇപ്പോൾ അദ്ദേഹം പരാതി പറയുന്നത്. അതുകൊണ്ട് തന്നെ അധികാരികളുടെ ഭാഗത്തു നിന്ന് തനിക്ക് നീതി ഉണ്ടാകണം. ആ നീതി ഉണ്ടാകുക മാത്രമല്ല, ഇത്തരത്തിൽ കൃത്യനിർവഹണത്തിന് അല്ലെങ്കിൽ അതിൽ തടസ്സം നിർത്തിക്കൊണ്ട്, അല്ലെങ്കിൽ ആ രീതിയിൽ നിന്നുകൊണ്ട് കൃത്യനിർവഹണം ശരിയായ രീതിയിൽ നടത്താത്ത ഒരു ഉദ്യോഗസ്ഥനെ വീണ്ടും സ്ഥാനക്കയറ്റം നൽകിയ സർക്കാർ ആദരിക്കുന്നത് ശരിയല്ല. അതുകൊണ്ട് തന്നെ സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഇത്തരത്തിലൊരു നടപടി ഉണ്ടാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ ഹരിലാൽ രംഗത്ത് വന്നിരിക്കുന്നത്. വീണ. ശരി, പ്രശാന്ത് വിവരങ്ങൾ നൽകുകയായിരുന്നു. കള്ളക്കേസിൽ കുടുക്കാൻ ശ്രമിച്ച പോലീസ് ഉദ്യോഗസ്ഥന് ഇപ്പോൾ സ്ഥാനക്കയറ്റാൻ കൂടെ ശ്രമം നടക്കുമ്പോഴാണ് വീണ്ടും ഹരിലാൽ ഈ SHO ബിനുകുമാറിനെതിരെ, ഇപ്പോൾ വള്ളികുന്നം SHO ആയ ബിനുകുമാറിനെതിരെ രംഗത്ത് വന്നിരിക്കുന്ന ജനം ടിവിയുടെ അദ്ദേഹം കാര്യങ്ങൾ വിശദീകരിക്കുകയുമായിരുന്നു. മുഖ്യമന്ത്രിയുടെ ടെലിവിഷൻ ഷോയ്ക്കായി സർക്കാർ ഖജനാവിൽ നിന്ന് ചെലവഴിക്കുന്നത് കോടികൾ. പ്രതിവാര ടെലിവിഷൻ പരിപാടി നാം മുന്നോട്ടിനായി 9 വർഷത്തിനിടെ ചെലവഴിച്ചത് 25 കോടിയോളം രൂപയാണ്. നിർമ്മാണ ചുമതല വഹിക്കുന്ന പാർട്ടി ചാനലിനും നൽകുന്നത് കോടികളാണ്. ഇതിൻ്റെ വിവരാവകാശ രേഖ ജനം ടിവിക്ക് ലഭിച്ചു. പ്രജിത്ത് മോഹനാണ് ഈ വിവരം റിപ്പോർട്ട് ചെയ്യുന്നത്. പ്രജിത്ത്, 25 കോടിയോളം രൂപ PR വർക്കിന്, അതും സാധാരണ നമ്മളെപ്പോഴും ചൂണ്ടിക്കാണിക്കുന്നതാണ്. ഈ ധൂർത്തെല്ലാം നടക്കുന്നത് കടുത്ത സാമ്പത്തിക ഞെരുക്കമെന്ന് സർക്കാർ പറയുമ്പോൾ തന്നെയാണ്. വിവരങ്ങൾ എന്താണ്? വീണ, ഈ നേരത്തെ നാം മുന്നോട്ട് പരിപാടിയുമായി ബന്ധപ്പെട്ട് നമ്മളൊരു വാർത്ത നൽകിയിരുന്നു. പ്രത്യേകിച്ച് ബജറ്റ് വിഹിതത്തിൽ വീണ്ടും മുഖ്യമന്ത്രിയുടെ ടെലിവിഷൻ ഷോയ്ക്കായി വീണ്ടും പണം അനുവദിക്കുന്ന ഒരു സാഹചര്യം. അത് കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നിൽക്കുമ്പോഴാണ് ഈ പണം അനുവദിച്ചത്. അതിനെ സംബന്ധിച്ച വാർത്ത നൽകുമ്പോഴാണ് ഈ നാം മുന്നോട്ടുമായി ബന്ധപ്പെട്ട് നമ്മളൊരു RTI നൽകുന്നത്. RTI നൽകുമ്പോൾ പുറത്തു വന്ന കണക്കുകൾ ഒരുപക്ഷെ ഞെട്ടിക്കുന്നതാണ്. കാരണം സംസ്ഥാന ചരിത്രത്തിൽ ഇതിനു മുൻപൊരു മുഖ്യമന്ത്രി ഇത്രയധികം തുക PR പ്രവർത്തനങ്ങൾക്കായി ചെലവഴിച്ചിട്ടുണ്ടോ എന്ന് സംശയം തോന്നുന്ന രീതിയിലാണ് ഓരോ തവണയും ഇത്തരം കണക്കുകൾ പുറത്തു വരുന്നത്. നേരത്തെ മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയൊക്കെ ഹോർഡിംഗ് വെക്കാനൊക്കെ ചെലവഴിച്ച ലക്ഷങ്ങളെ കോടികളെ പറ്റിയൊക്കെ നമ്മൾ വാർത്ത ജനം TV പുറത്തുവിട്ടതാണ്. വിവിധ പരസ്യങ്ങൾക്കും മറ്റുമായി എത്ര കോടി ഉപയോഗിച്ചു എന്നുള്ളതും വാർത്ത പുറത്തുവിട്ടതാണ്. നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് നടത്തിയ PR എക്സസൈസ്, അതിനുപയോഗിച്ച പണം, ഇത്തരം കാര്യങ്ങളെല്ലാം ആദ്യം പുറത്തു കൊണ്ടുവന്നത് ജനം TVയാണ്. ഇപ്പോൾ സമാനമായ രീതിയിലാണ് മുഖ്യമന്ത്രിയുടെ നാം മുന്നോട്ടെന്ന് പറയുന്ന TV ഷോയ്ക്ക് വേണ്ടി ചെലവഴിച്ച പണത്തിൻ്റെ കണക്കുകൾ. അത് ഞെട്ടിക്കുന്നതാണ് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. കാരണം ഈ കണക്കുകളിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ 215 എപ്പിസോഡുകളാണ് 2025 ഫെബ്രുവരി വരെ, 212 എപ്പിസോഡുകൾ ഇതുവരെ നാം മുന്നോട്ടിൻ്റെതായി പുറത്തു വന്നിട്ടുള്ളത്. ഈ 212 എപ്പിസോഡുകൾക്കായി സർക്കാർ ഇതുവരെ ചെലവഴിച്ച തുക എന്ന് പറയുന്നത് 24,96,76,291 രൂപ. ഏതാണ്ട് 25 കോടിയോളം രൂപയാണ് ഈ പറയുന്ന 212 എപ്പിസോഡുകൾക്കായി സർക്കാർ ചെലവഴിച്ചത്. ഇതിൻ്റെ നിർമ്മാണ ചുമതലയുണ്ട്. ഒപ്പം തന്നെ ഈ ചില ചാനലുകളിലൊക്കെ ഇത് ചെയ്യുന്നതിനുള്ള കൊടുത്തിട്ടുള്ള പണമുണ്ട്, ഈ ചാനലുകൾക്ക് അനുവദിച്ച തുകയുണ്ട്. അങ്ങനെ അത്രയും കോടി രൂപയാണ് സർക്കാർ ഇത്ര വർഷത്തിനുള്ളിൽ ചെലവഴിച്ചതെന്നുള്ളതാണ്. ഓരോ സാമ്പത്തിക വർഷവും കോടികളുടെ കണക്ക് എടുത്ത് നമുക്ക് പറയേണ്ടി വരും. ഇപ്പോൾ 2017,
2018 സാമ്പത്തിക വർഷമാണ് ഇത് തുടങ്ങുന്നത്. അന്ന് 1,72,24,915. പിന്നീട് ഇങ്ങോട്ട് വരുമ്പോൾ 2019-20 വരുമ്പോൾ 4,22,00,000. 2020-21 സാമ്പത്തിക വർഷത്തേക്ക് വരുമ്പോൾ 5,49,00,000 വർഷം. അങ്ങനെ ഓരോ വർഷവും കോടിക്കണക്കിന് രൂപയാണ്. ഇപ്പോൾ ഏറ്റവും 2022-23 കാലത്ത് 6,89,378. 2023-24 സാമ്പത്തിക വർഷം 4,52,59,000 രൂപ. അങ്ങനെ ഓരോ വർഷവും കൂടുന്തോറും ഇതിന് ചെലവഴിക്കുന്ന തുക കൂടി വരുന്നു എന്നുള്ളതാണ് നമ്മൾ എടുത്തു പറയേണ്ടത്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി സർക്കാരിൻ്റെ ധൂർത്ത് സംബന്ധിച്ച നിരവധി വാർത്തകൾ നമ്മൾ പുറത്തുവിടുന്നുണ്ടായിരുന്നു. സമാനമായൊരു ദൂർത്ത് തന്നെയാണ് ഈ നാം മുന്നോട്ട് ടെലിവിഷൻ ഷോയ്ക്ക്, മുഖ്യമന്ത്രിയുടെ ടെലിവിഷൻ ഷോയ്ക്ക് വേണ്ടി സർക്കാർ നടത്തുന്നത് എന്നുള്ളതാണ്. കാരണം ഈ പരിപാടി കൊണ്ടുള്ള പ്രത്യേകിച്ച് പൊതുജനങ്ങൾക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ എന്നുള്ളത് നമുക്ക് ഇതുവരെ മനസ്സിലാക്കാൻ കഴിയാത്തൊരു സാധനമാണ്. പക്ഷേ അവർ പറയുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ സർക്കാർ ഈ വിവരാവകാശ നടപടിയിൽ തന്നെ പറയുന്നത്, സർക്കാരിൻ്റെ ഭരണ നേട്ടങ്ങൾ അത് മുഖ്യമന്ത്രി തന്നെ നേരിട്ട് ജനങ്ങളുമായി പങ്കുവയ്ക്കുന്ന വിവരങ്ങൾക്കുണ്ടാകുന്ന ആധികാരികതയ്ക്കും വിശ്വാസ്യതയ്ക്കും വേണ്ടിയാണ് ഈ പരിപാടി അവതരിപ്പിക്കുന്നത് എന്നുള്ളതാണ്. സർക്കാർ ചെയ്യുമ്പോഴല്ല, അത് മുഖ്യമന്ത്രി പറയുമ്പോൾ മാത്രമാണ് അതിന് ആധികാരികതയും വിശ്വാസ്യതയും ഒക്കെ വരുന്നത് എന്നുള്ളതാണ് ഈ വിവരാവകാശ മറുപടിയിൽ PRD നൽകുന്ന മറുപടി എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ശ്രദ്ധ. എന്തായാലും ഇതിൽ മറ്റൊരു കാര്യം എടുത്ത് പറയേണ്ടത്, ഇതിൽ പാർട്ടി ചാനലിനൊക്കെ ഇതിൻ്റെ നിർമ്മാണ ചുമതലയുമായി ബന്ധപ്പെട്ട് നൽകിയിട്ടുള്ളതും വലിയ തുകയാണ്. അതായത് 3,40,93,532 രൂപയാണ് ഈ പറയുന്ന 212 എപ്പിസോഡുകളുടെ നിർമ്മാണ ചുമതലയ്ക്കായി പാർട്ടി ചാനലിലും നൽകിയിട്ടുള്ളത്. അങ്ങനെ ഇഷ്ടക്കാർക്കും സ്വന്തക്കാർക്കും വേണ്ടി കോടികളും, സ്വന്തം മുഖമിരിക്കുന്നതിന് വേണ്ടി കോടികളും ചെലവഴിക്കുന്ന സർക്കാരാണ്. അപ്പോഴാണ് ഒരു വശത്ത് ആശാവർക്കേഴ്സ് സമരം തുടരുന്നു, മറ്റ് സാമ്പത്തിക പ്രതിസന്ധികൾ നിലനിൽക്കുന്നു, വകുപ്പുകൾക്ക് നിയന്ത്രണം കൊണ്ടുവരുന്നു, നിയമന നിരോധനം പോലും ഏർപ്പെടുത്തുന്ന സാഹചര്യത്തിലേക്ക് സർക്കാർ പോകുന്നതും. വീണ. ഓക്കെ, ശരി പ്രജിത്ത്. ഭാരതീയർക്കുള്ള കൈലാസ് മാനസ സരോവർ യാത്ര നേരത്തെ പുനരാരംഭിച്ചേക്കും. യാത്ര പുനരാരംഭിക്കാൻ ഇന്ത്യയും ചൈനയും ധാരണയായിരുന്നുവെങ്കിലും സമയക്രമം സംബന്ധിച്ച് ധാരണയായിരുന്നില്ല. അതിർത്തി സംഘർഷങ്ങളെ തുടർന്ന് 2020 മുതൽ നിർത്തിവെച്ചിരുന്ന യാത്രയാണ് ഇപ്പോൾ പുനരാരംഭിക്കുന്നത്. ഗൗതം അനന്തനാരായണൻ ആണ് വിവരങ്ങൾ നൽകുന്നത്. ഗൗതം, ഈ നേരത്തെ പുനരാരംഭിക്കാനുള്ള ധാരണ എങ്ങനെ ഉണ്ടാകുന്നു? വിവരങ്ങൾ എന്താണ്? വീണ, കഴിഞ്ഞ കുറേ നാളുകളായി ഈ കൈലാസ് മാനസ സരോവർ യാത്ര, തീർത്ഥയാത്ര പുനരാരംഭിക്കുന്നത് സംബന്ധിച്ചുള്ള ചർച്ചകൾ ഭാരതത്തിനും ചൈനയ്ക്കുമിടയിൽ നടക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷം റഷ്യയിൽ വെച്ച് നടന്ന ഉച്ചകോടിയിൽ പങ്കെടുക്കുമ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങും തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഈ കൂടിക്കാഴ്ചക്കിടയിൽ ഈ കൈലാസ് മാനസ സരോവർ യാത്ര സംബന്ധിച്ചുള്ള ചർച്ചകൾ നടന്നു. അതുകൂടാതെ അടുത്തിടെ ഭാരതത്തിൻ്റെ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രയും അതോടൊപ്പം തന്നെ ചൈനീസ് വിദേശകാര്യ മന്ത്രിയും തമ്മിൽ നടന്ന കൂടിക്കാഴ്ചയ്ക്കകത്തും ഈ അതിർത്തിയിലെ പ്രശ്നങ്ങൾക്കൊപ്പം കൈലാസ് മാനസ സരോവർ യാത്രയുടെ പുനരാരംഭം സംബന്ധിച്ചുള്ള ചർച്ചകൾ നടന്നിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ ഫലം കാണുന്നു. വളരെ വേഗത്തിൽ തന്നെ ഈ യാത്ര വീണ്ടും ആരംഭിക്കാൻ ഇരു രാജ്യങ്ങളും തമ്മിൽ ധാരണയായി എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. 2020 മുതലാണ് ഭാരതീയർക്ക് കൈലാസ് മാനസ സരോവർ യാത്ര നടത്താൻ കഴിയാത്ത രീതിയിലേക്ക് ഒരു നീക്കം ചൈനയുടെ ഭാഗത്ത് നിന്നുണ്ടായത്. 2020 ഗാൽവൻ സംഘർഷത്തെ തുടർന്ന് ഇരു രാജ്യങ്ങൾക്കുമിടയിലുള്ള ബന്ധം വളരെ മോശമാവുകയും ലഡാക്കിലെ അതിർത്തി മേഖലകളിൽ യുദ്ധസമാനമായ അന്തരീക്ഷം നിലനിൽക്കുന്ന രീതിയിൽ ഇരു രാജ്യങ്ങളും സേനാവിന്യാസം നടത്തുകയും ഒക്കെ ചെയ്തു. ഇതേ തുടർന്നുകൊണ്ട് ചൈന ഭാരതത്തിൽ നിന്നുള്ള തീർത്ഥാടകർക്ക് കൈലാസ് മാനസ സരോവർ യാത്ര നടത്തുവാനുള്ള അനുമതി നിഷേധിക്കുകയായിരുന്നു. ഈ ഘട്ടത്തിൽ തന്നെ മറ്റു രാജ്യങ്ങൾ, പ്രത്യേകിച്ച് നേപ്പാൾ, അതോടൊപ്പം തന്നെ ഭൂട്ടാൻ, ഒപ്പം കംബോഡിയയൊക്കെ പോലെയുള്ള മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ള തീർത്ഥാടകർ അവിടേക്ക് പോകുന്നുണ്ടായിരുന്നു. കാരണം ഹിന്ദു വിശ്വാസികളും അതോടൊപ്പം തന്നെ ബുദ്ധിസ്റ്റ് ജൈനന്മാരുമാണ് പ്രധാനമായും കൈലാസ് മാനസ സരോവർ യാത്ര നടത്തുന്നത്. അതിനാൽ ഭാരതത്തിൽ നിന്നുള്ളവർക്ക് ഈ യാത്ര നടത്താൻ കഴിയാത്ത സമയത്തും ഈ നേപ്പാൾ, അതോടൊപ്പം തന്നെ ബുദ്ധരാജ്യമായ ഭൂട്ടാൻ, അതോടൊപ്പം തന്നെ ബുദ്ധിസ്റ്റ് രാജ്യമായിട്ടുള്ള ശ്രീലങ്ക, കംബോഡിയ, ഇത്തരം രാജ്യങ്ങളിൽ നിന്നുള്ള ബുദ്ധമത വിശ്വാസികളും ജൈനന്മാരും ഒക്കെ അവിടേക്ക് യാത്ര ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ഭാരതത്തിൽ നിന്നുള്ള തീർത്ഥാടകർക്കാണ് ഈ അനുമതി ചൈന നിഷേധിച്ചിരുന്നത്. ആ വിഷയത്തിലാണ് ഇപ്പോൾ ഇരു രാഷ്ട്രങ്ങൾക്കും ഇടയിൽ ഒരു ധാരണയാവുകയും ഭാരതത്തിൽ നിന്നുള്ള തീർത്ഥാടകർക്ക് വളരെ വേഗത്തിൽ തന്നെ കൈലാസ് മാനസ സരോവർ യാത്ര നടത്തുവാനുള്ള അനുമതി നൽകും എന്ന് ചൈനയുടെ ഉറപ്പ് നൽകിയിരിക്കുന്നത്. ഗൗതം വിവരങ്ങൾ നൽകുകയായിരുന്നു. ഏതായാലും കൈലാസ് മാനസ സരോവർ യാത്ര നേരത്തെ ആകാനുള്ള സാധ്യതകൾ കുറിച്ച്, അതിനുള്ള ചർച്ചകൾ നടന്നതിനെ കുറിച്ചാണ് ഗൗതം ഇപ്പോൾ പുത്തൻപുരയിൽ ഒരു പക്ഷേ ഏറ്റവും ഒടുവിലായി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഈ ഒരു വാർത്തയോടുകൂടി പുത്തൻപുരയുടെ സമയം അവസാനിക്കണം. പക്ഷേ അതിനു മുമ്പ് ഇന്നൊരു സന്തോഷ ദിവസം വേറൊരു തരത്തിൽ വരുന്നത്, ഒരു ആഘോഷത്തിന് ദിവസം വരുന്നത്, ഇന്ന് നമ്മുടെ റിപ്പോർട്ടർ ജിജീഷിൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ നമുക്ക് ഹാപ്പി ബർത്ത്ഡേ ആശംസിക്കേണ്ടതുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും സ്ക്രീനിൽ കണ്ട് പരിചയമുണ്ട്. ജിജീഷ് കരുണാകരൻ, ഹാപ്പി ബർത്ത്ഡേ.
പുലരി പൂർണ്ണമാവുകയാണ്. ചെറിയ ഇടവേളയ്ക്ക് ശേഷം ലൈവ് റിപ്പോർട്ട്സ് ഉണ്ടാകും. നമസ്തേ. Thank you.